ഞാൻ ഇരിക്കുമ്പോൾ നിങ്ങൾ ഈ ചെയ്യുന്ന കാര്യങ്ങൾ കണ്ടല്ലോ, ഇങ്ങനെയാണ് നിങ്ങളുടെ പ്രവൃത്തി ഞാൻ ഇരിക്കുമ്പോൾ എങ്കിൽ ഞാൻ ഇല്ലാതിരിക്കുന്ന ഒരു സമയത്ത് നിങ്ങൾ എന്തായിരിക്കും ചെയ്യുക എന്ന് ഗുരു അതിനകത്ത് വ്യക്തമായിട്ട് ചോദിക്കുന്നുണ്ട്. പലരും ഈ ഒറ്റക്കെട്ടായിരിക്കണമെന്നാണ് ഗുരു പറഞ്ഞത്. എല്ലാവരും ആ ഒറ്റക്കെട്ടാവുന്ന സ്വഭാവം മാറി പലരും പല രീതിയിലൊക്കെ പ്രവർത്തിക്കാൻ തുടങ്ങിയപ്പോൾ അത് സത്യം പറഞ്ഞ ആശ്രമത്തിൻ്റെ എന്നേക്കുമായി നാശപ്പെടുത്തുന്ന ഒരു സാഹചര്യത്തിലേക്കാണ് പൊയ്ക്കൊണ്ടിരുന്നത്. ആ സാഹചര്യത്തിൽ നമുക്കൊരു കാര്യം മനസ്സിലാക്കുക, ഇപ്പോൾ ഈ ഗുരുവാക്ക് അനുസരിച്ച് പ്രവർത്തിക്കുന്നത് അതിപ്പോൾ ശിഷ്യപൂജിതയോ ഗുരുവോ എന്നുള്ളതല്ല. ഈ ഒരു ശിഷ്യപൂജിത എന്നുള്ള വ്യക്തിത്വത്തിനെ കുറിച്ചല്ല നമ്മൾ സംസാരിക്കുന്നത്. ആ ഗുരുവാക്ക്, നമുക്ക് ഗുരുപ്രകാശത്തിൽ നിന്ന് കിട്ടുന്ന വാക്കനുസരിച്ച് പ്രവർത്തിക്കുന്നതിൽ ഗുരുവിനെ സംബന്ധിച്ച് ഇതെല്ലാം വ്യക്തമായ ബോധമുണ്ടായിരുന്നു. ഒരു കുഞ്ഞിനെ വളർത്തിയെടുക്കാൻ അത് ഗുരു പലരെയും സെലക്ട് ചെയ്തപ്പോൾ പലരും പല തലം വരെ ഗുരുവിനോടൊപ്പം പിടിച്ചു വന്നു. അതായത് ചിലർ ഒരു പ്രത്യേക തലം വരെയൊക്കെ ഗുരു ശിഷ്യ ബന്ധം. പ്രാവശ്യം ഗുരു ഈ മനസ്സ് പൊട്ടിച്ച് ഇദ്ദേഹത്തെ ഒന്ന് സ്വതന്ത്രമാക്കാൻ, ഈ ബുദ്ധിയിൽ നിന്നും ലോജിക്കിൽ നിന്നും സ്വതന്ത്രമാക്കി യഥാർത്ഥ ആത്മീയത എന്താണെന്ന് അറിയിക്കാൻ ശ്രമിച്ചിട്ടുള്ളതും അപ്പോഴൊക്കെ അദ്ദേഹം പിന്നെ ഈ പറയുന്നതിനൊക്കെ തോൽവി സമ്മതിക്കാതെ, അദ്ദേഹത്തിൻ്റെ ഭാഗത്ത് ശരിയാണ്. ഇപ്പോൾ കണ്ണൂരുള്ള ഒരു മാമൻ, അദ്ദേഹം ഇപ്പോൾ ഇവർ റിബൽ സംഘത്തിൻ്റെയൊക്കെ ഒരു കൂട്ടത്തിൽ പ്രവർത്തിക്കുന്നു. അപ്പോൾ അദ്ദേഹം ഒരു ഗുരു ആയുസങ്കല്പത്തിൽ ലയിച്ചതിന് ശേഷം അദ്ദേഹം ഈ ആശ്രമ സ്വഭാവത്തിലൊക്കെ പലരുള്ളവരൊക്കെ ശുശ്രൂഷിക്കുന്ന ആ ഒരു സാഹചര്യത്തിൽ ഒരു സ്ത്രീയുടെ വിരലിൽ പോലും തൊട്ടുകൂടാന്നൊക്കെയാണ് ഗുരു പറഞ്ഞതെന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഇവർ സംസാരിക്കുന്നത്. അപ്പോൾ ഇവിടെ ഈ സദ്ഗുരു ശരണം. എല്ലാവർക്കും ലൈഫ് ഡിവൈൻ്റെ പുതിയ എപ്പിസോഡിലേക്ക് സ്വാഗതം. ശ്രീ, ഇപ്പോ നമ്മുടെ ഗുരുവിന്റെ ഒരു ഓഡിയോ ഇപ്പൊ ഇങ്ങനെ പ്രചരിക്കുന്നുണ്ട്. ഇപ്പോ ആ ഒരു പറയുന്ന ആൾക്കാർ ഇതിങ്ങനെ വളരെയധികം പ്രചരിപ്പിക്കുന്നു. അപ്പം അതിൽ എന്താണെന്ന് ശ്രദ്ധിച്ചപ്പോൾ മനസ്സിലാക്കിയത്, ഗുരു പണ്ട് നമ്മുടെ ആശ്രമത്തിന്റെ ഒരു ഭരണ സംവിധാനം എങ്ങനെ പോകണം എന്നുള്ളതിനെ കുറിച്ച് ഗുരു അന്നത്തെ ഭരണസമിതി അംഗങ്ങളുമായിട്ട് നടത്തുന്ന ഒരു ചർച്ചയാണ്. അപ്പം അതിൽ പ്രസക്തമായിട്ടുള്ള കാര്യം എന്ന് പറഞ്ഞാൽ, ഗുരു ഒരു 4 പേര് ചേർന്ന് ഒന്ന് ഭരിക്കണം എന്നുള്ള ഒരു രീതിയിൽ ഗുരു പറയുന്നുണ്ട്. അപ്പോൾ ആ 4 പേരെ എങ്ങനെ തിരഞ്ഞെടുക്കണമെന്നും അവർക്ക് എങ്ങനെയായിരിക്കണം അവർ ഒറ്റക്കെട്ടായിട്ട് തീരുമാനം എടുക്കേണ്ടത് എന്നൊക്കെ ഗുരു അതിനകത്ത് പറയുന്നു. അപ്പോൾ ഒരാൾ സംശയമായിട്ട് ചോദിക്കുന്നുണ്ട്, അപ്പോൾ ഈ 4 പേർക്കും ഒരേ അഭിപ്രായം എന്ന് പറയുമ്പോൾ ഒരാൾ ചിലപ്പോൾ മാറി പറയാൻ സാധ്യതയുണ്ടല്ലോ. ഗുരു പറഞ്ഞു അങ്ങനെ പാടില്ല, ഒറ്റക്കെട്ടായിരിക്കണം. അങ്ങനെ അത് ചോദിച്ചു വരുമ്പോൾ ഗുരു പറയുന്നു, അതിന് ഗുരു ഉണ്ടല്ലോ, അപ്പോൾ ഗുരു ഉണ്ട്, അപ്പോൾ ഗുരു പറയുന്നത് പോലെ ഇവർ ചെയ്താൽ മതി എന്ന് വ്യക്തമായിട്ട് ഗുരു അതിനകത്ത് പറയുന്നുണ്ട്. അപ്പം ഇതുപോലെ തന്നെ ഗുരു സംസാരിക്കുമ്പോൾ ഗുരു ഉണ്ട് എന്ന് പറയുമ്പോൾ ഈ ഗുരു ശിഷ്യന്മാരെന്നാണ് ഗുരു ഇനി വരാൻ പോകുന്ന ഒരു ഭരണ സംവിധാനങ്ങൾ ഉണ്ടാകുമ്പോൾ അന്നത്തെ ഈ പറയുന്നവരെ എല്ലാവരെയും ഒരുമിച്ച് ചേർത്ത് ഒരു സംഘം എന്നുള്ള നിലയിൽ കൊണ്ടുപോകണം എന്നൊക്കെ ഗുരു പറയുമ്പോൾ അവിടെ അവരാരോ ചോദിക്കുമ്പോൾ പറയുന്നുണ്ട്, ഇത് ഈ ഗുരു ശിഷ്യന്മാരുടെ കാര്യമെന്ന്. അപ്പം അവിടെയും ഗുരുവിനെ കുറിച്ച് പറയുമ്പോൾ നമുക്കൊരു തേർഡ് പേഴ്സൺ ആയിട്ടാണ് ഗുരു സംസാരിക്കുന്നത്. അല്ലാതെ ഗുരു എന്നെ കുറിച്ചെന്നുള്ള അർത്ഥത്തിലല്ല, ഗുരു സ്വയം അല്ല പറയുന്നത്. അതായത് അപ്പൊ നമുക്കത് കേൾക്കുമ്പോൾ വ്യക്തമായിട്ട് മനസ്സിലാവുന്ന വെച്ചാൽ, നമ്മുടെ പരമ്പരയിൽ എല്ലാ കാലത്തും ഗുരു ഉണ്ടായിരിക്കും, ആ ഗുരുവിന്റെ വാക്കനുസരിച്ച് അന്നുള്ളവർ ഭരിക്കണം എന്നുള്ളത് വ്യക്തമായിട്ട് ഗുരു അതിനകത്ത് പറയുന്നുണ്ട്. പിന്നെ ഇതിൽ ഏറ്റവും ഒരു തമാശ എന്താന്ന് വെച്ചാൽ, ഇവരോട് ഗുരു പറയുന്നു, ഈ മുൻപിലിരിക്കുന്നവരോട് ഗുരു പറയുന്ന ഒരു വാക്കുണ്ട്, ഞാൻ ഇരിക്കുമ്പോൾ നിങ്ങൾ ഈ ചെയ്യുന്ന കാര്യങ്ങൾ കണ്ടല്ലോ, ഇങ്ങനെയാണ് നിങ്ങളുടെ പ്രവൃത്തി ഞാൻ ഇരിക്കുമ്പോൾ എങ്കിൽ ഞാൻ ഇല്ലാതിരിക്കുന്ന ഒരു സമയത്ത് നിങ്ങൾ എന്തായിരിക്കും ചെയ്യുക എന്ന് ഗുരു അതിനകത്ത് വ്യക്തമായിട്ട് ചോദിക്കുന്നുണ്ട്. അപ്പൊ ഇത് കേട്ടപ്പോൾ എനിക്ക് തോന്നിയ ഒരു കാര്യം, പഴയ ആളുകൾക്കും പുതിയ ആളുകൾക്കും ഇപ്പം ഈ വീഡിയോ ഇങ്ങനെ പ്രചരിക്കുന്ന ഒരു സമയത്ത് ഇത് കേൾക്കുമ്പോൾ ആളുകൾക്കൊരു എന്തായാലും ഒരു സംശയം തോന്നും, അയ്യോ അപ്പൊ ഗുരു ഇല്ലാതിരിക്കുന്ന ഈ ഒരു കാലത്ത് ഇപ്പൊ ഇവിടെ എല്ലാം കുഴപ്പമാണ്, അപ്പൊ ഇതൊന്നും ശരിയല്ല എന്ന് ഒരാൾ ചിന്തിച്ചാൽ, കാരണം കാര്യങ്ങളോ ഈ പറഞ്ഞ സന്ദർഭമൊന്നും അറിയാതെ ഒരാൾ ചിന്തിച്ചാൽ നമുക്ക് അവരെ കുറ്റം പറയാൻ പറ്റില്ല. അപ്പം ഈ ഒരു സാഹചര്യത്തിൽ ശ്രീ അതൊന്ന് വിശദമാക്കാമോ? ഈ ഓഡിയോ ക്ലിപ്പ് കേൾക്കുമ്പോൾ നമുക്കിങ്ങനെ ഒരു തെറ്റിദ്ധാരണ ഉണ്ടാകാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. പലരും എന്നോട് ഈ വിഷയത്തിൽ ഒരു സംശയം ചോദിച്ചിട്ടുണ്ട്, പ്രത്യേകിച്ച് പുതിയ തലമുറയിൽപ്പെട്ട ആൾക്കാർ. പഴയ കാലഘട്ടത്തിൽ ആശ്രമത്തിൻ്റെ നമ്മുടെ ഒരു പരിണാമവും അല്ലെങ്കിൽ ആശ്രമ സ്വഭാവം ഒന്നും മനസ്സിലാക്കിയിട്ടില്ലാത്ത പുതിയ ആൾക്കാരെ സംബന്ധിച്ച് ഇത് വളരെ ഒരു സംശയാസ്പദമായ ഒരു ഓഡിയോ ക്ലിപ്പാണ്. അപ്പോൾ ഇതിനെ ചില വ്യക്തികൾ തെറ്റായ രീതിയിൽ അവരുടെ ഒരു പേഴ്സണൽ ഉദ്ദേശങ്ങൾക്ക് വേണ്ടി അവർ തെറ്റായിട്ട് പ്രചരിപ്പിക്കുന്നുണ്ട്, തെറ്റായ ഒരു കോണ്ടസ്റ്റിൽ ഇങ്ങനെ പ്രചരിപ്പിക്കുന്നുണ്ട്. അപ്പോൾ ഇത് യഥാർത്ഥത്തിൽ എന്താണ്, ഇതിൻ്റെ ഒരു സാഹചര്യത്തെക്കുറിച്ച് വിലയിരുത്തുമ്പോൾ ഇപ്പോൾ ഞാൻ ആരെയും കുറ്റപ്പെടുത്താനോ അല്ലെങ്കിൽ പരിഹസിക്കാനോ അല്ലെങ്കിൽ നമ്മൾ ഒരു അറിവ് തെളിയിക്കാനോ ഒന്നുമുള്ള ഒരു പരിശ്രമമല്ല.
ഞാൻ ഈ വിഷയത്തെ ഒന്ന് വളരെ നിഷ്പക്ഷമായിട്ട്, അതായത് നമ്മൾ മനസ്സിലൊരു ഒപ്പീനിയൻ വെക്കാതെ, പേഴ്സണലായിട്ടൊരു ഒപ്പീനിയൻ വെക്കാതെ, ഇത് എന്താണ് യഥാർത്ഥ ഇതിൻ്റെ ഒരു കാര്യം, നമുക്കൊരു ഫ്രീഡവും ഒരു സ്വാതന്ത്ര്യവും ഒരു സമാധാനവും ഒരു ശാന്തിയും നമ്മുടെ വിശ്വാസവും എല്ലാം ഉറച്ച് നമുക്ക് ഈ ഒരു ഗുരുമാർഗത്തിൽ ധൈര്യമായിട്ട് മുന്നോട്ട് പോകാൻ വേണ്ടി ഒരു ക്ലാരിറ്റി ഉണ്ടാക്കാനുള്ള ഒരു പരിശ്രമമാണ്. അപ്പോൾ ഈ ഒരു ഒബ്സർവേഷൻ നിഷ്പക്ഷമായിട്ട് ചെയ്യണമെന്നുള്ളതാണ്. അപ്പോൾ എന്നോടൊപ്പം നിങ്ങളും ഇത് പാർട്ടിസിപ്പേറ്റ് ചെയ്യുകയാണെങ്കിൽ ഇതിനകത്ത് എന്തെങ്കിലും ഞാനൊരു വിമർശന സ്വഭാവത്തിലോ അല്ലെങ്കിൽ എന്തെങ്കിലും കാര്യങ്ങൾ പറയുന്നെങ്കിൽ അത് ആരെയും പേഴ്സണലായിട്ടല്ല, ആ കാര്യങ്ങളെ, ഈ സംഭവങ്ങളെ ഒന്ന് വിശകലനം ചെയ്യാൻ വേണ്ടി മാത്രമാണ്. അങ്ങനെ അഥവാ പറഞ്ഞാൽ പോലും ആ വിഷമങ്ങൾ അല്ലെങ്കിൽ ആ കാര്യങ്ങളൊക്കെ നമ്മളങ്ങ് തള്ളിക്കളയണം. ഒരു വലിയ നന്മയ്ക്ക് വേണ്ടി നമ്മൾ അത്തരത്തിലുള്ള വിഷമങ്ങളും മറ്റ് പരാതികളും ഒക്കെ അങ്ങ് തള്ളിക്കളയണം. പിന്നെ പൊതുവേ ഇപ്പോൾ ഞാൻ ചില അഭിപ്രായങ്ങളൊക്കെ പറയുമ്പോൾ, ഇപ്പോൾ ചില ആരാധനാ സമ്പ്രദായങ്ങളെക്കുറിച്ചോ അല്ലെങ്കിൽ മറ്റ് കാര്യങ്ങളെക്കുറിച്ചൊക്കെ ഇപ്പം ഞാൻ പറയുന്ന കാര്യങ്ങളെപ്പോലും ആരും സ്വീകരിക്കേണ്ട, അങ്ങനെയുള്ള കാര്യങ്ങളൊന്നും സ്വീകരിക്കേണ്ട. ഇപ്പം ഞാൻ ഈ ഒബ്സർവേഷൻ നടത്തണമെന്ന് പറയുന്ന കാര്യം മാത്രം ശ്രദ്ധിച്ചാൽ മതി. ഞാനിപ്പോൾ എന്തെങ്കിലും മറ്റു കാര്യങ്ങൾ പറഞ്ഞാൽ അതിപ്പോൾ ഞാൻ പറയുന്നതോ ഈ നമ്മൾ കേൾക്കുന്നവരോ നമ്മൾ ആര് ധരിച്ചേക്കുന്ന കാര്യവും സത്യമല്ലാതാവുകയാണ്. കാര്യം ആധ്യാത്മികമായിട്ട് സമാധി സ്വഭാവത്തിൽ ഈ പ്രപഞ്ചത്തിൻ്റെ രഹസ്യം അറിയുമ്പോൾ നമ്മൾ ആരും ധരിച്ച കാര്യങ്ങൾ സത്യമല്ലാതെ തന്നെ ആവും. എല്ലാവർക്കും ആശ്ചര്യകരമായിട്ടുള്ള ഒരു അനുഭവമായിരിക്കും ഉണ്ടാകാൻ പോകുന്നത്. അപ്പം അതുകൊണ്ടാണല്ലോ ഈ പ്രപഞ്ചത്തിൻ്റെ ഒരു സത്യം, ഒരു ട്രൂത്ത് എന്നൊക്കെ പറഞ്ഞ് ഇത്രയും ഒരു മിസ്റ്റീരിയസ് ആയിട്ട് നമ്മൾ സംസാരിക്കുന്നത്. അതുകൊണ്ട് തന്നെ എല്ലാവരുടെയും ധാരണ തെറ്റാവാൻ പോവുകയാണ് ഈ കാരണത്തിൽ. കാര്യം ഇത് മനസ്സ് ഒടുങ്ങുമ്പോൾ, നമ്മൾ ഈ മനസ്സുകൊണ്ട് മനസ്സിലാക്കുന്ന ഈ മനസ്സ് ഒടുങ്ങുമ്പോൾ പ്രപഞ്ചത്തിൻ്റെ പ്രകൃതിയുടെ ഒരു സത്യം എന്താണെന്ന് തിരിച്ചറിയുന്ന ഒരു വശമാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഞാൻ പറയുന്ന ധാരണയെ എടുക്കണ്ട. ഞാനും ഈ കാര്യങ്ങളിൽ ചില കാര്യങ്ങൾ വിശദീകരിക്കാൻ വേണ്ടി ചില കാര്യങ്ങൾ ഇങ്ങനെ പറയുന്നതല്ലാതെ ഞാൻ പറയുന്ന ഒന്നും എടുക്കണ്ട. ഇപ്പോൾ ആരാധനാ സ്വഭാവത്തെക്കുറിച്ച് പറയുമ്പോൾ ഞാൻ ആരാധനാ സ്വഭാവങ്ങൾ തെറ്റാണെന്നല്ല പറയുന്നത്. ഞാൻ പറയുന്നത് ഇപ്പോൾ ഒരു ഗുരുമാർഗത്തിൽ വരുമ്പോൾ ഗുരുമാർഗത്തെ നിഷേധിച്ചു കൊണ്ടുള്ള ആരാധനാക്രമങ്ങൾ തെറ്റാണെന്നാണ് ഞാൻ പറയുന്നത്. കാരണം ഇപ്പോൾ ഒരു ഗുരുമാർഗത്തിൽ ഇപ്പോൾ ഒരു ഗുരുവിൻ്റെ പ്രാണ പ്രതിഷ്ഠ അല്ലെങ്കിൽ ഗുരുവിൻ്റെ മറ്റ് സൂക്ഷ്മ സങ്കല്പ സ്വഭാവങ്ങളൊക്കെ ആരാധിക്കുമ്പോൾ അത് നമ്മുടെ മനസ്സിൻ്റെ ഒരു തലത്തിൽ നിന്ന് നമ്മൾ ചെയ്യുമ്പോൾ ഈ ഗുരുവിൻ്റെ ജീവബോധം അല്ലെങ്കിൽ ഗുരു ജീവാത്മാ പരമാത്മാ എന്ന തലത്തിൽ ഗുരുവിൻ്റെ ജീവൻ്റെ പ്രതിഷ്ഠയാണ് ആ അടുത്ത ഗുരുവിലൂടെ മനുഷ്യരൂപത്തിൽ നടത്തിയേക്കുന്നത്. അപ്പോൾ ആ ഏറ്റവും പ്രധാനപ്പെട്ട പ്രതിഷ്ഠയെ അല്ലെങ്കിൽ ആ സ്വരൂപത്തെ നിഷേധിച്ചതിന് ശേഷം നമ്മൾ നടത്തുന്ന എല്ലാ കാര്യങ്ങളും തെറ്റായി പോകുന്നുള്ളതാണ്. ശരിയായ കാര്യങ്ങൾ പോലും തെറ്റായി പോകും. എന്നാൽ ആ ശരിയെ, പരമമായ ശരിയെ അംഗീകരിച്ചുകൊണ്ടുള്ള തെറ്റായ കാര്യങ്ങൾ പോലും ശരിയാവാൻ സാധ്യതയുണ്ട്. അതാണ് ആ ഒരു വ്യത്യാസം. അപ്പോൾ അങ്ങനെ ഉള്ള ആരാധനാക്രമങ്ങളും അല്ലെങ്കിൽ ലോകത്തിൽ ഇന്നുവരെ നിലനിന്നിട്ടുള്ളതും വന്നതും സംഭവിച്ചതും എല്ലാത്തിനെയും മാനിച്ച് അംഗീകരിച്ച് അതിൻ്റെ അപ്പുറത്ത് ഉള്ള സത്യം എന്താണ് എന്നുള്ളൊരു അന്വേഷണമാണ്. അപ്പോൾ ഇവിടെ ഇങ്ങനെ അന്വേഷിക്കുമ്പോൾ നമുക്കൊരു ക്ലിയർ കട്ട് ഒബ്സർവേഷൻ വേണം. ഇപ്പോൾ നമ്മൾ പലതും മനസ്സിലാക്കിയതും പഠിച്ചതും കേട്ടതും എല്ലാം നമ്മൾ ക്വസ്റ്റ്യൻ ചെയ്യണം. ഇപ്പോൾ ഇന്നിവിടെ നിലനിൽക്കുന്ന ആത്മീയത, നമ്മൾ കേട്ടുവച്ചേക്കുന്ന തന്ത്രം, മന്ത്രം, യോഗം, ബുദ്ധം, അങ്ങനെ പല മതങ്ങൾ, അങ്ങനെ എന്തെല്ലാം വഴിയിൽ സംഭവങ്ങളുണ്ടോ അത് നമ്മൾ കണ്ണുടച്ച് നമ്മുടെ ലോജിക്കലി ശരിയെന്ന് പറയാതെ അതിനെയും നമ്മൾ ക്വസ്റ്റ്യൻ ചെയ്യണം. ഇപ്പം നിരീശ്വരവാദം, അതിനെയും നമ്മൾ ക്വസ്റ്റ്യൻ ചെയ്യണം. സയൻറ്റിഫിക്കലായിട്ടുള്ള അങ്ങനെ എല്ലാത്തിനെയും ക്വസ്റ്റ്യൻ ചെയ്ത് നമ്മുടെ മനസ്സിനെയും നമ്മുടെ ലോജിക്കിനെയും സകലതിനെയും ക്വസ്റ്റ്യൻ ചെയ്യണം. ഒന്നിനെയും വിശ്വസിക്കരുതെന്നാണ് പറയുന്നത്. അങ്ങനെ ക്വസ്റ്റ്യൻ ചെയ്ത് ഇതിൻ്റെ ഒരു സത്യം എന്താണ്, അല്ലാതെ നമ്മളിപ്പോൾ പറയുമ്പോൾ ഇപ്പോൾ പലരും പല മതങ്ങൾ പറയുന്നു, പല ധർമ്മങ്ങൾ പറയുന്നു, നീതികൾ പറയുന്നു. അപ്പോൾ ഇവിടെ എവിടെയെങ്കിലും നമ്മളെ ഹിപ്നോട്ടൈസ് ചെയ്ത് തെറ്റിക്കുന്ന എന്തോ ഒരു സിസ്റ്റം എററായിട്ട് നമ്മുടെ മനസ്സിനെ സ്വാധീനിക്കുന്ന, തെറ്റിക്കുന്ന, നമ്മൾ ഈ ധർമ്മം, നീതി, സാത്വികത എന്നൊക്കെ പറയുമ്പോൾ എവിടെയെങ്കിലും ഒരു എറർ സംഭവിച്ചിട്ടുണ്ടോ എന്ന് അറിയാൻ വേണ്ടിയാണ്. അപ്പോൾ അങ്ങനെയുള്ള ഒരു ക്ലിയർ കട്ട് ഒബ്സർവേഷനെ കുറിച്ച് മാത്രമാണ് ഞാൻ പറയുന്നത്. ആ ഒബ്സർവേഷനെ കുറിച്ച് മാത്രം ശ്രദ്ധിച്ചാൽ മതി. ഞാൻ പറയുന്നതിൽ മറ്റെന്തെങ്കിലും തെറ്റുണ്ടെങ്കിൽ അത് വിട്ടേക്കൂ. നിങ്ങൾ വിചാരിക്കുന്ന അല്ലെങ്കിൽ ഇത് കേൾക്കുന്നവർ വിചാരിക്കുന്ന അതിലും തെറ്റുണ്ട്. ഈ ലോജിക്കിനെ പോലും, അതല്ലേ പറയുന്നത്, നമ്മളിപ്പോൾ യുക്തിവാദികളും സയൻറ്റിസ്റ്റുകൾക്ക് പോലും ഈ ആധ്യാത്മിക ദൈവികമായ തലത്തിൽ തെറ്റിപ്പോകുന്നത് എന്താണെന്ന് വെച്ചാൽ ഈ ലോജിക്കിനെ പോലും വിശ്വസിക്കാൻ പറ്റില്ല. മനുഷ്യൻ്റെ ലോജിക്ക്, കാരണം മനുഷ്യൻ്റെ ബ്രെയിൻ ആക്ടിവിറ്റി കൊണ്ടുണ്ടാകുന്നതാണ് ലോജിക്ക്. സൃഷ്ടാവിനെ അറിയാൻ ഈ സൃഷ്ടിക്ക് എന്താണ് ഇൻകേപ്പബിലിറ്റി, ആ സൃഷ്ടിയായിട്ടുള്ള നമുക്ക് ഈ പ്രോഗ്രാമിനെ അതിവർത്തിക്കാൻ പറ്റാത്തൊരു തലത്തിൽ ഒരു പ്രോബ്ലം ഉണ്ട്. അപ്പോൾ ആ സൃഷ്ടാവിനെ എങ്ങനെ അറിയും എന്നുള്ളതാണ്. അതിൻ്റെ ഒരു വഴിയാണ് ഈ ഗുരുമാർഗത്തിൽ കൂടി സംസാരിക്കുന്നത്. അപ്പോൾ വളരെ നിഷ്പക്ഷമായ ഒരു മനസ്സോടെ കേൾക്കുക. ആരെയും കുറ്റപ്പെടുത്തുന്നോ ആരെയും പരിഹസിക്കുന്നോ തെറ്റായിട്ട് പറയുന്നോ ഒന്ന് ശ്രദ്ധിക്കുക. നമുക്ക് ഈ വിഷയത്തിലേക്ക് കടക്കാം. അപ്പോൾ ഈ വിഷയത്തിൽ ഇപ്പോൾ ഗുരുവിൻ്റെ ആ ഓഡിയോ ക്ലിപ്പിൽ ഗുരു സംസാരിക്കുന്നു. ഇപ്പോൾ ഞാൻ ഉള്ളപ്പോൾ നിങ്ങൾ ഇങ്ങനെയാണെങ്കിൽ എൻ്റെ കാലത്തിന് ശേഷം നിങ്ങൾ എന്ത് ചെയ്യുമായിരിക്കും എന്ന് ചോദിക്കുന്ന ഒരു സംഭവമുണ്ട്. അപ്പോൾ
അതിൽ നിന്ന് ഒരു കാര്യം നമുക്ക് വ്യക്തമായി, അതായത് ഞാൻ ഉള്ളപ്പോൾ എന്താണ് നിങ്ങൾ ചെയ്യുന്നത്. അപ്പോൾ അന്നത്തെ ഭരണ സംവിധാനത്തിലുള്ള പ്രത്യേകിച്ച് പുരുഷന്മാരാണ് കൂടുതലും. അപ്പോൾ അന്നത്തെ ആ ഭരണ സംവിധാനത്തിലുള്ളവരെ കുറിച്ചുള്ള ഗുരുവിൻ്റെ അഭിപ്രായം നമുക്കതിൽ നിന്ന് വ്യക്തമായിട്ട് മനസ്സിലാക്കുന്നു. ഇത് ആരെയും കുറ്റപ്പെടുത്താനല്ല, മനുഷ്യർക്ക് ഒരു ഗുരുവിനോടൊപ്പം പ്രവർത്തിക്കുമ്പോൾ ഉണ്ടാകുന്ന ഒരു കുറവാണ്. കാര്യം ഞാൻ നേരത്തെ പറഞ്ഞു, ഇത്രയും ക്ലിയർ കട്ട് ഒബ്സർവേഷൻ അവയർനെസ്സിൽ നിൽക്കുന്ന ഗുരുവിനോടൊപ്പം ഈ മാനസിക തലത്തിലിരിക്കുന്ന മനുഷ്യർ പ്രവർത്തിക്കുമ്പോൾ അജ്ഞത കൊണ്ട് അവർക്ക് പറ്റുന്നില്ല, അത് ഫോളോ ചെയ്ത് പോരാൻ പറ്റുന്നില്ല. അപ്പോൾ ഗുരു പറയുന്നു, അന്നത്തെ ആ ഭരണ സംവിധാനത്തിലുള്ള ആൾക്കാരെല്ലാം അത് ഗുരു ഉദ്ദേശിക്കുന്ന പോലെ അല്ല എന്നുള്ളത് ആ സംസാരത്തിൽ നിന്ന് വ്യക്തമായി. ഗുരു പലപ്പോഴും പിണങ്ങി പോകുന്നതും ദേഷ്യപ്പെടുന്നതും വഴക്ക് പറയുന്നതും ഒക്കെ നമ്മൾ നിരന്തരം കേട്ടിട്ടുണ്ട്. പക്ഷേ ഈ കാര്യത്തിൽ നമ്മൾ ശിഷ്യപൂജിതയെ മാറ്റി നിർത്തണം. കാരണം ശിഷ്യപൂജിത അത് മാറ്റി നിർത്താനുള്ളൊരു കാരണം, വ്യക്തമായൊരു കാരണമുണ്ട്, അത് ഞാൻ പിന്നീട് വിശദീകരിക്കാം. അപ്പോൾ ശിഷ്യപൂജിതയെ മാറ്റി നിർത്തിയിട്ട് അന്ന് അവിടെ കൂടിയിരുന്ന ഗുരുവിൻ്റെ മുമ്പേ ഇരുന്ന് ചർച്ച ചെയ്ത വ്യക്തികളോടാണ് ഇത് സംസാരിച്ചിരിക്കുന്നത്. അപ്പോൾ നിങ്ങൾ ഇങ്ങനെയാണ് ചെയ്യുന്നതെങ്കിൽ ഞാൻ പോയി കഴിഞ്ഞാൽ എന്ത് ചെയ്യും എന്ന് ഗുരു ചോദിച്ചു. അതുപോലെ തന്നെ സംഭവിച്ചു. അതായത് ഗുരു എൻ്റെ ദേഹവിയോഗത്തിന് ശേഷം ഗുരു വ്യാകുലപ്പെട്ട, ഗുരു വിഷമിച്ച ആ കാര്യങ്ങൾ അതുപോലെ സംഭവിച്ചു. ഗുരു ശരീരത്തിലുണ്ടായിരുന്ന സമയത്ത് അനുസരിക്കാത്തവർ, അല്ലെങ്കിൽ ഈ കാര്യങ്ങൾ ഗുരു ഉദ്ദേശിച്ച പോലെ ചെയ്യാത്തവർ, അന്നത്തെ കാലത്തെ പൊതുജനങ്ങൾ, വിശ്വാസ സമൂഹത്തിലുള്ള സാധുക്കളായ ജനങ്ങളാണ് സത്യം പറഞ്ഞ ഗുരു പറഞ്ഞ അന്ധമായിട്ട് വിശ്വസിച്ച് കൂടുന്ന ഭരണ സംവിധാനത്തിൽ പ്രവർത്തിക്കുന്നവർക്ക് ഒരുപാട് അങ്ങോട്ടും ഇങ്ങോട്ടും ഇത് ഗുരു പറഞ്ഞതുപോലെ യോജിച്ചു പോകുന്നതിലുള്ള വിഷമം ഉണ്ടായിരുന്നു, അല്ലെങ്കിൽ അതിൽ തർക്കങ്ങളുണ്ടായിരുന്നു, അല്ലെങ്കിൽ ഗുരു ക്രിയേറ്റ് ചെയ്യുന്ന സിറ്റുവേഷൻസ് ഒക്കെ ഉള്ളത് എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ്. അത് ഒരു ഗുരുവിനോടൊപ്പം ഭരണ സംവിധാനത്തിന് എപ്രകാരം യോജിച്ചു പോകാൻ കഴിയുന്നില്ല. അതിപ്പോഴും അതുപോലത്തെ സാഹചര്യങ്ങൾ നിലനിൽക്കുന്നുണ്ട്. കാരണം ഒരിക്കലും ഒരു ഭരണ സംവിധാനം ഒരു ഗുരുവിൻ്റെ ഇച്ഛയ്ക്കൊത്ത് വളരേണ്ടതുണ്ട്. വളരാത്തത് കൊണ്ട് ഗുരുക്കന്മാർ നിരന്തരം വഴക്കായിരിക്കും. അത് അന്നും ഉണ്ട്, ഇന്നും ഉണ്ട്. അപ്പോൾ ഗുരുവിൻ്റെ ഒരു തലത്തിലേക്ക് ഭരണ സംവിധാനങ്ങൾക്ക് വളർന്നു വരാൻ പറ്റുന്നില്ല എന്നുള്ളത് വ്യക്തമായ കാര്യമാണ്. അപ്പോൾ ഗുരു പ്രഡിക്റ്റ് ചെയ്തതുപോലെ തന്നെ സംഭവിച്ചു. അതായത് ഗുരുവിൻ്റെ ദേഹവിയോഗത്തിന് ശേഷം ഗുരുവിൻ്റെ വാക്കനുസരിക്കാത്ത ഒരു സാഹചര്യം ഉണ്ടായി. അപ്പം നമ്മൾ പൊതുവേ കരുതുന്ന, ഇപ്പോൾ പുതിയ ആൾക്കാരൊക്കെ ചോദിക്കുമ്പോൾ അത് ഇന്നത്തെ ഒരു സാഹചര്യത്തെയാണ് അവർ കമ്പയർ ചെയ്യുന്നത്. ഇന്നത്തെ ശിഷ്യപൂജയുടെ ഈ ഗുരുസ്ഥാനവും അങ്ങനെ പുതിയ ഭരണ സംവിധാനങ്ങളെക്കുറിച്ചാണ് ആൾക്കാർ ഈ ഗുരുവാണി വെച്ചിട്ട് കമ്പയർ ചെയ്യുന്നതും ഇപ്പോൾ ഇത് പ്രചരിപ്പിക്കുന്ന ആൾക്കാരുടെ ദുരുദ്ദേശവും അതാണ്. പക്ഷേ യഥാർത്ഥത്തിൽ ഈ കാര്യത്തെ അല്ല ഗുരു, ഇന്നത്തെ കാര്യത്തല്ല. ഇന്നത്തത് കാര്യം ഗുരുവിൻ്റെ മറ്റൊരു വാക്കിനാൽ, ഗുരു പിന്നീട് ഈ വാക്ക് തിരുത്തിയതിന് ശേഷം ഉണ്ടായ സംഭവ വികാസങ്ങളാണ് ഇന്ന് നടക്കുന്നത്. ഈ ഗുരുവിൻ്റെ അന്ന് സംസാരിച്ച ചർച്ച ചെയ്ത ആ വാക്ക് തിരുത്താനുള്ള സാഹചര്യം എന്താണെന്ന് വെച്ചാൽ, ഗുരുവിൻ്റെ ദേഹവിയോഗത്തിന് ശേഷം ഈ പറഞ്ഞ അന്നത്തെ പ്രധാനപ്പെട്ട ശിഷ്യന്മാർ ഗുരുവാക്ക് അനുസരിക്കാത്തൊരു സാഹചര്യം ഉണ്ടായി. കാരണം ശിഷ്യപൂജയിലൂടെയാണല്ലോ ഗുരുവാക്കുകൾ, അതായത് ഗുരുവിൻ്റെ ആദ്യം സൂക്ഷ്മ സ്വഭാവത്തിൽ, ഗുരുവിൻ്റെ ദർശന സ്വഭാവത്തിൽ ശിഷ്യപൂജിത അറിയിക്കുന്ന വാക്കുകൾ അനുസരിക്കാത്തൊരു സ്വഭാവം വന്നു. പ്രധാനപ്പെട്ട പുരുഷന്മാരായിട്ടുള്ള സന്യാസിമാരിൽ നിന്നും, അങ്ങനെ സീനിയേഴ്സായിട്ടുള്ള കുറേ സന്യാസിമാരിൽ നിന്ന് ഇത് അതേപടി അനുസരിക്കാതെ ഓരോരുത്തരും അവരുടെ അറിവിനനുസരിച്ച്, അതായത് ഗുരു പറഞ്ഞ കാര്യങ്ങളെക്കുറിച്ചും ധർമ്മത്തെക്കുറിച്ചും ഇത് അവർ മനഃപൂർവ്വം ചെയ്തതല്ല, അവരുടെ ഒരു അറിവിനെ വെച്ചുകൊണ്ടാണ് ഇത് ചെയ്തത്. പക്ഷേ ഞാൻ അവിടെയാണ് പറഞ്ഞത്, നമ്മുടെ അറിവ് എത്രമാത്രം ലിമിറ്റഡ് ആണ്. നമുക്ക് ബോധം വികസിക്കാതെ, അതായത് ജ്ഞാനമാർഗം തെളിയാതെ, സമാധി സ്വഭാവത്തിൽ സത്യത്തെ അറിയാതെ വരുമ്പോൾ ഈ ആശ്രമ സ്വഭാവത്തിലുള്ള ഈ ധർമ്മങ്ങളൊക്കെ എന്തിന്, മനുഷ്യനെ എവിടെ പരിവർത്തനപ്പെടുത്താൻ? അതായത് ഈ സത്യവും ധർമ്മവും കളിച്ച് നമുക്ക് നന്മ തിന്മ കളിച്ചിവിടെ നിൽക്കാനല്ല, ഈ നന്മ തിന്മകളെ ഇളക്കി പ്രവർത്തിപ്പിച്ച് ഈ സത്യധർമ്മങ്ങളെയൊക്കെ ഇളക്കിക്കൊണ്ട് മറ്റൊരു തലത്തിലേക്ക് ജീവനെ പരിണമിപ്പിക്കുന്ന ഒരു രഹസ്യമാണ് ഇതിൻ്റെ പിന്നിൽ ഒളിച്ചിരിക്കുന്നത്. അത് ഗുരുക്കന്മാർ ഗുരുശിഷ്യ ബന്ധത്തിലൂടെയാണ് സംഭവിക്കുന്നത്. അപ്പോൾ ഈ ധർമ്മത്തെയും കർമ്മഗതികളെയും ഇളക്കുന്ന ഈ ഒരു പ്രോസസ്സ് മനസ്സിലാക്കാത്ത ശിഷ്യ സമൂഹം ഈ ധർമ്മത്തെ ഇങ്ങനെ പാലിച്ചുകൊണ്ട് ഇങ്ങനെ ഉറക്കം തൂങ്ങിയ പോലത്തെ ഒരു ജീവിതചര്യ, അതായത് മത സ്വഭാവത്തിൽ ആചാര്യന്മാരുടെയൊക്കെ കാലശേഷം ഇങ്ങനെ പോകുന്ന ഒരു രീതി ഉണ്ടല്ലോ, അതുപോലെ പോകാൻ തുടങ്ങുമ്പോൾ അവർ ധർമ്മവും സത്യവും നീതി എന്നൊക്കെയാണ് പറയുന്നത്. പക്ഷേ ഇങ്ങനത്തെ സത്യധർമ്മ നീതികൾ പാലിക്കുകയല്ല, ജീവനെ മുക്തിപ്പെടുത്തുന്ന ഒരു ഗുരുമാർഗം എന്താണ്, അതിൻ്റെ വഴി എന്താണെന്ന് മനസ്സിലാക്കാത്തവർ ഈ ഗുരു അപ്പോൾ അറിയിക്കുന്ന വാക്കുകൾ, ഇത് ഒരു വ്യക്തി, ഇപ്പോൾ ശിഷ്യപൂജിതയൊക്കെ ഒരു വ്യക്തിയായിട്ട് കണ്ട് ആ വ്യക്തിയുടെ സ്വാർത്ഥതയാണോ, വ്യക്തിയുടെ പേഴ്സണൽ ഇൻറ്റൻഷനാണോ എന്നൊക്കെ ചിന്തിച്ച്, അല്ലെങ്കിൽ വ്യക്തി അങ്ങോട്ടും ഇങ്ങോട്ടും വ്യക്തിപരമായിട്ടുള്ള ആശയവിനിമയമൊക്കെ വെച്ചുകൊണ്ട് ഇങ്ങനെ തെറ്റിക്കാൻ തുടങ്ങി. അപ്പോൾ പലരും ഈ ഒറ്റക്കെട്ടായിരിക്കണമെന്നാണ് ഗുരു പറഞ്ഞത്. എല്ലാവരും ആ ഒറ്റക്കെട്ടാവുന്ന സ്വഭാവം മാറി പലരും പല രീതിയിലൊക്കെ പ്രവർത്തിക്കാൻ തുടങ്ങിയപ്പോൾ അത് സത്യം പറഞ്ഞ ആശ്രമത്തിൻ്റെ എന്നേക്കുമായി
നിരാശപ്പെടുത്തുന്ന ഒരു സാഹചര്യത്തിലേക്കാണ് പൊയ്ക്കൊണ്ടിരുന്നത്. ആ സാഹചര്യത്തിൽ ശിഷ്യഭൂത ആശ്രമം വിട്ടുപോവുകയും ചന്ദ്രൂരിൽ പോവുകയും അങ്ങനെ അവിടെ നിന്നുകൊണ്ട് പിന്നെ അവരെ അനുനയിപ്പിച്ച് കൊണ്ടുവരുന്നതും. അപ്പോൾ ആ സമയത്തൊക്കെ ശിഷ്യഭൂതയ്ക്ക് ഈ ഗുരുപ്രകാശത്തിൽ നിന്നുള്ള അല്ലെങ്കിൽ ഗുരുവിൻ്റെ ദർശന സ്വഭാവത്തിൽ കിട്ടുന്ന അറിയിപ്പിനനുസരിച്ചാണ് പ്രവർത്തിച്ചിരുന്നതെങ്കിൽ പിന്നീട് പിൽക്കാലത്ത് തിരിച്ചു വരുമ്പോൾ ഗുരുവിൻ്റെ അവസ്ഥാപൂർത്തീകരണം, അതായത് ശിഷ്യഭൂതയുടെ അവസ്ഥാപൂർത്തീകരണം സംഭവിക്കുകയും ഗുരുബോധവുമായി ശിഷ്യഭൂതയുടെ ജീവബോധം ഒന്നായി ചേർന്ന് ആ ഒരു പരമബോധത്തിൽ വിരാജിച്ച് ആ ഗുരുപ്രകാശം നേരിട്ട് ഭരിക്കുന്ന ഒരു സ്വഭാവത്തിലേക്ക് പരിണമിച്ചപ്പോൾ ഈ പഴയ സന്യാസ സ്വഭാവത്തിലുള്ള പഴയ നമ്മുടെ ആ ഭരണരംഗത്തൊക്കെ ഉള്ള പ്രവർത്തിക്കുന്നവർക്ക് വീണ്ടും ഇത് അംഗീകരിക്കാനും ഈ ഗുരുവാക്കനുസരിച്ച് പ്രവർത്തിക്കുന്നതിൽ വിമുഖതയും ഓരോരുത്തരും ഓരോ രീതിയിലൊക്കെ ചിന്തിക്കാനും പറയാനും സംശയിക്കാനും ഒക്കെ തുടങ്ങിയ സാഹചര്യത്തിലാണ് സത്യം പറഞ്ഞാൽ ഈ കാര്യം ഇങ്ങനെ ഈ 4 പേര് വെച്ച് ഭരിക്കുന്നതും ഗുരു നേരത്തെ ചർച്ച ചെയ്തതും ഇതൊന്നും നടക്കില്ല. ഈ പഴയ അന്നത്തെ നിലനിൽക്കുന്ന ടോപ്പായിട്ടുള്ള ഗൃഹസ്ഥാശ്രമികളാവട്ടെ സന്യാസിമാരാവട്ടെ അതിലുള്ള ഒരു ഭൂരിഭാഗം കുറേ പേര് കറക്റ്റായിട്ട് ശരിയായിട്ട് തന്നെ വന്നു. എന്നാൽ ഒരു നല്ല വിഭാഗം പഴയ സീനിയർ ആയിട്ടുള്ള ആൾക്കാർ അവർക്ക് ഒരുപാട് കാര്യങ്ങൾ അറിയാം. അവരെ കുറ്റപ്പെടുത്തിയിട്ടും കാര്യമില്ല. അവർ പല കാര്യങ്ങളും മനസ്സിലാക്കി വെച്ചിട്ടുണ്ട്. പക്ഷേ ജ്ഞാന സ്വഭാവത്തിൽ ബോധം തെളിയാത്തതുകൊണ്ട് ശരി ഏത് തെറ്റേതെന്ന് തിരിച്ചറിയാൻ വയ്യാത്തൊരു സാഹചര്യത്തിൽ അവർക്ക് സംഭവിച്ചു പോയതാണ്. അപ്പോൾ എന്തു പറ്റി? അപ്പോൾ പിന്നെ ഗുരുവിനെ അന്ന് ചർച്ച ചെയ്ത് അതെല്ലാം മാറ്റേണ്ടി വന്ന സാഹചര്യം അതാണ്. അതായത് ഗുരുവിൻ്റെ ദേഹവിയോഗത്തിന് ശേഷം ഒരു 2-3 വർഷത്തിൻ്റെ ആ ഒരു സാഹചര്യത്തിൽ ഈ ഗുരു ശരീരം ഉപേക്ഷിച്ച് കഴിഞ്ഞാൽ പിന്നെ നിങ്ങൾ എന്ത് ചെയ്യും എന്ന് ഗുരു വ്യാകുലപ്പെട്ട ആ സിറ്റുവേഷൻ അന്നേരം ഉണ്ടായി. പഴയ ആ ശിഷ്യ സമൂഹത്തിൽ നിന്ന് ആ ഒരു സിറ്റുവേഷൻ ഉണ്ടായി. ഗുരു ഞാൻ പോയി കഴിഞ്ഞാൽ പിന്നെ എന്ത് ചെയ്യും നിങ്ങൾ എന്ന് ഗുരു വ്യാകുലപ്പെട്ട സിറ്റുവേഷൻ എക്സാക്ട്ലി ഉണ്ടാവുകയും അവസാനം ഗുരു നിർദ്ദേശപ്രകാരം ഇത് നടക്കില്ല എന്ന് കണ്ടതോടുകൂടി ഗുരു പുതിയ വാക്ക്, അതായത് പുതിയ തലമുറയെ ഏൽപ്പിക്കാൻ, അത് ഗുരു നിർദ്ദേശപ്രകാരമാണ് പുതിയ തലമുറയെ സെലക്ട് ചെയ്തു. അങ്ങനെയാണ് ഇന്നത്തെ ഭരണ സംവിധാനം. അപ്പോൾ ഇന്നത്തെ ഭരണ സംവിധാനം ഇത് ഇപ്പോൾ കൊണ്ടുപോകുന്നതിൻ്റെ ഒരു ഉദ്ദേശം എന്താണെന്ന് വെച്ചാൽ ഈ പഴയ സ്വഭാവത്തിൽ പഴയ ഒരു കാലഘട്ടത്തിൽ വന്ന സമൂഹത്തിൻ്റെ ഒരു പ്രവൃത്തിയിൽ വന്ന തെറ്റിൻ്റെ ഭാഗമായിട്ടാണ് ഇപ്പോൾ ഒരു പുതിയ സംവിധാനം കൊണ്ടുവന്നത്. അപ്പോൾ ആ പുതിയ സംവിധാനത്തിൽ പുതിയ ആൾക്കാർക്ക്, പുതിയ ചെറുപ്പക്കാർക്കെല്ലാം പണ്ട് ഗുരുവിനോടൊപ്പം നിന്ന് പ്രവർത്തിച്ച ആ ഒരു പരിചയക്കുറവുണ്ട്. എന്നാൽ അവർക്ക് മറ്റ് ചില ക്വാളിറ്റീസ് ഈ ഗുരുമാർഗം പ്രൊട്ടക്റ്റ് ചെയ്യാനും പിന്നെ അവർക്ക് അവരുടേതായ വിശാലതയും അവരുടെ അറിവും മറ്റ് പുതിയ തലമുറയുടേതായിട്ടുള്ളൊരു ഗുണങ്ങളൊക്കെ ഉണ്ടെങ്കിൽ മറ്റ് ചില ഭാഗത്ത് ഈ ചിട്ടവട്ടങ്ങളും അല്ലെങ്കിൽ പണ്ടുള്ള ആ ശ്രദ്ധ, പണ്ടുള്ള ഒരു ഡിവൈൻ ആറ്റിറ്റ്യൂഡ്, അപ്പോൾ ആ ഭൗതികമായിട്ടുള്ള ചില ആറ്റിറ്റ്യൂഡിൻ്റെയൊക്കെ വശത്ത് ചില അങ്ങോട്ടും ഇങ്ങോട്ടും ഏറ്റക്കുറച്ചിൽ, നന്മയും തിന്മയും ഗുണവും ദോഷവും ഒക്കെ ഇതെല്ലാം കൂടെ മിശ്രിതമായിട്ടാണല്ലോ മനുഷ്യരുടെ ഒരു പരിണാമം. അപ്പോൾ ഇതിന് രണ്ടിനും അതിൻ്റെ ഗുണവും ദോഷവും ഒക്കെ ഉണ്ടാകുന്ന ഒരു സാഹചര്യങ്ങൾ ഉണ്ടാകുന്നത് നമ്മൾ കണ്ടു. അപ്പോൾ ഇനി ഞാൻ പ്രതീക്ഷിക്കുന്നത് ഇനി ഒരു പുതിയ തലമുറ കുറച്ചുകൂടെ ഡെവലപ്പായി നമ്മുടെ പരമ്പരയൊന്നും ഈ ഒരു ഗുരുമാർഗത്തിൽ ഉറച്ചു കിട്ടിയാൽ ഏകത്വമായിട്ട് എല്ലാവരും ഒറ്റക്കെട്ടായിട്ട് ഇത് നല്ല രീതിയിൽ പരിണമിച്ചു പോകുന്ന ഒരു സാഹചര്യത്തിൽ ഗുരു ആഗ്രഹിച്ച പോലുള്ള ഒരു ഭരണ സംവിധാനങ്ങളും മറ്റു കാര്യങ്ങളും ഒക്കെ നടക്കുമെന്ന് നമുക്ക് പ്രതീക്ഷിക്കാം. പക്ഷേ എന്തായാലും ഈ ഗുരു വാക്കനുസരിച്ച് ആ ഗുരു തന്നെ ഈ കാര്യങ്ങൾ മാറ്റി ഈ ചെറുപ്പക്കാരെ കൊണ്ടുവരാനുള്ള സാഹചര്യം ഈ അനുസരിക്കാത്ത സ്വഭാവം വന്നപ്പോഴാണ്. നമ്മുടെ അന്നത്തെ കാലത്ത് പഴയ ആൾക്കാരെ സംബന്ധിച്ച് ഈ അനുസരിക്കാത്തൊരു സ്വഭാവം വന്നപ്പോൾ നിവൃത്തിയില്ലാതെയാണ് പുതിയ എല്ലാ കാര്യങ്ങളും ഈ പുതിയ സ്വഭാവത്തിലുള്ള ഒരു സന്യാസ സ്വഭാവത്തിൽ ഇത് ഏൽപ്പിക്കുന്നതും അങ്ങനെ ഇന്ന് കാണുന്ന ഒരു പരിണാമ സ്വഭാവത്തിൽ വന്നതെന്ന് ഉള്ള കാര്യമാണ് ഞാൻ ഇതിനെക്കുറിച്ച് മനസ്സിലാക്കുന്നത്. ഇപ്പൊ എനിക്ക് തോന്നുന്ന ഒരു കാര്യം എന്താണെന്നറിയോ, ശരിക്കും നമ്മുടെ ആശ്രമത്തിലെ ഗുരുപൂജ ഉണ്ടല്ലോ, ഗുരുപൂജ എന്ന് പറയുന്ന ഒരു മഹത് കർമ്മം നമ്മുടെ ആശ്രമത്തിൽ നടക്കുന്നുണ്ട്. ലോകത്ത് ഒരു സ്ഥലത്തും ഇല്ല അത്. അപ്പൊ അതിനെക്കുറിച്ച് നമ്മൾ പിന്നീട് ഒരിക്കൽ വിശദമായിട്ട് പറയേണ്ട ഒരു കാര്യമാണ്. പക്ഷെ ആ പിതൃശുദ്ധിയും ദേവശുദ്ധിയും ഋഷിശുദ്ധിയും ഇത് സമ്പൂർണമായിട്ട് നടക്കുന്ന ഒരു സ്ഥലമാണ് ശാന്തിഗിരി ആശ്രമം. അപ്പൊ അത് ആരാ ചെയ്യുന്നത്? ഗുരു ആരെ കൊണ്ടാ ചെയ്യിച്ചത്? അത് മാത്രം പോരെ. എനിക്ക് അതാണ് അതെന്താ ആരും ഇവിടെ പറയാത്തതെന്ന് ഞാൻ ഇങ്ങനെ ചിന്തിച്ചുകൊണ്ടിരിക്കുകയാണ്. കാരണം അത് ചെയ്യുന്നത് ശിഷ്യപൂജിതയാണ്. ഗുരു ശരീരത്തിൽ ഇരിക്കുമ്പോൾ ഗുരു ഓരോ കുടുംബങ്ങളുടെയും അല്ലെങ്കിൽ അവരുടെയൊക്കെ പിതൃക്കൾ, എത്ര തലമുറ മുമ്പുള്ള പിതൃക്കളെ വരെ ദർശനത്തിൽ എടുത്തു കണ്ട് അവരുടെ ദേവ ആരാധന ചെയ്തതും ഋഷികളെ ആരാധിച്ചതും ഇങ്ങനെയായിട്ടുള്ള എല്ലാ സമ്പ്രദായങ്ങളിലും എന്തെല്ലാം നടന്നിട്ടുണ്ടോ അതെല്ലാം ദർശനത്തിൽ എടുത്തു കണ്ട് പിതൃക്കൾക്ക് മോചനവും ജനിക്കാനുള്ള അവസരം എല്ലാം കൊടുക്കുന്ന ആ ഒരു കർമ്മം അത് ചെയ്യുന്നത് അഭിമന്യ ശിഷ്യപൂജിതയാണല്ലോ. അത് ചെയ്യാൻ അധികാരപ്പെട്ട ഒരേ ഒരാളെ ഈ ലോകത്തുള്ളൂ. ആ ഒറ്റ കാര്യം കൊണ്ട് തന്നെ പിന്നെ ആരാണ് ഇനി ഗുരുസ്ഥാനത്ത് വരേണ്ടത്? അപ്പൊ ഇത് പഴയ സന്യാസിമാർക്ക് എല്ലാവർക്കും അറിയാവുന്ന ഒരു കാര്യമാണല്ലോ, ആരാണ് ഗുരുപൂജ ചെയ്യുന്നത്. അപ്പോൾ ആ ശിഷ്യപൂജിതയുടെ വാക്കുകളിലൂടെ വരുന്ന ഗുരുവിന്റെ ആ വാക്കിനെ മാനിക്കാൻ,
അന്ന് ഗുരുവിനോടൊപ്പം നിന്നിരുന്ന ഈ സന്യാസിമാരായിട്ടുള്ള എല്ലാവർക്കും, അല്ലെങ്കിൽ അന്നത്തെ മുതിർന്ന ഗൃഹസ്ഥാശ്രമങ്ങളിൽ ചിലർക്ക്, നിങ്ങൾക്കൊക്കെ അത് സാധിച്ചിരുന്നെങ്കിൽ ഇന്ന് ഇങ്ങനെ ഒരു അവസ്ഥയിലേക്ക് നമ്മൾ വെയിറ്റ് ചെയ്യേണ്ടി വരില്ലായിരുന്നു. കാരണം ഗുരുമാർഗം സ്ഥാപിച്ചെടുക്കാൻ 25 വർഷത്തോളം നമുക്ക് ചെലവാക്കേണ്ടി വന്നിരിക്കുകയാണ് ഇവിടെ. എന്നാൽ ഈ പഴയ ആളുകൾ, ഇത്രയും പക്വതയും അറിവുമുള്ള അവര് ഗുരുവിന്റെ കൂടെ, അതായത് ശിഷ്യപൂജയുടെ കൂടെ നിന്നിരുന്നെങ്കിൽ ഇന്ന് ഈ 25 വർഷം കൊണ്ട് ഈ പരമ്പര എവിടെ എത്തുമായിരുന്നു? ഇവരെല്ലാവരെയും, ഈ പരമ്പരയിൽ ലോകം മുഴുവൻ ഏറ്റവും ബഹുമാനിക്കുന്ന സ്ഥാനത്ത് അവർ ഇന്ന് ഇവിടെ ഇരിക്കുമായിരുന്നു. ഇതിന്റെ ഭരണം അവരുടെ കയ്യിൽ ഇരിക്കുമായിരുന്നു. ഇന്നത്തെ ഈ ചെറുപ്പക്കാരായവരെല്ലാം ഇതിന്റെ പുറകിൽ നിന്ന് ഇതിനെ നയിക്കേണ്ട കാര്യമേ ഉണ്ടായിരുന്നുള്ളല്ലോ. ഇത്രയും പക്വതയും ഗുരുവിനോടൊപ്പം നിന്ന് എല്ലാം കണ്ടറിഞ്ഞ ആൾക്കാരെ എന്തിനിങ്ങനെ തെറ്റിച്ചു? നിങ്ങൾക്ക് പറ്റിയൊരു മണ്ടത്തരമായിട്ട് ഇത് എനിക്ക് പറയാൻ പറ്റുള്ളൂ. കാരണം നിങ്ങൾ ഇവിടെ ഏറ്റവും വലിയ സ്ഥാനത്ത് ഇരിക്കേണ്ടവരാണ്. ഇന്ന് മാറി നിന്ന് അവിടെ ഇവിടെ നിന്ന് നിങ്ങൾ ഇങ്ങനെ പറയേണ്ടി വരുന്നത്. അപ്പൊ ഇതിൽ നിന്ന് നമുക്കൊരു കാര്യം മനസ്സിലാക്കാം. ഇപ്പൊ ഈ ഗുരുവാക്ക് അനുസരിച്ച് പ്രവർത്തിക്കുന്നത്, അതിപ്പോ ശിഷ്യപൂജിതയോ ഗുരുവോ എന്നുള്ളതല്ല. ഈ ഒരു ശിഷ്യപൂജിത എന്നുള്ള വ്യക്തിത്വത്തിനെ കുറിച്ചല്ല നമ്മൾ സംസാരിക്കുന്നത്. ആ ഗുരുവാക്ക്, നമുക്ക് ഗുരുപ്രകാശത്തിൽ നിന്ന് കിട്ടുന്ന വാക്ക് അനുസരിച്ച് പ്രവർത്തിക്കുന്നതിൽ നമ്മുടെ സീനിയർ ആയിട്ടുള്ള സന്യാസ സ്വഭാവത്തിലോ അന്നത്തെ കുറച്ച് പേർക്ക് വന്ന മിസ്റ്റേക്ക് കാരണം ഈ ഗുരുമാർഗം നമുക്ക് എസ്റ്റാബ്ലിഷ് ചെയ്യാൻ പറ്റിയില്ല. അതുപോലും അത് എസ്റ്റാബ്ലിഷ് ചെയ്യാനാണ് നമുക്ക് ഇത്രയും താമസം എടുക്കുന്നത്. ഒരു പക്ഷേ അത് എസ്റ്റാബ്ലിഷ് ചെയ്തിരുന്നെങ്കിൽ അതിന് പകരം മറ്റു ഉള്ളവരെയും കൂടെ സംശയിപ്പിക്കുന്ന സ്വഭാവത്തിൽ ഇവർ കുറേ പേര് പ്രവർത്തിച്ചത് കാരണം അങ്ങനെയാണ് നമുക്ക് കുറച്ചൊരു റിട്ടാർഡേഷൻ, ഒരു മന്ദത വന്നത്. അല്ലെങ്കിൽ എല്ലാവരും ഒറ്റക്കെട്ടായിട്ട് നമ്മളെല്ലാവരും പ്രവർത്തിച്ചിരുന്ന ഇന്ന് നമ്മൾ മറ്റൊരു രീതിയിലായിരുന്നേ നമ്മുടെ ഒരു പരിണാമം. ഇതിന്റെ എല്ലാ സത്യം എന്താണെന്ന് ഈ ലോകം ഇന്ന് അറിഞ്ഞു കഴിഞ്ഞേനെ. പക്ഷെ ഇന്ന് 25 വർഷങ്ങൾ കൊണ്ട് നമ്മൾ ഗുരു ശിഷ്യ പാരസ്പര്യം എന്ന ഈ ഗുരുമാർഗത്തെ സംരക്ഷിച്ചു കൊണ്ടുപോകേണ്ട ഒരു അവസ്ഥയിൽ നിങ്ങൾ എല്ലാവരും കൂടെ എത്തിച്ചില്ലേ? അപ്പൊ ഈ രീതിയിൽ നടന്ന ഈ സംഭവ വികാസങ്ങളെ കുറിച്ച് ആക്ച്വലി പുതിയ തലമുറയിൽപ്പെട്ട പലർക്കും അറിയില്ല. ഇപ്പോൾ പലരും എന്നെ വിളിച്ച് ചോദിക്കുമ്പോൾ, മനോജ് കുമാർ സാർ ഇങ്ങനെയൊക്കെ ഉള്ളവർ ഓരോന്ന് വിളിച്ച് ചോദിക്കുമ്പോൾ അവർക്ക് ഇങ്ങനെ നടന്ന കുറച്ച് കാര്യങ്ങൾ അറിഞ്ഞുകൂടാ. ഇവിടെ ഇങ്ങനെ ശിഷ്യപൂജിത ഈ രീതിയിൽ വളരെയധികം വിഷമിപ്പിച്ചിട്ടുണ്ട്. നമ്മുടെ ആ സീനിയർ ആയിട്ടുള്ള വശത്തുനിന്ന് വിഷമിപ്പിച്ചിട്ടുള്ളതും ഇങ്ങനെയൊക്കെ നടന്ന സംഭവ വികാസങ്ങളും അങ്ങനെ വളരെ വലിയൊരു പ്രതിസന്ധി ഘട്ടത്തിലൂടെ ഈ പരമ്പര പോയിട്ടുണ്ടെന്നുള്ള കാര്യം ഇവർക്ക് അറിഞ്ഞുകൂടാ എന്നുള്ളതാണ്. അതിനുശേഷം ഗുരു ഈ രീതിയിൽ പിന്നെ നിവൃത്തിയില്ലാതെ മനസ്സോടെ ഇങ്ങനത്തെ ഒരു തീരുമാനം എടുക്കേണ്ടി വന്നു. അതായത് ഈ മുന്നോട്ട് പോകാൻ സമ്മതിക്കാതെ, അങ്ങോട്ടും ഇങ്ങോട്ടും പ്രവർത്തിക്കാൻ സമ്മതിക്കാതെ ഇത് മുന്നോട്ട് പോകാൻ സമ്മതിക്കാത്തൊരു സാഹചര്യത്തിൽ വളരെ വിഷമിപ്പിച്ചുകൊണ്ടാണ് ഈ പഴയ ആൾക്കാരെയൊക്കെ പല പ്രധാനപ്പെട്ട സ്ഥാനത്തു നിന്നും മാറ്റിയിട്ട് പുതിയ ആൾക്കാരെ കൊണ്ടുവന്നത്. അപ്പോൾ ഇങ്ങനെ ഒരു ട്രാൻസ്ഫോർമേഷൻ, ഇങ്ങനത്തെ ഒരു പരിണാമം സംഭവിച്ച, അല്ലെങ്കിൽ ഇതുപോലുള്ളൊരു കാര്യം അറിഞ്ഞുകൂടാതെ ഇപ്പം നമ്മൾ ഇതേപോലത്തെ ഓഡിയോ ക്ലിപ്പ് കേൾക്കുമ്പോൾ നമുക്ക് തോന്നും അത് ഇപ്പോഴത്തെ ഈ ഒരു കാര്യത്തെക്കുറിച്ചാണ്, അല്ലെങ്കിൽ ശിഷ്യപൂജിതയെക്കുറിച്ചാണ്, അങ്ങനെയൊക്കെ തോന്നും. അപ്പോൾ ഈ ശിഷ്യപൂജിതയെ ഇതിൽ നിന്ന് മാറ്റി നിർത്തണം എന്ന് ഞാൻ പറഞ്ഞതിൻ്റെ കാരണം ഞാൻ പറഞ്ഞില്ലേ, ഞാൻ വിശദീകരിക്കാമെന്ന് പറഞ്ഞില്ലേ. അപ്പോൾ അത് എന്താണെന്ന് നോക്കിയാൽ, ഇപ്പോൾ ശിഷ്യപൂജിതയുടെ കാര്യം മാത്രമല്ല, ഞാൻ പറഞ്ഞു ഈ ഗുരുമാർഗം എന്താണ്. ഇപ്പോൾ ഈ ശരിയും തെറ്റും ധർമ്മവും, മനസ്സിൻ്റെ തലത്തിലുള്ള ശരിയും തെറ്റും ധർമ്മവും വെച്ചിട്ടാണല്ലോ ഈ എല്ലാവരും സംസാരിക്കുന്നത്. അപ്പം ശിഷ്യപൂജിതയെ മാറ്റി നിർത്തുന്ന കാര്യം പറയാനുള്ള ഒരു സാഹചര്യം എന്താണെന്ന് വെച്ചാൽ, ഒരു ഗുരുമാർഗത്തിൽ, ഒരു ആശ്രമ സ്വഭാവത്തിൽ എങ്ങനെ പരിണമിക്കുന്നു എന്നുള്ളൊരു വിഷയം പറയാൻ വേണ്ടിയാണ്. ആദരണീയ ശിഷ്യപൂജിത ഗുരുവിനെ നേരിട്ട് കാണുന്നതിന് മുമ്പ് തന്നെ സൂക്ഷ്മത്തിൽ ഗുരുവിനെ കണ്ട് നമസ്കരിക്കുന്ന ആ രീതിയിലാണ് ആ കുഞ്ഞ് പരിണമിച്ചു വന്നത്. അങ്ങനെ ഗുരുവിനെ ആദ്യമായിട്ട് കാണുമ്പോൾ തന്നെ ഗുരുവിനോടൊപ്പം 9 വയസ്സുള്ളപ്പോൾ ഇറങ്ങിത്തിരിക്കുകയും അങ്ങനെ ആശ്രമത്തിൽ വന്നു. അങ്ങനെ ആശ്രമത്തിൽ വരുമ്പോൾ ഒരു ആശ്രമ സ്വഭാവത്തിൽ ഒരു ഗുരുവിനോടൊപ്പം ജീവിക്കുന്ന എങ്ങനെയാണെന്ന് ഈ കുഞ്ഞിന് അറിഞ്ഞൂടാ. അപ്പം ഈ ആശ്രമ സ്വഭാവത്തിൽ ഒരു ഗുരുവിനോടൊപ്പം ജീവിക്കുന്ന ആ കാര്യങ്ങളൊന്നും നമുക്കിപ്പോൾ പുതിയ തലമുറയിൽപ്പെട്ട പലർക്കും അറിഞ്ഞൂടാ. ഇപ്പോൾ പണ്ട് കാലത്തൊന്നും ഈ ഗുരുമാർഗങ്ങൾ പൊതുജനങ്ങൾക്ക് അവൈലബിൾ അല്ലായിരുന്നു. അന്നത്തെ കാലത്ത് ഒരു ഗുരുവിനെ തേടി ഒരു ശിഷ്യൻ അലയണം. അങ്ങനെ ശിഷ്യൻ അലഞ്ഞ് വളരെ കഷ്ടപ്പെട്ട് വിഷമിച്ച് ഒരു ഗുരുവിൻ്റെ അടുത്ത് എത്തിയാൽ പോലും ആ ഗുരു സ്വീകരിക്കില്ല. ഗുരു ചിലപ്പോൾ അവിടെ ഗേറ്റിൽ നിർത്തിയേക്കും, മഴയും കൊണ്ട് വിശന്ന് വലഞ്ഞ് കഷ്ടപ്പെട്ട് പല പരീക്ഷണങ്ങളിലും കടത്തി അവൻ ഇത് ഏറ്റെടുക്കുമെന്ന് ഉറപ്പുണ്ടെങ്കിൽ മാത്രമേ ഗുരു അവനെ ശിഷ്യനായിട്ട് സ്വീകരിക്കൂ. കാര്യം ഈ സകല കർമ്മഗതിയും, ആ ശിഷ്യൻ്റെ സകല കർമ്മഗതിയും ഏറ്റെടുത്തുകൊണ്ട് അവൻ്റെ ഒരു കർമ്മദോഷങ്ങളിൽ നിന്നെല്ലാം അവനെ മോചിപ്പിച്ച് ആ സത്യത്തിൻ്റെ വഴിയിലേക്ക് നയിക്കാൻ, അതിൽ സഞ്ചരിക്കാൻ ഇവന് പ്രാപ്തി ഉണ്ടോ എന്ന് പരിശോധിക്കണം. അങ്ങനെ പരിശോധിച്ചിട്ട് മാത്രമാണ് പണ്ടത്തെ കാലത്ത് ഗുരുക്കന്മാർ ശിഷ്യന്മാരെ സ്വീകരിച്ചിരുന്നത്. പക്ഷേ ഇന്ന് നമ്മുടെ ഗുരു ഇത് എല്ലാവർക്കുമായിട്ട് പബ്ലിക്കായിട്ട് പൊതുവായിട്ട് തുറന്നു തന്നപ്പോൾ നമ്മൾ ഈ ഗുരുമാർഗത്തിൻ്റെ ഒരു സഹിഷ്ണുതയിൽ, അല്ലെങ്കിൽ ഗുരുമാർഗത്തിൽ ഇത് പരിണമിച്ച് വരുന്ന ആ മിസ്റ്റിക്കലായിട്ടുള്ള ആ ശ്രമം, ഒരു സ്കൂളാണ്, ഒരു മിസ്റ്റിക്കൽ സ്കൂളാണ്. അപ്പോൾ ഈ മിസ്റ്റിക്കൽ സ്കൂളിൽ നടക്കുന്ന പ്രവർത്തനം ഈ ശരി തെറ്റ്, നന്മ തിന്മ, മാനം അപമാനം എന്നിങ്ങനെയുള്ള ഒരു രീതിയിലല്ല. അതിൻ്റേതായ ഒരു പരിണാമമുണ്ട്. അപ്പോൾ ശിഷ്യപൂജിത ആദ്യമായിട്ട് ആശ്രമത്തിൽ വന്നപ്പോൾ
ഈ കുഞ്ഞ് എവിടെ പോയി കുളിക്കണം അല്ലെങ്കിൽ എവിടെ പോയി പല്ല് തേക്കണം ഒന്നും അറിയാൻ വയ്യാതെ ഇങ്ങനെ വിഷമിച്ച് നിന്നപ്പോൾ ഗുരു ഒരൊറ്റ അടി വെച്ചു കൊടുത്തു എന്നാണ് പറയുന്നത്. അങ്ങനെ ഈ കുഞ്ഞ് കരഞ്ഞുകൊണ്ട് ഓടിപ്പോയി പലരും പല കാര്യങ്ങളൊക്കെ പറഞ്ഞു പഠിപ്പിച്ചു. അങ്ങനെ ഒരു പ്രത്യേക രീതിയിലാണ് സത്യം പറഞ്ഞാൽ ഗുരു ശിഷ്യന്മാരെ ഇങ്ങനെ പരിണമിപ്പിച്ച് കൊണ്ടുവന്നുകൊണ്ടിരുന്നത്. അപ്പോൾ അന്നത്തെ കാലത്ത് ചിലപ്പോൾ ഗുരു ഒരു വഴക്ക് ചുമ്മാ ഉണ്ടാക്കും, അല്ലെങ്കിൽ ചെയ്യാത്ത കുറ്റത്തിന് വഴക്ക് പറയും, ചിലപ്പോൾ അടി വരെ കൊടുക്കും. അപ്പോൾ ഇതെല്ലാം സഹിച്ച് ശിഷ്യന്മാരിങ്ങനെ ഗുരുവിനോടൊപ്പം പ്രവർത്തിക്കണമെന്നുള്ളതാണ്. അന്നത്തെ കാലത്ത് ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ ഇന്നൊന്നും പുതിയ ആൾക്കാർക്ക് അതൊന്നും അറിഞ്ഞൂടാ. അന്നത്തെ കാലത്ത് ഗുരു ചില വിഷയങ്ങൾ, ചെറിയ ചെറിയ വിഷയങ്ങൾ ഉണ്ടാക്കുമ്പോൾ അതൊന്ന് പെരുപ്പിച്ച് വലിയൊരു വിഷയമായ ആശ്രമം മൊത്തം ഇളകുന്ന രീതിയിൽ വളരെ വലിയ ചർച്ചകൾ നടത്തുക, വലിയ സമ്മേളനങ്ങൾ, അങ്ങനെ പല രീതിയിൽ സംസാരിപ്പിക്കുക, അങ്ങനെ പല രീതിയിൽ. അപ്പോൾ ചിലപ്പോൾ ശിഷ്യഭൂതയെക്കുറിച്ച് ആരെങ്കിലും ഒരു കുറ്റം വന്ന് പറഞ്ഞാൽ ഗുരുവിന് അത് ആരുടെ കുറ്റമാണെന്ന് എല്ലാം അറിയാമെങ്കിൽ പോലും ആ ഒരു അവസരം മുതലെടുത്തുകൊണ്ട് അങ്ങ് സംസാരിക്കുക, വഴക്ക് പറയുക. അങ്ങനെ ഗുരുവിൻ്റെ രീതി, സെൻ ഗുരുക്കന്മാർ വളരെ ശ്രദ്ധാഭക്തിയോടെ എങ്ങനെ ജീവിക്കണം, ഒരു ആശ്രമത്തിൽ എങ്ങനെ നടക്കണം, എങ്ങനെ ശബ്ദം കേൾക്കരുത്, എങ്ങനെ ഒരു പാത്രം എടുക്കണം, എങ്ങനെ വെള്ളം കോരണം, എങ്ങനെ ഒരു കഥ അടയ്ക്കണം. അപ്പോൾ ഇങ്ങനെ ഓരോ കാര്യത്തിലും വളരെ ശ്രദ്ധയോടുകൂടി ആ ജീവിതത്തിൻ്റെ ഓരോ ചലനങ്ങൾ എങ്ങനെ ആയിരിക്കണം. അപ്പോൾ ഇത്രയ്ക്ക് സൂക്ഷിപ്പുള്ള, വളരെ ശ്രദ്ധിച്ച് പെരുമാറേണ്ട ഒരു ആശ്രമ സ്വഭാവത്തിലും അങ്ങനെ ഓരോ കാര്യങ്ങളും, ഇല്ലാത്ത കാര്യങ്ങളും പ്രശ്നങ്ങളും വഴക്കുകളും ഒക്കെ ഉണ്ടാക്കി ഈ ശിഷ്യനെ ഇങ്ങനെ പരിണമപ്പെടുത്തും. അപ്പോൾ ഈ ശിഷ്യൻ എന്താന്ന് വെച്ചാൽ ഗുരുവിൻ്റെ ഈ മനസ്സുമായിട്ട് ഈ ശിഷ്യൻ്റെ മനസ്സ് ഒന്നിച്ചു ചേരണം. ഇപ്പം ഗുരു എന്ന് പറയുമ്പോൾ എന്താണ്? ഇപ്പോൾ ഗുരു പറഞ്ഞു ഞാൻ സ്വയം സംസാരിക്കുന്നില്ല, ആ ദൈവത്തിൻ്റെ അറിയിപ്പ് എന്താണോ അതിനനുസരിച്ച്, അതായത് ഗുരുവിൻ്റെ മനസ്സിനെ ഗുരു ആത്മസമർപ്പണം ചെയ്ത് ആ ദൈവബോധവുമായിട്ട് ഒന്നാക്കിയ ആ ദൈവത്തിൻ്റെ വൈബ്രേഷനിലാണ് ഗുരു പ്രവർത്തിക്കുന്നത്. അപ്പോൾ അങ്ങനെ ദൈവത്തിൻ്റെ വൈബ്രേഷൻ പ്രവർത്തിക്കുന്ന ഗുരുവിന് ശിഷ്യന്മാരെ ആ ദൈവത്തിൻ്റെ വൈബ്രേഷനിലേക്ക് യോജിപ്പിക്കണമെങ്കിൽ ശിഷ്യന്മാരെ ഗുരുവിൻ്റെ മനസ്സുമായിട്ട് യോജിപ്പിക്കണം. അപ്പോൾ ഈ ശിഷ്യന്മാരുടെ മനസ്സുകൾ ഗുരുവിൻ്റെ മനസ്സുമായിട്ട് യോജിച്ച് വരാൻ വളരെ ബുദ്ധിമുട്ടുണ്ട്. അവരുടെ കർമ്മഗതികൾ, അവരുടെ വിഷമങ്ങൾ, ദുഃഖങ്ങൾ, അല്ലെങ്കിൽ അവരുടെ ആഗ്രഹങ്ങൾ, അവരുടെ വാസന, അപ്പോൾ ഇതെല്ലാം പൊട്ടിക്കാനായിട്ട് ഓരോ സാഹചര്യങ്ങൾ ഗുരു ഇങ്ങനെ ഉണ്ടാക്കി, ഓരോ വഴക്കുകളും ഓരോ ശാസനകളും ചില സമയത്ത് സ്നേഹവും, അങ്ങനെ എല്ലാം ഉചിതമായ രീതിയിൽ ഇങ്ങനെ പെരുമാറി അഭിനയങ്ങൾ, നാടകങ്ങൾ, ഗുരുവിൻ്റെ പല പെരുമാറ്റങ്ങളുണ്ട്. അപ്പോൾ ഇതൊക്കെ ഇങ്ങനെ സഹിച്ച്, അപ്പോൾ ഈ ശിഷ്യൻ ഇങ്ങനെ മനസ്സിന് ഓരോ തലങ്ങളുണ്ട്. അപ്പോൾ ഗുരുവിൻ്റെ മനസ്സുമായിട്ട് ഓരോ തലത്തിൽ ഇങ്ങനെ ഈ പിടിച്ചു നിൽക്കുന്ന ശിഷ്യന്മാർ ഓരോ തലത്തിൽ വളരെ വലിയ വിഷമങ്ങളിലൂടെ കടന്നു പോയിട്ട് മനസ്സ് പൊട്ടി ഗുരുവുമായിട്ട് ലയിക്കും. അങ്ങനെ ലയിച്ച് അങ്ങനെയാണ് ശിഷ്യപൂജിത ഗുരുവിൻ്റെ മനസ്സുമായിട്ട് ലയിച്ച ഒരു ശിഷ്യയായി മാറിയത്. അപ്പം അവിടെ തന്നെ ഈ ഗുരു മറ്റ് പല ശിഷ്യന്മാരെ ഇതേപോലെ ഒരു കുഞ്ഞുണ്ടാകണം, ഒരു കുഞ്ഞില്ലാത്തതാണ് ഈ ഗുരുക്കന്മാർക്ക് തെറ്റ്, അല്ലെങ്കിൽ ഗുരുക്കന്മാരുടെ പരമ്പര നശിച്ചു പോയതെന്ന് മനസ്സിലാക്കി ഒരു കുഞ്ഞിനെ ഇങ്ങനെ ഡെവലപ്പ് ചെയ്ത് കൊണ്ടുവരികയാണ്. അടുത്ത തലമുറയിലേക്ക് വേണ്ടി ഒരു കുഞ്ഞിനെ ഡെവലപ്പ് ചെയ്തുകൊണ്ട് വരുന്ന തൻ്റെ ഉത്തരവാദിത്വം വ്യക്തമായി ബോധ്യമുള്ള ആളാണ് നമ്മുടെ ഗുരു. അടുത്ത തലമുറയിലേക്ക് ആത്മബോധമുള്ള ഒരു കുഞ്ഞിനെ കൊടുക്കണമെന്നുള്ള ഉത്തരവാദിത്വം പോലും ചെയ്യാതെ പോയ, എല്ലാം കളഞ്ഞിട്ട് അനാഥമായി ഒരു ബോധമില്ലാതെ എന്തിന് ഗുരുവിൻ്റെ ജീവനെ അപഹരിച്ചതാണ് എന്ന് പോലും പറയുന്ന ആൾക്കാരാണ് ഇവരൊക്കെ. അപ്പോൾ ഗുരുവിന് ഒരു കാര്യത്തിലും കൺട്രോൾ ഇല്ലാത്ത ഒരു സാധാരണ വ്യക്തിത്വം പോലെയാണ് അവർ പറയുന്നത്. പക്ഷേ ഗുരുവിനെ സംബന്ധിച്ച് ഇതെല്ലാം വ്യക്തമായ ബോധമുണ്ടായിരുന്നു. ഒരു കുഞ്ഞിനെ വളർത്തിയെടുക്കാൻ അത് ഗുരു പലരെയും സെലക്ട് ചെയ്തപ്പോൾ പലരും പല തലം വരെ ഗുരുവിനോടൊപ്പം പിടിച്ചു വന്നു. അതായത് ചിലർ ഒരു പ്രത്യേക തലം വരെയൊക്കെ ഗുരു ശിഷ്യ ബന്ധത്തിൽ പിടിച്ചു വന്നിട്ട് ഒരു പ്രത്യേക അവസ്ഥയിലെത്തുമ്പോൾ ചിലപ്പോൾ അവിടെ തെറ്റിപ്പോകും, ചിലപ്പോൾ അവിടെ അവർ പരാതി പറയും, അല്ലെങ്കിൽ അവിടെ അവർ വിഷമിക്കും, അല്ലെങ്കിൽ അവിടെ അവർ നെഗറ്റീവ് ആകും. അപ്പോൾ എന്തു പറ്റും? ഈ ഗുരുവുമായിട്ടുള്ള ആ ബന്ധവും വിട്ടുപോകും. അങ്ങനെ പല ശിഷ്യന്മാർ വന്നെങ്കിലും ആർക്കും ഈ പൂർണ്ണമായിട്ടും ഗുരുവിനോടൊപ്പം ഇങ്ങനെ മെനൂവർ ചെയ്ത് പിടിച്ച് വരാൻ പറ്റിയില്ല. അങ്ങനെ ശിഷ്യഭൂത ആ ഗുരുവിൻ്റെ മനസ്സുമായിട്ട് ഒന്നായി ചേർന്ന ഒരു വ്യക്തിത്വമാണ്. അതാണ് ഞാൻ ശിഷ്യഭൂതയെ മാറ്റി നിർത്തണമെന്ന് പറഞ്ഞത്. കാരണം ഈ ചർച്ച നടക്കുമ്പോൾ ശിഷ്യഭൂത ഗുരുവിൻ്റെ പിറകിലാണ്. ശിഷ്യഭൂത എപ്പോഴും ഗുരുവിൻ്റെ ഒരു നിഴലായിട്ട് ഇങ്ങനെ സഞ്ചരിക്കുന്ന കൂട്ടത്തിലാണ്. അപ്പോൾ ഈ ചർച്ച അന്നത്തെ ഭരണ സംവിധാനത്തിലാണ്. ഇപ്പോൾ ജെന്നി ശിഷ്യഭൂത ഭരണ രംഗത്തിലൊന്നും പ്രവർത്തിക്കുന്നല്ല, ഒരു ആധ്യാത്മിക കാര്യങ്ങൾ, ഗുരുവിൻ്റെ ആധ്യാത്മിക കാര്യങ്ങളൊക്കെ നോക്കുന്ന ഒരു ശിഷ്യനാണ്. അപ്പം ഈ ഭരണ സംവിധാനത്തിലുള്ളവരെ നിങ്ങൾ എന്ന് പറഞ്ഞ് ഗുരു വഴക്ക് പറയുമ്പോൾ അതിനകത്ത് ശിഷ്യഭൂതയില്ല. നിങ്ങളെന്ന് പറയുന്നവരിൽ ശിഷ്യഭൂതയില്ല. ഗുരു അതിൽ ഞാനെന്ന് പറയുമ്പോൾ ആ ഗുരുവിൻ്റെ ജ്ഞാനൻ്റെ ഭാഗമായിട്ട് വളർന്നു വന്ന കുറച്ച് പേരിൽ
ഒരാളാണ് ശിഷ്യപൂജ. ഗുരു ഞാനെന്ന് പറഞ്ഞാൽ ആ ഗുരുവിന് ശ്രദ്ധിക്കേണ്ട പോലും ആവശ്യമില്ല, ഗുരുവിൻ്റെ ഭാഗമാണ്. രണ്ട് ശരീരവും ഒരു മനസ്സും എന്ന് പറയുന്ന പോലെയാണ് ഈ ഗുരു ശിഷ്യ ബന്ധം. അപ്പോൾ ഗുരുവിൻ്റെ ആ ഞാനിനോടൊപ്പം നിൽക്കുന്ന, പുറകിൽ നിൽക്കുന്ന നിഴലായിട്ട് സബ്ജക്റ്റിവിറ്റിയുടെ ഭാഗമാണ് ഈ ഒബ്ജക്റ്റീവായിട്ട് ഗുരു പറയുന്ന ആ ഓഡിയോയിൽ നിങ്ങൾ ഇങ്ങനെയല്ലേ അങ്ങനെയല്ലേ എന്നൊക്കെ പറയുന്ന ശിഷ്യപൂജയെക്കുറിച്ചല്ല, അന്നത്തെ ഭരണ സംവിധാനത്തിലുള്ള ആൾക്കാരെക്കുറിച്ചാണ്. അപ്പോൾ ഈ ശിഷ്യപൂജയെ ഈ രീതിയിൽ ഇങ്ങനെ വളർത്തിയെടുക്കുന്നതിന് ഗുരുവിന് വളരെ വലിയ ഉദ്ദേശം ഉണ്ടായിരുന്നു. അതാണ് പിന്നെ അവസാനം പോലും, ഇനി അവസാന സമയത്ത് ഗുരു ആദിസങ്കല്പത്തിൽ ലയിക്കുന്നതിനൊക്കെ മുമ്പ് ഈ കുഞ്ഞിനെ വീണ്ടും വഴക്ക് പറഞ്ഞുകൊണ്ട്, അതായത് ചിലപ്പോൾ ഭൗതികമായിട്ട് ആ പുറമേക്കുള്ള ഗുരുവുമായിട്ടുള്ള ആ ശരീര മനസ്സുകളുമായിട്ടുള്ള ബന്ധത്തെ പോലും വിഷമിപ്പിച്ച് അവസാനം ആത്മബോധ തലത്തിൽ, ജീവൻ്റെ തലത്തിൽ ധ്യാനത്തിലൂടെ ഒന്നാകുന്ന രീതിയിലൊക്കെ എത്തിക്കുന്ന വലിയ ഒരു പ്രോസസ്സാണ് ഈ ഗുരുശിഷ്യ ബന്ധം എന്ന് പറയുന്നത്. അപ്പോൾ അങ്ങനത്തെ ഒരു പ്രോസസ്സിലൂടെ കടന്നു പോയി പരിണമിച്ചാണ് ശിഷ്യപൂജിത ഈ ഒരു ഗുരു സ്ഥാനത്തേക്ക് എത്തി വന്നത്. അപ്പോൾ അവിടെ നമ്മൾ ചോദിക്കും, ഇപ്പോൾ ഈ ഗുരു പറയുന്നത് എന്താണ്? ഒരു ഗുരു ശിഷ്യ ബന്ധത്തിൽ ഗുരുവിനോടൊപ്പം വരുമ്പോൾ കുറച്ച് കാലത്തേക്ക് നിങ്ങളുടെ മനസ്സ് കളയൂ, എൻ്റെ മനസ്സ് സ്വീകരിക്കൂ. അങ്ങനെ ഗുരുവും ശിഷ്യനും ഈ ഒന്നാകുമ്പോൾ മാത്രമാണ് ഈ ഒരു ട്രാൻസ്ഫോർമേഷൻ വരുന്നത്. അപ്പോൾ അവിടെ ചോദിക്കും, പലരും വിഷമിക്കുന്നത് എന്താണെന്ന് വെച്ചാൽ അവനവൻ്റെ പേഴ്സണൽ കാര്യങ്ങൾ എങ്ങനെ കളയും, അവനവൻ്റെ ആ ഒരു പേഴ്സണൽ. അപ്പോൾ അവനവൻ്റെ പേഴ്സണൽ കാര്യങ്ങൾ കളയുമ്പോൾ എന്തോ നഷ്ടപ്പെടുന്നത് പോലെ അഹന്തയ്ക്ക് തോന്നുകയാണ്. പക്ഷേ എല്ലാം കിട്ടുകയാണെന്നുള്ളത് ശിഷ്യപൂജിതയുടെ ജീവിതത്തിൽ നിന്ന് നമുക്ക് മനസ്സിലായി. അതായത് സ്വന്തമായിട്ട് എല്ലാം ആത്മസമർപ്പണം ചെയ്തപ്പോൾ ആ ദൈവബോധം തൻ്റെ പുറകിൽ വന്ന് ആ ദൈവബോധത്തിൻ്റെ മുമ്പിൽ തൻ്റെ മനസ്സും ശരീരവും നിൽക്കുന്നത് എങ്ങനെയാണെന്നുള്ള ഒരു അനിർവചനീയമായ അവസ്ഥയിലൂടെ ഗുരു ശിഷ്യനെ കടത്തിക്കൊണ്ടുപോകും. പക്ഷേ ഇത് ഒരു പക്വത എത്താത്ത ശിഷ്യന്മാരെ സംബന്ധിച്ച് ഇത് ഒരിക്കലും സംഭവിക്കുകയല്ല. അവരേതെങ്കിലും ഒരു സ്ഥലത്ത് വെച്ച് അവർ നിർത്തിക്കളയും, അല്ലെങ്കിൽ തെറ്റിപ്പോവും. ഇപ്പോൾ ഉദാഹരണമായിട്ട് അന്നത്തെ കാലത്ത് ഇപ്പോൾ രഞ്ജമ്മാവൻ്റെ ഒരു കാര്യമൊക്കെ ഞാൻ പറഞ്ഞു കേട്ടിട്ടുണ്ട്. അതായത് ഗുരു പല വിഷയങ്ങൾ അന്ന് പലരെ സംബന്ധിച്ച് ചുമ്മാ ഇല്ലാത്ത പ്രശ്നങ്ങളൊക്കെ ഗുരു ഇങ്ങനെ സംസാരിച്ച് വഴക്കോലൊക്കെ അങ്ങ് പെട്ടെന്ന് ഔട്ട് ഓഫ് ദ ബ്ലൂ ക്രിയേറ്റ് ചെയ്യും. അപ്പോൾ രഞ്ജമ്മാവനെയൊക്കെ അന്ന് രഞ്ജമ്മാവൻ വളരെ ബുദ്ധിമാനായിട്ടുള്ള ഒരു ശിഷ്യനാണ്, ഗൃഹസ്ഥ ശിഷ്യനാണ്. അപ്പോൾ ഗുരുവിനറിയാം ഈ ബുദ്ധിമാനായ ശിഷ്യനെ ബോധം കൊണ്ട് ഉണർത്തിയാൽ, ഈ ജ്ഞാനഭാവത്ത് ഉണർത്തിക്കഴിഞ്ഞാൽ ഇദ്ദേഹത്തിന് വളരെ പ്രയോജനപ്പെടുന്നതാണ് ഒരു ഗൃഹസ്ഥൻ. അപ്പോൾ അതിനുവേണ്ടി അവൻ്റെ മനസ്സ് പൊട്ടിക്കാനായിട്ട് ഗുരു പല സിറ്റുവേഷൻസ് ഉണ്ടാക്കിയിട്ടുണ്ടെന്നുള്ളതാണ്. അതായത് ചില പ്രവൃത്തികളൊക്കെ തെറ്റ് സംഭവിച്ചു, അദ്ദേഹത്തിന് അബദ്ധം പറ്റിയെന്നൊക്കെ പറഞ്ഞ് വഴക്കുണ്ടാക്കും എല്ലാവരെ കൊണ്ടും. അപ്പോൾ അങ്ങനെ വഴക്കുണ്ടാക്കുമ്പോൾ രഞ്ജമ്മാവൻ്റെ ഭാഗത്തായിരിക്കും ശരി. എന്നാലും ഗുരു ഇങ്ങനെ വഴക്കുണ്ടാക്കുമ്പോൾ രഞ്ജമ്മാവൻ ആ തൻ്റെ ശരിയിൽ തന്നെ പിടിച്ചു നിൽക്കും. അതേസമയം ഗുരു തെറ്റാണ് പറയുന്നെങ്കിലും ആ തെറ്റിനെ ശരിയെന്ന് ശിഷ്യൻ പറയണം. അപ്പോഴാണ് ആ ശിഷ്യൻ്റെ മനസ്സങ്ങ് പൊട്ടിപ്പോകുന്നത്. പക്ഷേ അദ്ദേഹം അത് ചില പ്രാക്ടിക്കലായിട്ടുള്ള കാര്യങ്ങളിൽ ഗുരുവിന് അത് അറിഞ്ഞുകൂടാ. ആത്മീയ കാര്യങ്ങൾ ഗുരുവിനറിയാം, പ്രാക്ടിക്കലായിട്ടുള്ള കാര്യത്തിൽ താനാണ് ശരിയെന്നും പറഞ്ഞ് പിടിച്ചു നിന്നപ്പോൾ ഈ പല പ്രാവശ്യം ഗുരു ഈ മനസ്സ് പൊട്ടിച്ച് ഇദ്ദേഹത്തെ ഒന്ന് സ്വതന്ത്രമാക്കാൻ, ഈ ബുദ്ധിയിൽ നിന്നും ലോജിക്കിൽ നിന്നും സ്വതന്ത്രമാക്കി യഥാർത്ഥ ആത്മീയത എന്താണെന്ന് അറിയിക്കാൻ ശ്രമിച്ചിട്ടുള്ളതും അപ്പോഴൊക്കെ അദ്ദേഹം പിന്നെ ഈ പറയുന്നതിനൊക്കെ തോൽവി സമ്മതിക്കാതെ, അദ്ദേഹത്തിൻ്റെ ഭാഗത്ത് ശരിയാണ്, ലോക നീതി വെച്ച് നോക്കിയാൽ അദ്ദേഹത്തിൻ്റെ ഭാഗത്ത് ശരിയാണ്. പക്ഷേ ഗുരു തെറ്റെന്ന് പറഞ്ഞാൽ അത് ചിലപ്പോൾ ശരിയായിരിക്കുമെങ്കിലും നമ്മളത് തെറ്റെന്ന് പറയണം. ഗുരു ശരിയെന്ന് പറഞ്ഞാൽ ഇനി തെറ്റ് പോലും അത് ശരിയെന്ന് ശിഷ്യൻ പറയണം. അങ്ങനെ ഒരു പ്രത്യേക രീതിയിലുള്ള ഗുരുക്കന്മാരുടെ ആ പ്രവർത്തനം അന്ന് ഗുരുവിനോടൊപ്പം പ്രവർത്തിച്ചവർക്ക് മാത്രമേ അറിയാവൂ. ഇന്നത്തെ സാഹചര്യത്തിൽ ഇപ്പോൾ ശിഷ്യപൂജയ്ക്കൊന്നും ആ രീതി പ്രവർത്തിക്കാൻ ഒരുപാട് ശിഷ്യന്മാരെ നമ്മുടെ പുതിയ തലമുറയിലൊന്നും കിട്ടുന്നില്ല. കാരണം ആ രീതി പറയുമ്പോൾ ചെറിയ രീതിയിലൊക്കെ അങ്ങനെയൊക്കെ പ്രവർത്തിച്ചതിനാണ് ഇന്ന് ഈ പല മാറി നിന്നുള്ള ആൾക്കാർ കുറ്റം പറയുന്നത്. എന്ന് വെച്ചാൽ ഗുരു പ്രവർത്തിച്ച പോലെ ഒരു ഗുരുവിന് ശിഷ്യൻ്റെ കർമ്മഗതി പൊട്ടിക്കാൻ ഒരു ആശ്രമ സ്വഭാവത്തിൽ എങ്ങനെ പ്രവർത്തിക്കണം, എന്തൊക്കെ രീതിയിൽ ഗുരുക്കന്മാർ സൂത്രശാലികളെ പോലെ പ്രവർത്തിക്കുക, അതൊന്നും പ്രവർത്തിക്കാൻ സമ്മതിക്കാതെ ഇപ്പോൾ ഗുരുവിനെ നമ്മൾ മിണ്ടാൻ പോലും സമ്മതിക്കാത്ത രീതിയിൽ. കാര്യം നമ്മൾ പറയുന്ന ഒന്നും കേൾക്കാൻ നമ്മൾ തയ്യാറല്ല, എന്നിട്ട് പറയുന്ന ഗുരു മിണ്ടുന്നില്ലെന്നാണ്. നമ്മളൊന്നും കേൾക്കാൻ തയ്യാറല്ല, വാക്കനുസരിക്കാനും വിശ്വസിക്കാനും ഒന്നും തയ്യാറല്ല. നമുക്ക് എന്തോ ഭൗതിക സുഖങ്ങളെല്ലാം ഇല്ല ജ്യോത്സ്യന്മാർ പറയുന്ന പോലെ സാധിച്ചു തരണം എന്നുള്ളൊരു ആറ്റിറ്റ്യൂഡാണ്. അപ്പോൾ ഈ ഒരു ഭാഗത്ത് ഈ ആശ്രമ സ്വഭാവത്തിൽ ഗുരു ഇങ്ങനെ ഈ രീതിയിലാണ് ഓരോരുത്തരെയും ട്രെയിൻ ചെയ്തുകൊണ്ടുവന്നത്. അന്നത്തെ കാലത്തൊക്കെ ചിലപ്പോൾ ഗുരു പരസ്യമായി ഓരോരുത്തരെയൊക്കെ വിളിച്ചങ്ങ് അപമാനിച്ച് കളയും. അങ്ങനെയൊക്കെയുള്ള സാഹചര്യങ്ങൾ ഉണ്ടായിട്ടുണ്ട്. ഇപ്പോൾ കണ്ണൂരുള്ള ഒരു മാമൻ, അദ്ദേഹം ഇപ്പോൾ ഇവർ റിബൽ സംഘത്തിൻ്റെയൊക്കെ ഒരു കൂട്ടത്തിൽ പ്രവർത്തിക്കുന്നത്. അപ്പോൾ അദ്ദേഹം ഒരു ഗുരു ആദിസങ്കല്പത്തിൽ ലയിച്ചതിന് ശേഷം അദ്ദേഹം ഈ ആശ്രമ സ്വഭാവത്തിലൊക്കെ പല പ്രധാനപ്പെട്ട സ്ഥലത്തിനും ആരോടും ചോദിക്കാൻ പറയാതെയൊക്കെ കയറി അങ്ങ് നിൽക്കുകയും അദ്ദേഹത്തിനൊരു ഗുരുവിനോടൊക്കെ ഒരു പഴയ അവകാശവും അധികാരവും ഉണ്ടെന്നുള്ള രീതിയിൽ അങ്ങനെ കയറി നിൽക്കുന്ന ഒരു സ്വഭാവമൊക്കെ ഉണ്ട്. അപ്പോൾ അങ്ങനെയൊക്കെ കയറി നിൽക്കുമ്പോൾ
ഒരു ദിവസം പർണശാലയിൽ വെച്ച് ഗുരുരത്നസ്വാമി സന്യാസിമാരുടെ കൂട്ടത്തിൽ ഇങ്ങനെ കയറി നിന്നപ്പോൾ അദ്ദേഹത്തിനോട് മാറി നിൽക്കാൻ പറഞ്ഞു. അത് അദ്ദേഹത്തിന് വളരെ വലിയൊരു ഷെയിമായി പോയി. അപ്പോൾ അതിൻ്റെ ആ ഷെയിം, ആ ദേഷ്യം കാരണം അദ്ദേഹം ഗുരുരത്നസ്വാമിയോട് ഒരു ദേഷ്യവും, പിന്നെ ഈ സ്വാമിക്കെതിരെ പ്രവർത്തിക്കുന്നു, അല്ലെങ്കിൽ ഇദ്ദേഹം തെറ്റാണെന്നൊക്കെ പറഞ്ഞുകൊണ്ട് അദ്ദേഹം അങ്ങനെ ഒരു റിബല്യസ് ചിന്താഗതിയിലായ ആശ്രമം വിട്ടു പോകുന്ന ഒരു സാഹചര്യമൊക്കെ ഉണ്ടായിട്ടുണ്ട്. അപ്പം ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ടത്, ഇപ്പം ചെറിയൊരു കാര്യത്തിന്, ഒരു ദേഷ്യത്തിന്, ഈഗോയിസ്റ്റിക് ആയിട്ടൊരു പ്രശ്നം കാരണമാണ് ഈ ഇത്രയും വലിയൊരു വിഷയത്തിൽ നിന്ന് ഇങ്ങനെ തെറ്റിപ്പോകുന്നത്. അപ്പോൾ ഇങ്ങനെ ഒരു വിഷയം വരുമ്പോൾ നമ്മൾ അതിനെ എങ്ങനെ ഹാൻഡിൽ ചെയ്യണം? ഇപ്പോൾ ഇതിപ്പോൾ ഗുരുരത്നസ്വാമി പ്രവർത്തിച്ചെന്നുള്ളതല്ല, ആശ്രമ സ്വഭാവത്തിൽ ഇതുപോലെ ചിലപ്പോൾ അവിടുത്തെ സെക്യൂരിറ്റിയിൽ നിന്ന് പല ആൾക്കാരിൽ നിന്ന് അറിയാതെ, മനഃപൂർവ്വം ആരെയും ഉപദ്രവിക്കണം എന്നല്ല, ആരെയും ഉപദ്രവിക്കാനോ ഇൻസൾട്ട് ചെയ്യാനോ പാടില്ല, പക്ഷെ ചില സാഹചര്യങ്ങൾ ഇങ്ങനെ ഉണ്ടാകും ആശ്രമത്തിൽ. അത് ആശ്രമത്തിൻ്റെ ഒരു പ്രത്യേകതയാണ്. അങ്ങനെ ഉണ്ടാകുമ്പോൾ, ആ ഇൻസൾട്ടഡ് ആകുന്ന, വിഷമങ്ങൾ ഉണ്ടാകുന്ന സാഹചര്യം ഉണ്ടാകുമ്പോൾ സഹിച്ച് നമ്മൾ നമ്മുടെ ഈഗോ എന്ന് പറയുന്ന സാധനത്തിനെ, ഇതിനെ അങ്ങ് ക്ഷമിച്ച് അതിനെ ഡിസോൾവ് ചെയ്ത് വേണം നമ്മൾ അടുത്ത ഒരു തലത്തിലേക്ക് കടക്കാൻ. അപ്പോൾ ഈ ഒരു സാഹചര്യത്തിൽ എന്താണ്, പലരും ദേഷ്യപ്പെട്ടിട്ട് ഇതേപോലെയൊക്കെ സംശയങ്ങളൊക്കെ ഉണ്ടാക്കി ആ ദേഷ്യവും പകയും ഒക്കെ നമ്മുടെ അൺകോൺഷ്യസ് മൈൻഡിലങ്ങ് ഒളിഞ്ഞങ്ങ് പോയി കിടക്കും. അപ്പോൾ ഇതുപോലുള്ള ചെറിയ ചില കാര്യങ്ങൾ കൊണ്ട് പലരും ഇതേപോലെ മനസ്സിൽ തെറ്റിദ്ധരിച്ചിട്ട് ഇങ്ങനെ പെരുമാറാറുണ്ട്. ഇപ്പോൾ പല വ്യക്തികളും, ഇപ്പോൾ ഇന്ന് റിബല്യസ് ആയിട്ടൊക്കെ നിൽക്കുന്ന മെജോറിറ്റിയും ഇതേപോലെ ചെറിയ കാര്യങ്ങളുടെ ഈഗോയിസ്റ്റിക് പ്രശ്നങ്ങൾ, അതായത് അവിടെ ഇവിടെയൊക്കെ ഉണ്ടായ ചില ഈഗോയിസ്റ്റിക് ആയിട്ട് ഹേർട്ട് ആവുന്ന കാര്യം വരുമ്പോൾ അവർ ഇൻസൾട്ടഡ് ആയിട്ട് ഫീൽ ചെയ്തിട്ട് അവർക്ക് പിന്നെ അതങ്ങ് അവരുടെ മനസ്സിലങ്ങ് അടിഞ്ഞ് അൺകോൺഷ്യസ് മൈൻഡിൽ പോകും. അവർ പോലും അറിയില്ല എന്താണ് കാരണമെന്ന്. പിന്നെ ഈ വ്യക്തിയോട് ദേഷ്യം, പക, എന്നിട്ട് പകരം വീട്ടാനുള്ള മോട്ടീവിൽ അവർ മഞ്ഞക്കണ്ണ് വെച്ച് നോക്കി മറ്റെല്ലാ കാര്യങ്ങളെയും കുറ്റപ്പെടുത്തുകയും എല്ലാം ചെയ്യുന്നതിൻ്റെ കാരണം അവരെ പകരം വീട്ടാനാണ്. അകത്ത് ഒരു പക കിടക്കുകയാണ്, അൺകോൺഷ്യസ് ആയിട്ട് ഒരു വലിയ പക ഇങ്ങനെ കിടക്കുകയാണ്. ആ പക വെച്ചുകൊണ്ട് ഈ പകരം വീട്ടാനാണ് എല്ലാവരും ഇതിനെതിരെ പ്രവർത്തിക്കുന്നത്. അപ്പോൾ മനുഷ്യരുടെ കുറേ കുറവുകളുണ്ട് പ്രവർത്തിച്ചു വരുന്നതിൽ. ഞാൻ പറഞ്ഞു എല്ലാവർക്കും കുറവുകളും കുഴപ്പങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ ഈ ഒരു കുഴപ്പങ്ങളെ ചുമ്മാ അത് കാരണമാക്കി മറ പിടിച്ചിട്ട് ഈ പക തീർക്കുകയാണ്, ഇൻസൾട്ടഡ് ആയ. പക്ഷേ നമ്മൾ ഇങ്ങനെ ആശ്രമ സ്വഭാവത്തിൽ ഈ പക തീർക്കാൻ പാടില്ല. ഇത് ആശ്രമ സ്വഭാവത്തിൽ ഇങ്ങനെ ഇൻസൾട്ട്, ഗുരു അന്ന് ഞാൻ പറഞ്ഞില്ലേ പരസ്യമായി ഇൻസൾട്ട് ചെയ്യുമായിരുന്നു. അപ്പോൾ ഇവിടെ ഇപ്പോൾ ഗുരു ശരീരത്തോടെ ഇല്ലെങ്കിലും ഈ ആശ്രമത്തിൽ ഇപ്പോഴും ഇങ്ങനെ ഇൻസൾട്ടഡ് ആകുന്ന പല അവസരങ്ങളും ഉണ്ട്. അപ്പോൾ ആ വ്യക്തിയെ സംബന്ധിച്ച് അങ്ങനെ ഇൻസൾട്ടഡ് ആകുന്ന ആ അവസരത്തിൽ അത് ഗുരു ഇൻസൾട്ട് ചെയ്തെന്ന് വിചാരിക്കണം. ആ സ്വാമി എന്നുള്ളതല്ല, അല്ലെങ്കിൽ ഏതെങ്കിലും സെക്യൂരിറ്റി എന്നുള്ളതല്ല, ഗുരു ഇൻസൾട്ട് ചെയ്തതാണ്. അത് നമ്മൾ സഹിക്കണം. ഇത് ഗുരുവിൻ്റെ ആശ്രമമാണ്. അങ്ങനെ സഹിച്ച് അത് ട്രാൻസ്ഫോർമേഷൻ വരുമ്പോൾ നമുക്കുണ്ടാകുന്ന പരിണാമം. ഇപ്പോൾ എൻ്റെ ജീവിതത്തിൽ ഒരു അനുഭവം ഉണ്ടായിട്ടുണ്ട്. അന്ന് പർണശാലയുടെ പണി നടക്കുന്ന ഒരു സാഹചര്യം. അന്നത്തെ പർണശാലയുടെ അകത്തെ തറയൊക്കെ ടൈല് പൊളിച്ചെടുത്തിട്ട് പുതിയ ടൈലിടുന്ന ഒരു സമയത്ത് നമ്മുടെ അന്നത്തെ ആശ്രമത്തിലുള്ള ചെറുപ്പക്കാരെല്ലാവരും കയറി, ഇപ്പോൾ അടുക്കളയിലൊക്കെ നിന്നവരും ആയുർവേദത്തിലൊക്കെ ഉള്ള പലരും വന്ന് കയറി അത് ചെയ്യുന്നുണ്ടായിരുന്നു, ആ കർമ്മങ്ങൾ. അപ്പോൾ ഞാനും ഇതുപോലെ, ഞാനന്ന് ഡയറി ഫാമിലും അടുക്കളയിലുമായിട്ടൊക്കെ നിൽക്കുന്ന ഒരു സമയമാണ്. അപ്പോൾ ഞാനും ഇതുപോലെ, എൻ്റെ കൂട്ടുകാരൊക്കെ അകത്ത് കർമ്മം ചെയ്യുന്നുണ്ട്, ഞാനും ഇതുപോലെ ആ പർണശാലയുടെ അകത്തോട്ട് കയറാൻ പോകുമ്പോൾ അന്ന് അവിടെ നിൽക്കുന്ന ഒരു സ്വാമി ഞാനങ്ങ് കയറിയതും എന്നെ ഇങ്ങനെ തോളിൽ പിടിച്ച് വലിച്ചിട്ട് പറഞ്ഞു, നീ കയറണ്ട, അങ്ങ് പുറത്തു നിൽക്കുക, എല്ലാവരും കൂടെ കയറിയാൽ ശരിയാവില്ല എന്നും പറഞ്ഞ് അങ്ങ് എന്നെ പുറത്താക്കി. അപ്പോൾ കുറച്ച് പേരൊക്കെ അവിടെ ഉണ്ടായിരുന്നു. അപ്പോൾ ഞാൻ ഈ സംഭവം മറന്നിരിക്കുകയായിരുന്നു. പക്ഷേ എന്നോടൊപ്പം ഡയറി ഫാമിൽ ഉണ്ടായിരുന്ന ജയ്മോഹൻ, പുള്ളി ഈ ഇടയ്ക്ക് എന്നെ വിളിച്ചിട്ട് പുള്ളി അന്നേരം അവിടെ ഉണ്ടായിരുന്നു. അപ്പോൾ പുള്ളിയുടെ അടുത്ത് ഞാൻ സംസാരിച്ച കാര്യം പറഞ്ഞിട്ട് പുള്ളി എന്നോട് സംസാരിച്ചപ്പോൾ പറഞ്ഞു, ശ്രീജിത്തെ, നിന്റെ മനസ്സെനിക്കറിയാം, നീ അന്നേ എത്ര ഒരു പക്വതയോടെയാണ് ഈ കാര്യങ്ങൾ ഹാൻഡിൽ ചെയ്തതെന്നൊക്കെ പറഞ്ഞിട്ട് പുള്ളി എൻ്റെ അടുത്ത്, ഈ കഥയെല്ലാം ഈ ഇടയ്ക്ക് പുള്ളിയാണ്, ഞാൻ മറന്നുപോയി. അപ്പോൾ പുള്ളി പറഞ്ഞു, ഞാനിങ്ങനെ വിഷമിച്ചിട്ട് ചെന്ന് ജയ്മോഹൻജിയോട് പറഞ്ഞു, അതായത് പിന്നെ സാരമില്ല, അത് ഇതേപോലുള്ള സാഹചര്യങ്ങളൊക്കെ ആശ്രമ സ്വഭാവത്തിൽ ഉണ്ടാകും, പക്ഷേ അതെല്ലാം നമ്മൾ സഹിക്കണം, നമ്മൾ എത്ര ത്യാഗപ്പെട്ട് നിൽക്കണം, ഇത് അത്രയ്ക്ക് വലിയ ദൈവികമായിട്ടുള്ളൊരു കാര്യമാണെന്നൊക്കെ ഞാൻ ജയ്മോഹൻജിക്ക് പറഞ്ഞു കൊടുത്തതും, എന്നിട്ട് ജയ്മോഹൻജി എന്നോട് പറഞ്ഞു, നമ്മളാരെങ്കിലും ആണെങ്കിൽ അപ്പം ഇട്ടിട്ട് പോയനെ, പക്ഷെ നീ ആ വിഷമം എല്ലാം സഹിച്ചിട്ട് അവിടെ ഇങ്ങനെ നിന്ന് എന്നെ ഉപദേശിച്ചു. അതായത് എനിക്കിതെല്ലാം ഉപദേശിച്ച് തരികയാണ് ചെയ്തത്. അപ്പം നിൻ്റെ ആ ഒരു ഈ കാര്യത്തെ ഹാൻഡിൽ ചെയ്യാനുള്ള ഒരു കഴിവ് ഞാൻ ഇപ്പോഴും ഓർമ്മിക്കുന്നുണ്ടെന്നൊക്കെ പറഞ്ഞ് ജയ്മോഹൻജി എന്നോടിപ്പോൾ ഈ ഇടയ്ക്ക് പറഞ്ഞു. അപ്പോൾ ഇത് എൻ്റെ ഒരു കഴിവോ മറ്റ് കാര്യങ്ങളോ അല്ല, അന്നത്തെ ഒരു സാഹചര്യത്തിൽ എന്തോ ആ വിഷമമൊക്കെ ഞാൻ സഹിച്ചിട്ട് ഞാൻ ഈ ഒരു വിഷയം അറിയാൻ വേണ്ടി നിന്നപ്പോൾ നമ്മൾ എങ്ങനെയോ അത് സഹിച്ചു പോയെന്നുള്ളേ ഉള്ളൂ. എന്നാൽ ഇതുപോലുള്ള
ചില സാഹചര്യങ്ങൾ പിന്നീടും പല അപമാനങ്ങളും പല വിഷമങ്ങളും ഒക്കെ ഉണ്ടായിട്ടുണ്ടെങ്കിലും ഞാനും പൊട്ടിത്തെറിച്ച സാഹചര്യങ്ങളൊക്കെ ഉണ്ടായിട്ടുണ്ട്. പക്ഷെ ഞാൻ പൊട്ടിത്തെറിക്കുമ്പോൾ ഞാൻ ചെയ്യുന്ന എന്താണെന്ന് വെച്ചാൽ ഞാൻ ആശ്രമത്തെ തള്ളിപ്പറയോ ഗുരുവിനെ തള്ളിപ്പറയോ മറ്റ് ആൾക്കാരെ തള്ളിപ്പറയല്ല. ഞാൻ എന്താ ചെയ്യുകയെന്ന് വെച്ചാൽ ആദ്യം ഞാനത് സഹിക്കും. എനിക്കെതിരെ ഇതേപോലെ അപമാനങ്ങൾ ഇഷ്യൂസൊക്കെ ഉണ്ടാകുമ്പോൾ ഞാനങ്ങ് മനസ്സുകൊണ്ട് സഹിക്കും. അപ്പം ഞാൻ ആലോചിക്കും, ഞാൻ സഹിച്ചു, എൻ്റെ കാര്യം തീർന്നു. എന്നിട്ട് ഞാൻ ആലോചിച്ചു, എന്തായാലും എന്നെ ഇങ്ങനെ ഇളക്കിയ ഈ പ്രവൃത്തി ചെയ്ത ആളിത് എന്തായാലും അയാൾക്കും വേണ്ട ഒരു പരീക്ഷണം. അപ്പം ഞാൻ ഗുരു അനുവദിക്കുമെങ്കിൽ ഞാൻ വിചാരിക്കും ഞാനൊരു ഇഷ്യൂ അങ്ങ് ഉണ്ടാക്കും. ഇപ്പം എന്നെ സംബന്ധിച്ചെന്ന് പറയുമ്പോൾ ഞാനിങ്ങനെ ഒരു പ്രശ്നങ്ങൾ പണ്ട് ആശ്രമ സ്വഭാവത്തിൽ ഗുരു ഉണ്ടാക്കുന്ന പോലെ ഒത്തിരി പ്രശ്നം വഷളാക്കി ഞാൻ വിചാരിച്ചു എല്ലാ ആ പ്രശ്നങ്ങൾ അത് മനഃപൂർവ്വമൊന്നും അല്ല, അന്നത്തെ ദേഷ്യത്തിനോടൊപ്പം തന്നെയാണ് ഞാൻ വിചാരിക്കും അത് ഒത്തിരി പ്രശ്നമൊക്കെ ഒത്തിരി വലുതാവട്ടെ. അന്നേരം നമ്മൾ സീരിയസ് ആയിട്ടുള്ള ദേഷ്യത്തിലാണ്. പക്ഷേ എന്നാലും നമ്മുടെ കൺട്രോൾ ഗുരുവിൻ്റെ കയ്യിലാണ്. ഗുരു എവിടെ നിർത്തണം എന്ന് പറഞ്ഞാൽ നമ്മൾ അവിടെ നിർത്തും, അല്ലാതെ നമുക്ക് അതോടുകൂടി അത് തീരുകയും ചെയ്യും. പക്ഷേ എന്നാലും ഞാനും ചില പ്രശ്നങ്ങളൊക്കെ ഉണ്ടാക്കിയിട്ടുണ്ട്. ആ പ്രശ്നങ്ങളെ മാക്സിമം പെരുപ്പിച്ച ഒരു ഇഷ്യൂ ഒക്കെ ആക്കി ഞാൻ പല രീതിയിലൊക്കെ ആക്കിയിട്ടുണ്ട്. പക്ഷേ അവിടെയൊക്കെ നമ്മൾ അങ്ങനെ ആക്കിയിട്ട്, കാര്യം എനിക്ക് മാത്രം സഹിച്ചാൽ പോരല്ലോ, അത് പ്രവർത്തിച്ച ആളിന് ഒരു പരിവർത്തനം വരണമെന്നുള്ള അർത്ഥത്തിൽ ഞാൻ പിന്നെ ഇങ്ങനെ ചില പ്രവർത്തനങ്ങളൊക്കെ ഞാൻ പിൽക്കാലത്ത്, ആദ്യകാലത്ത് എല്ലാം സഹിച്ച് നിൽക്കുമായിരുന്നു, പിൽക്കാലത്ത് ഞാൻ ഇങ്ങനെ ചില പ്രവർത്തനങ്ങളൊക്കെ നടത്തിയിട്ടുണ്ട്. പക്ഷേ ഗുരുവിനോട് ചെന്ന് ഞാൻ പറഞ്ഞ് മാപ്പും പറയും. അതേസമയം ഗുരു എന്താണോ പറയുന്നത് അവിടെ വെച്ച് ഞാൻ നിർത്തും. പക്ഷേ ഞാൻ വിചാരിക്കും കുറച്ച് ഇങ്ങനെയുള്ള ഇൻസൾട്ടുകൾ ഉണ്ടാകണമല്ലോ, ഇങ്ങനെയുള്ള ചില വിഷമങ്ങളിലൂടെയൊക്കെ കടന്നു പോയാലല്ലേ ഒരു ആശ്രമ സ്വഭാവത്തിലൊരു പരിണാമം ഉണ്ടാകും. അപ്പോൾ ഇതാരും മനഃപൂർവ്വം ചെയ്യാൻ പാടില്ല, ഒരിക്കലും ചെയ്യാൻ പാടില്ല. ഞാൻ പറഞ്ഞ എൻ്റെ നേരെ വന്നു കഴിയുമ്പോൾ ഞാനത് തിരിച്ചു ഒന്ന് പ്രവർത്തിച്ച് നോക്കാറുണ്ടെന്നുള്ളതാണ്. അപ്പോൾ ഒരു ആശ്രമ സ്വഭാവത്തിൽ എങ്ങനെ പരിണമിക്കണം? നമ്മൾ ഇതേപോലുള്ള ഇൻസൾട്ടുകൾ, വിഷമങ്ങൾ, ത്യാഗങ്ങൾ, കഷ്ടപ്പാടുകൾ, ബുദ്ധിമുട്ടുകൾ, അപ്പോൾ ഇതെല്ലാം സത്യം പറഞ്ഞാൽ ഇത് ക്ലോസ് ആയിട്ടുള്ള ഒരു ശിഷ്യ സമൂഹത്തെക്കുറിച്ചാണ് ഞാൻ പറയുന്നത്. ഇപ്പോൾ എല്ലാവരും ബാക്കിയുള്ളവർ ഇത് കേട്ട് പേടിക്കാനല്ല, ഇത് വിശ്വാസ സ്വഭാവത്തിൽ ഇപ്പോൾ ഒരു ആരാധനാ മാർഗത്തിലൂടെ പോകണമെന്നുള്ളവർക്ക് ഇപ്പോൾ സംശുദ്ധമായ ഒരു ആരാധനാ മാർഗം എന്നുള്ള രീതിയിൽ തീർച്ചയായിട്ടും അവരുടെ ഇഷ്ടം പോലെ പ്രാർത്ഥിച്ചൊക്കെ പോകാം. ഇപ്പോൾ ജന്മജന്മാന്തരങ്ങൾ കൊണ്ട് എന്നായാലും ഒരു മനുഷ്യരൂപത്തിലുള്ള ഒരു ഗുരുവിലൂടെ മാത്രമേ ഈ സാക്ഷാത്കാര സ്വഭാവത്തിലേക്ക് പരിണമിക്കാൻ പറ്റൂ. അതങ്ങനെയാണ് അത് ഇന്ന് വരെ മനുഷ്യ ചരിത്രത്തിൽ ഈ ഗുരുമാർഗത്തിലൂടെ അല്ലാതെ ആർക്കും ഈ സാക്ഷാത്കാര സ്വഭാവത്തിലേക്ക് പരിണമിക്കാൻ കഴിഞ്ഞിട്ടില്ല. അത് ദൈവം വെച്ചേക്കുന്ന ഒരു വിധിയാണ്, ദൈവത്തിൻ്റെ ഒരു നീതിയാണ്. അപ്പോൾ ആ സാക്ഷാത്കാര സ്വഭാവത്തിലേക്ക് പരിണമിക്കണമെങ്കിൽ ഗുരു സ്വഭാവത്തിൽ വേണം. അതിൻ്റെ കാര്യങ്ങൾ ഞാൻ പറഞ്ഞു വരാം. അപ്പോൾ എന്തായാലും മനസ്സിൻ്റെ ഇപ്പോൾ ആരാധനാ സ്വഭാവത്തിൽ ചെയ്യണം എന്നുള്ളവർ ആരാധിക്കുക, പൊതുസമൂഹത്തിനൊക്കെ ആരാധിക്കാം, സാത്വികമായ അനുഭവങ്ങൾ ഉണ്ടാക്കാം, അല്ലെങ്കിൽ ജീവിതത്തിൻ്റെ സായുജ്യങ്ങളും സന്തോഷങ്ങളും നന്മകളും ഒക്കെ ഉണ്ടാക്കാനുള്ളൊരു വഴി തന്നെയാണ്, അതിലൊന്നും ഒരു സംശയമില്ല. പക്ഷേ ശിഷ്യ സമൂഹത്തെ സംബന്ധിച്ച് ഇങ്ങനെയൊക്കെയുള്ള ചില പരിണാമത്തിലൂടെ, മാനസികമായിട്ടുള്ള ഒരു പരിവർത്തനത്തിലൂടെ മനസ്സിനെ സമ്പൂർണ്ണമായിട്ടും തച്ചുടച്ച് വാർത്ത് ഒരു പുതിയ വ്യക്തിത്വമാക്കുന്ന ഒരു സ്ഥലമാണ് ആശ്രമം. അപ്പോൾ ഇവിടെ ഇതിനെ മനസ്സിലാക്കാതെ കുറേ പേര് ചില ഇൻസൾട്ടുകൾ, പ്രശ്നങ്ങൾ, പ്രോബ്ലംസ് ഒക്കെ ഇങ്ങനെ പെരുപ്പിച്ച് കാണിച്ച് ഓടിപ്പോയിട്ട് മാറി നിന്നൊക്കെ ഇങ്ങനെ പറയുകയാണ്. അതൊരു വിഷയം. ഇനിയിപ്പോൾ ശിഷ്യപൂജയുടെ ഒരു പരിണാമം ഗുരുവിൻ്റെ മനസ്സിൻ്റെ തലത്തിൽ ഒന്നായതും പിന്നെ ആത്മതലത്തിൽ ഒന്നാവുന്ന ഈ അവസ്ഥാ പൂർത്തീകരണത്തെക്കുറിച്ച് ഞാൻ സംസാരിച്ചു. അപ്പോൾ ഈ അവസ്ഥാ പൂർത്തീകരണത്തിൽ എന്താണ് സംഭവിച്ചത്? ഇപ്പോൾ ശിഷ്യപൂജയെക്കുറിച്ചൊക്കെ ഇവർ പറയുമ്പോൾ ഇവർ സംസാരിക്കുമ്പോൾ ഇങ്ങനെ എന്തോ ദർശനങ്ങൾ ഉണ്ടാവുന്നുണ്ട്, ദർശനങ്ങൾ ഇങ്ങനെ ഉറക്കം തൂങ്ങിയൊക്കെ ഇരിക്കുമ്പോൾ ദർശനങ്ങൾ. അപ്പോൾ ഇങ്ങനെ ഒരു ഇത്രയും വലിയൊരു ആശ്രമം, ഇത്രയും വലിയ ആധ്യാത്മിക ഒരു കേന്ദ്രത്തിൽ വന്നിട്ട് ഇങ്ങനെ ഉറക്കം തൂങ്ങിയ ദർശനത്തിലാണോ അതിനെ നിയന്ത്രിക്കേണ്ടത്? നമ്മളെ സംബന്ധിച്ച് ദർശനം എന്ന് പറയുമ്പോൾ പല രീതിയിൽ, ഇപ്പോൾ സ്വപ്ന ദർശനങ്ങളൊക്കെ ഉറക്കം തൂങ്ങി, അതിനുശേഷം ഈ ഭ്രൂമധ്യത്തിൽ പ്രകാശം, ബോധം ഉണർന്നു കഴിയുമ്പോൾ നമുക്ക് മാംസ കണ്ണുകൊണ്ട് പുറത്ത് കാണുന്നതിനേക്കാൾ വ്യക്തമായ ആന്തരികമായിട്ടുള്ള അകത്ത കണ്ണ് തുറന്നു കഴിയുമ്പോൾ വളരെ വ്യക്തമായിട്ട് കാര്യങ്ങൾ കാണാനും ചോദിച്ചറിയാനും, അതിനുശേഷം അതും കഴിഞ്ഞ് ആത്മബോധം പരമബോധമായിട്ട് ഒന്നാകുന്ന ഒരു തലത്തിലേക്കൊക്കെ ഉള്ള ഒരു പരിണാമം വന്ന ഒരു വ്യക്തിയുടെ സമൂലമായ പരിവർത്തനം, ബോധവികാസം, ആധ്യാത്മിക രംഗത്ത് വരുമ്പോൾ ഒരു ബുദ്ധനായി ആത്മസാക്ഷാത്കാരം നേടി ബ്രഹ്മസാക്ഷാത്കാരം നേടുന്ന ഒരു ട്രാൻസ്ഫോർമേഷൻ ഈ വ്യക്തികളിൽ സംഭവിക്കുന്നു എന്നുള്ളത് ഈ കൂട്ടർ സമ്മതിക്കുന്നില്ല എന്നുള്ളതാണ് ഈ പരാതി പറയുന്നവർ. അതും നമ്മുടെ ഗുരുപരമ്പരയിലെ ഒരു വ്യക്തിയിൽ, നമ്മുടെ തന്നെ ഗുരു വളർത്തിക്കൊണ്ടുവന്ന ഒരു ശിഷ്യൻ ആ രീതിയിൽ പരിണമിച്ചു എന്ന് പറയുന്നത് നമ്മുടെ അഭിമാനമാണ്. മനുഷ്യരാശിയിൽ അടുത്ത തലമുറയിലേക്ക് വേണ്ട ഒരു ശിഷ്യൻ ഈ രീതിയിൽ ബോധ പരിണാമം വന്ന് സമ്പൂർണമായ സാക്ഷാത്കാരം നേടി ഈ പരമ്പരയെ ഗുരുസ്ഥാനത്തെ നയിച്ചുകൊണ്ട് പോകാൻ പ്രാപ്തമായി എന്നുള്ളത് നമ്മുടെ അഭിമാനമാണ്. നമ്മുടെ പരമ്പരയുടെ അഭിമാനമായിട്ടുള്ള ഒരു കാര്യത്തെ എടുത്തു വെച്ച് പരിഹസിക്കുക. ഇനി എത്രയോ ബുദ്ധന്മാരും എത്രയോ മഹാഗുരുക്കന്മാരും ഉണ്ടാകേണ്ട ഒരു പരമ്പരയാണിത്. അപ്പോൾ ഈ രീതിയിലൊന്നുമുള്ള ആധ്യാത്മിക പരിണാമത്തെക്കുറിച്ച് അവർക്ക് മനസ്സിലാവില്ല. ദർശനം ഈ ഉറക്കം തൂങ്ങിയുള്ള ദർശനത്തെക്കുറിച്ച് പറയുന്നു.
അപ്പം ഇതെന്തുകൊണ്ടാണ്, എങ്ങനെയാണ് ഇങ്ങനെയുള്ളൊരു പരിണാമം ഉണ്ടാകുന്നതെന്ന് പറയുന്നത്, ഞാനിത് വ്യക്തമായിട്ട് പറയുന്നത് എനിക്ക് അങ്ങനെ ഒരു അനുഭവം വന്നതുകൊണ്ടാണ്. അപ്പോൾ എൻ്റെ അനുഭവം പറയുമ്പോൾ എനിക്ക് എന്തെങ്കിലും പ്രത്യേകത ഉണ്ടെന്നോ അല്ലെങ്കിൽ എൻ്റെ ആ രീതിയിലല്ല ഞാനിത് സംസാരിക്കുന്നത്. ഞാൻ ഈ അനുഭവത്തെക്കുറിച്ച് പറയാതിരിക്കാൻ പറ്റുന്നില്ല. കാരണം നമ്മൾ ഇങ്ങനെ പറഞ്ഞാൽ മാത്രമേ ഇത് വിശദീകരിക്കാൻ പറ്റൂ. ഇപ്പോൾ ഞാൻ ഇതേപോലുള്ള അനുഭവങ്ങൾ വെച്ചിട്ട് സംസാരിക്കുന്ന വ്യക്തിയോ അല്ലെങ്കിൽ അങ്ങനെ ജീവിക്കുന്നു. ഇപ്പോൾ ഞാൻ വളരെ നോർമലായിട്ടുള്ളൊരു ജീവിതമാണ് നയിക്കുന്നത്. ഇപ്പോൾ വളരെ സിമ്പിളായിട്ട് എൻ്റെ ഒരു വസ്ത്രധാരണത്തിലോ ഒന്നും ഞാനൊരു ആത്മീയനായ വ്യക്തിയാണെന്നോ പുറമേക്ക് ഒന്നും കാണിക്കാറില്ല. ഞാൻ വളരെ സിമ്പിളായിട്ട് നോർമലായിട്ട് ജീവിതം, നോർമലായിട്ടുള്ള സാഹചര്യങ്ങളിൽ ഞാൻ ഇത്രയും നോർമലായിട്ട് പെരുമാറുന്ന പോലെ എത്രത്തോളം ഈ റിലേഷൻഷിപ്പിലും മറ്റ് സാഹചര്യങ്ങളിലും ആൾക്കാർ അതിനെ ഹാൻഡിൽ ചെയ്യുന്നുണ്ടെന്നുള്ളത് എൻ്റെ അടുത്തുള്ളവരിൽ ഞാൻ അധികം കണ്ടിട്ടില്ല. അപ്പം ഞാൻ അത്രമാത്രം വളരെ നോർമലായിട്ട് പെരുമാറുന്ന ഒരു വ്യക്തിയാണ്. ഞാൻ ഒരിക്കലും അതിഭാവുത്വങ്ങളോ ദർശനങ്ങളോ മറ്റ് സൂപ്പർസ്റ്റിഷ്യസ് ആയിട്ടുള്ള അനുഭവങ്ങളോ കുഴച്ച് ഈ സൈക്കോളജിക്കൽ പ്രോബ്ലം പോലെ കൺട്രോൾ ഇല്ലാതെ എന്തെങ്കിലും ഭ്രാന്ത് പറയുന്ന ഒരു വ്യക്തിയോ അങ്ങനെയൊന്നും അല്ല. പക്ഷേ എന്നാൽ ഈ ഒരു മനുഷ്യൻ എന്താണ്, കാര്യം മനുഷ്യൻ ഇങ്ങനെ ജനിച്ച് വളർന്നു വരുന്ന ഈ മനുഷ്യൻ എന്താണ്, ഈ സത്യം എന്താണ്, മനുഷ്യൻ്റെ ഒരു പൊരുൾ എന്താണ്, മനസ്സൊടുങ്ങിയാൽ എന്ത് സംഭവിക്കും, ഈ ട്രൂത്ത്, സത്യം, പരമസത്യം എന്നൊക്കെ പറയുന്ന ഒരു രഹസ്യം എന്താണ്, ഇതൊക്കെ അറിയാനൊരു ആഗ്രഹം ഉണ്ടായിരുന്നുകൊണ്ട് നമ്മളിങ്ങനെ ഇതിനുവേണ്ടി മാത്രം കുറേ കാലമൊക്കെ പരിശ്രമിച്ച് പ്രവർത്തിച്ച് കർമ്മിച്ച് നമ്മളിങ്ങനെ ജീവിച്ചു വന്നപ്പോൾ ഇതിനെ വളരെ ശാസ്ത്രീയമായിട്ടും ഒരു ആത്മീയമായിട്ടും ധ്യാന സ്വഭാവത്തിലും ഒക്കെ ഇതെന്താണ് ഈ ഒരു പ്രഹേളിക, എന്താണ് മനുഷ്യന് ശാന്തി ഇല്ലാത്തത്, എങ്ങനെയാണ് ഈ ആത്മീയ പരിണാമം, എങ്ങനെയാണ് ഈ ജീവനും പരമാത്മാവും അല്ലെങ്കിൽ ഇങ്ങനെ ഈ വാക്കുകളിലൂടെ നമ്മൾ ഈ പഠിച്ചു വെച്ചേക്കുന്ന ഇതിൻ്റെയൊക്കെ ഒരു അർത്ഥം എന്താണെന്നൊക്കെ അറിയാനുള്ള ഒരു ക്യൂരിയോസിറ്റിയുടെ ഭാഗത്ത് ജീവിച്ച ഒരു വ്യക്തിയാണ് ഞാൻ. അപ്പോൾ അങ്ങനെ വന്നപ്പോൾ ഒരു സുപ്രഭാതത്തിൽ ഈ ശിഷ്യഭൂതയെ അന്നത്തെ കാലത്ത് രാവിലെ ഞാനിങ്ങനെ കാണാനായിട്ട് ചെല്ലുമ്പോൾ ശിഷ്യഭൂത ആഹാരം കഴിക്കുന്നു. അപ്പോൾ ഒരപ്പം ഇങ്ങനെ കുറച്ച് കഴിച്ചിട്ട് എനിക്കെടുത്ത് തന്നിട്ട് പറഞ്ഞു, നീ കഴിക്ക് എന്ന് പറഞ്ഞിട്ട് ഇങ്ങനെ വളരെ സ്നേഹത്തോടെ എന്നെ ഇങ്ങനെ നോക്കിക്കൊണ്ടിരിക്കുന്നു. അപ്പം ഞാനിങ്ങനെ കുറച്ച് നേരം കഴിച്ച് തീരാറായപ്പോഴത്തേക്ക് മതി നിർത്ത്, ഇനി അങ്ങ് അമ്മയ്ക്ക് കൊടുക്കൂ എന്ന് പറഞ്ഞു. അപ്പോൾ ആ രീതിയിൽ അങ്ങനെ ഒരു കാര്യം നടന്നു. ഞാൻ വീട്ടിൽ വരുന്നു, ഇങ്ങനെ ധ്യാനിക്കുന്ന സമയത്ത് പെട്ടെന്ന് നമ്മുടെ ഈ ഒരു കോസ്മിക് തലത്തിലേക്കൊക്കെ ഇങ്ങനെ ജീവൻ ഇങ്ങനെ എന്തോ ഉരുണ്ടു കൂടുന്ന പോലെ ഈ പ്രപഞ്ചം മൊത്തം, അപ്പോൾ ഇങ്ങനെയൊക്കെ ഉള്ള ഒരു തലത്തിലെത്തുകയും അപ്പോൾ നമ്മുടെ ഇന്ന് വരെയുള്ള നമ്മുടെ പേഴ്സണാലിറ്റി, അതായത് നമ്മുടെ ഒരു മനസ്സുണ്ടല്ലോ, നമ്മുടെ ആ മനസ്സും നമ്മുടെ മെമ്മറീസും അങ്ങനെയുള്ള ആ ശരീര മനസ്സാകുന്ന വ്യക്തിത്വത്തിൽ നിന്ന് സ്വതന്ത്രമായി, നമ്മുടെ ബോധം സ്വതന്ത്രമായി, അങ്ങനെ സ്വതന്ത്രമായി ഈ കോസ്മിക് തലത്തിലേക്കൊക്കെ വന്ന് അപ്പോഴത്തേക്ക് നമ്മളിങ്ങനെ ഓരോ സന്നിധാനങ്ങൾ, ഇങ്ങനെ ഈശ്വര സന്നിധാനം ഇങ്ങനെയൊക്കെ കേൾക്കുന്നു. അപ്പോൾ ഈ ഒരു അശരീരി പോലെ ഓരോ സന്നിധാനങ്ങൾ എന്താണ്, അതിൻ്റെ ഇതെല്ലാം പറഞ്ഞറിയിക്കാൻ പറ്റാത്ത ഒരവസ്ഥയും, ഇനി അങ്ങോട്ട് പോയാൽ ഈ ശരീരത്തിലേക്ക് തിരിച്ചു വരാൻ പറ്റില്ല എന്നൊരു അശരീരികയൊക്കെ ഞാനിങ്ങനെ കണ്ണു തുറന്ന് നോക്കുക. അപ്പോൾ ഇത് നമുക്ക് ഒരു ഗ്ലിംസ് ആയിട്ട് കുറച്ച് നേരത്തേക്ക് നമ്മളിത് മനസ്സിലാക്കാനും എക്സ്പ്ലെയിൻ ചെയ്യാനും എന്നോണം ഗുരുക്കന്മാർ പകർന്നു തന്നാണ്, സ്വന്തം ഒരു അനുഭവം ഗുരു എനിക്ക് പകർന്നു തന്നാണ്. അപ്പോൾ ഇങ്ങനെ പകർന്നു തന്നപ്പോൾ നമുക്ക് അടുത്ത തലത്തിലേക്ക് പോയാൽ എന്ത് സംഭവിക്കും, അതാണ് ഈ ബ്രഹ്മസന്നിധാനം ആ ഒരു 7th സ്റ്റേജൊക്കെ കഴിഞ്ഞുള്ള ഒരു സ്റ്റേജിലേക്ക് നമ്മൾ പോയാൽ നമ്മുടെ ബോഡിയുടെ പർപ്പസ് കഴിഞ്ഞു. ആ ബോഡിയുടെ പർപ്പസ് കഴിഞ്ഞാൽ പിന്നെ തിരിച്ചു വരാൻ പറ്റില്ല. അല്ലെങ്കിൽ തിരിച്ചു വരുമ്പോൾ ചിലരെ സംബന്ധിച്ച് ബോധം ഇല്ലാതായി പോകും. അവധൂതന്മാർ, ചിലർ പ്രാന്തന്മാരെ പോലെ ഒരിക്കലും അവർക്ക് ബോഡി കോൺഷ്യസ്നസ് കിട്ടില്ല. അവരിങ്ങനെ അലഞ്ഞ് നടക്കും, എന്തോ വേറൊരു കോൺഷ്യസ്നെസ്സിലായി പോകും. അപ്പോൾ ഇങ്ങനത്തെ ഒരു അവസ്ഥയുണ്ട്. ചിലരെ സംബന്ധിച്ച് ബോഡി ശിഥിലമായി പോകും, പിന്നെ ബോധം ഇതിലേക്ക് തിരിച്ചു വരില്ല. അപ്പോൾ ഇങ്ങനത്തെ ഒരു സാഹചര്യത്തിൽ നമ്മൾ ആ അപ്പുറത്തെ വശത്തൊന്നും പോയില്ലെങ്കിലും നമുക്കില്ല സമുദ്രത്തിൻ്റെ തീരത്ത് നിന്ന് സമുദ്രത്തെ കാണാൻ കഴിഞ്ഞാൽ ആ സമുദ്രത്തിൽ മുങ്ങിത്താഴുന്നില്ലെങ്കിലും നമുക്ക് അതിനെക്കുറിച്ച് ഏകദേശം ഒരു ഐഡിയ കിട്ടും. അപ്പോൾ ഈ ജീവൻ ഇങ്ങനെ ഈ മനസ്സിൻ്റെ മെമ്മറീസിൽ നിന്ന് സ്വതന്ത്രമായി ജീവബോധത്തിൽ വരികയും ഈ ജീവബോധം ആ സമുദ്രം പോലുള്ള ആ അത്രയും വലിയ ഡിവൈനായിട്ടുള്ള ഒരു തലത്തിലേക്കൊക്കെ പോകുമ്പോൾ എന്ത് സംഭവിക്കുന്നു, ഇതിനെ എങ്ങനെയാണ് കൊണ്ടുപോകേണ്ടെന്നും ഈ ഒരു മനസ്സിൽ നിന്ന് എങ്ങനെ ഒരു കർമ്മഗതിയിൽ നിന്ന് ഒരു ഗുരു മോചിപ്പിക്കുന്നെന്നും ഇതെങ്ങനെ പരിണമിക്കുന്നു എന്നൊക്കെ എനിക്കങ്ങനെ മനസ്സിലായതുകൊണ്ടാണ് എനിക്ക് ഈ അവസ്ഥാപൂർത്തീകരണത്തെക്കുറിച്ചും അല്ലെങ്കിൽ ഇതുപോലുള്ള കാര്യങ്ങളെക്കുറിച്ചൊക്കെ എനിക്ക് വിശദീകരിക്കാൻ പറ്റുന്നത്. അപ്പോൾ ഇതൊന്നും നമ്മൾ ഈ പറയുന്ന പോലെ ഒരു സൂപ്പർസ്റ്റിഷ്യസ് ആയിട്ട് നിത്യവും പറഞ്ഞുകൊണ്ട് കിടക്കുക, അല്ലെങ്കിൽ ഇത് ഭ്രാന്ത് പിടിച്ച് ഇതിനെക്കുറിച്ച് ചിന്തിച്ചുകൊണ്ട് കിടക്കുക ഒന്നുമല്ല. ഇതൊക്കെ നമ്മൾ തള്ളിക്കളഞ്ഞിട്ട് നമ്മുടെ നിത്യജീവിതം നമ്മൾ വളരെ നോർമലായിട്ട് പക്ക പ്രാക്ടിക്കലായിട്ട് ജീവിക്കുക. എന്നാൽ ഇത് ഇങ്ങനെ ചില കാര്യങ്ങൾ, രഹസ്യങ്ങൾ മനുഷ്യൻ്റെ അന്തരംഗങ്ങളിൽ ഒളിഞ്ഞിരിക്കുന്നു എന്ന് അറിയേണ്ട ആവശ്യമുണ്ട്. അപ്പോൾ എന്തു പറ്റി,
ഇപ്പോൾ ശിഷ്യഭൂതയുടെ ട്രാൻസ്ഫോർമേഷൻ സംഭവിക്കുമ്പോൾ ഈ 6ാമത്തെ അവസ്ഥ മുതൽ 7ാമത്തെ അവസ്ഥ വരെയൊക്കെയുള്ള അതിൻ്റെ ഒരു ട്രാൻസ്ഫോർമേഷനിലാണ് പലർക്കും ഇങ്ങനെയൊക്കെയുള്ള ചില ബുദ്ധിമുട്ടുകളിലൂടെ, അത് നമ്മുടെ ആശ്രമത്തിൽ മാത്രമല്ല അനേക ഗുരുക്കന്മാർ ഇതേപോലുള്ള ബുദ്ധിമുട്ടുകളിലൂടെ കടന്നു പോയിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു തലം കഴിയുമ്പോഴാണ് ഈ ബുദ്ധിമുട്ടുകളിലൂടെ കടന്നു പോയത്. അതിനുശേഷം അവസ്ഥാപൂർത്തീകരണത്തിലേക്ക് എത്തുമ്പോഴല്ല, ഈ ഒരു ബാരിയർ കടക്കുമ്പോഴാണ് ശിഷ്യഭൂതയ്ക്ക് ഇത്രയും വലിയ ബുദ്ധിമുട്ടിലൂടെ കടന്നുപോയത്. അപ്പോൾ ഇതിനെ അവസ്ഥാപൂർത്തീകരണം എന്ന നാടകം എന്നൊക്കെ പറഞ്ഞ് അവർ കളിയാക്കി ഉണ്ടായി. അപ്പോൾ ഗുരുവിന് എന്തുകൊണ്ടുണ്ടായില്ല എന്നൊക്കെ ചോദിക്കുന്നു. അപ്പോൾ ഗുരുവിനോടൊപ്പം സഞ്ചരിക്കുമ്പോൾ ഈ ഗുരുവിന് ഒരു സമയത്ത് ഇങ്ങനെ ലോകം മൊത്തം ഉരുണ്ടുകൂടുന്നത് പോലെ, പ്രപഞ്ചം മൊത്തം ഉരുണ്ടുകൂടുന്നത് പോലെ വന്നു, ബോധം പോയി, പിന്നെ വണ്ടി വരുന്നു, മാറാൻ കഴിയുന്നില്ല എന്നൊക്കെ പറഞ്ഞ് ഗുരുവിനെ 41 ദിവസം എത്രയോ ദിവസം പിന്നെ മറ്റ് ശിഷ്യന്മാർ നോക്കാൻ ഗുരു ഏൽപ്പിച്ചു. അങ്ങനെ ഗുരുവിന് ഇതേപോലത്തെ ചില അവസ്ഥാ പൂർത്തീകരണങ്ങൾ സംഭവിച്ചതും പിന്നീട് ഗുരുവിന് ശരീരത്തിലൊക്കെ ഉണ്ടായ മാറ്റങ്ങളും ബുദ്ധിമുട്ടുകളും ഒക്കെ ഈ പരമ്പര കണ്ടിട്ടുള്ളതാണ്. അപ്പോൾ ഗുരുവിന് എന്തുകൊണ്ട് വന്നില്ലെന്നൊക്കെയാണ് അവർ ചോദിക്കുന്നത്. അപ്പോൾ ഗുരു ഇതുപോലുള്ള പല ബുദ്ധിമുട്ടിൻ്റെ ഘട്ടത്തിലൂടെ കടന്നു പോയിട്ടുണ്ട്. എന്നാൽ ഗുരുവിൻ്റെ ശരീരത്തെക്കുറിച്ച് ചിന്തിക്കുമ്പോൾ ഗുരുവിൻ്റെ ശരീരം ഒരു പൂർണ്ണത പ്രാപിച്ച ഒരു ശരീരമാണ്. ഗുരുവിൻ്റെ ശരീരം ഒരു പ്രത്യേക സങ്കല്പത്തിൽ ഗുരുക്കന്മാർ പോലും ഗുരുവിൻ്റെ ജന്മവുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള അനേക ഗുരുക്കന്മാരും ഈ ശ്രീകൃഷ്ണ പരമാത്മാവും ഒക്കെ ഇതുമായിട്ടൊക്കെ ബന്ധപ്പെട്ടിട്ടുള്ള ഒരു പ്രത്യേക ശരീരത്തിൻ്റെ രൂപകൽപ്പനയാണ് ഗുരുവിൻ്റെ ശരീരം. അപ്പോൾ ആ ഗുരുവിൻ്റെ ശരീരം ഇതുപോലുള്ള അവസ്ഥകളെല്ലാം കടക്കാനായിട്ടുള്ള പൂർണ്ണമായും സജ്ജമാണ്. അപ്പോൾ ആ ശരീരത്തിൻ്റെ പ്രോസസ്സ് അങ്ങനെ, എന്നിട്ട് പോലും അതിന് ഉണ്ടായ ബുദ്ധിമുട്ടുകളെക്കുറിച്ച് നമ്മൾ കേട്ടിട്ടുണ്ട്. അപ്പോൾ ഈ നാഡികളും ഈ ശരീരത്തിൻ്റെ സംശുദ്ധമായ ഒരു പ്രോസസ്സിലൂടെ തടസ്സങ്ങളൊന്നും ഇല്ലാതാകുമ്പോഴാണ് ഇത് ബുദ്ധിമുട്ടുകൾ ഇല്ലാതെ ഉണ്ടാകുന്നത്. അനേക ജന്മങ്ങളായിട്ട് പരിണമിച്ചു വരുന്ന ഈ അവസ്ഥകളൊക്കെ കടന്ന ഗുരുക്കന്മാർക്കാണ് ഇങ്ങനെയുള്ള ഒരു ശരീരം ലഭിക്കുന്നത്. അപ്പോൾ ശിഷ്യഭൂതയെ സംബന്ധിച്ച് പറയുമ്പോൾ വളരെ ആരോഗ്യം കുറഞ്ഞ ഒരു ശരീരമായിരുന്നു. കൂടാതെ ഇത്രയും വലിയ ഊർജ്ജങ്ങളൊക്കെ കടന്നു പോകുമ്പോൾ ആരോഗ്യം കുറഞ്ഞ ശരീരം മാത്രമല്ല, ഒരു സ്ത്രീ ശരീരത്തിൽ ഇരുന്നുകൊണ്ട് ഒരു ജീവൻ ഈ 7 അവസ്ഥ കടന്നുപോയ ഒരു സാഹചര്യം, ഈ 7 അവസ്ഥ വരെ എത്തിയ സാഹചര്യങ്ങൾ വളരെ റെയറായിട്ടുണ്ടെങ്കിൽ 7 അവസ്ഥ കടന്ന ഒരു സാഹചര്യങ്ങൾ മനുഷ്യരാശിയിൽ ഇല്ല എന്നാണ് പറയുന്നത്. സ്ത്രീ ശരീരത്തിൽ ഇരുന്നുകൊണ്ട് ഒരു ജീവൻ അത് കടന്നിട്ടില്ല. അപ്പോൾ അങ്ങനെ ഒരു വലിയ ഒരു പ്രോസസ്സിലൂടെ കടക്കുമ്പോൾ ഈ ശരീരത്തിൽ ഉണ്ടായിരിക്കുന്ന ഈ ട്രാൻസ്ഫോർമേഷൻ, ഇപ്പോൾ തന്നെ ജിദ്ദു കൃഷ്ണമൂർത്തിക്ക് ഇങ്ങനെ ഒരു ട്രാൻസ്ഫോർമേഷൻ നടക്കുന്ന സമയത്ത് അദ്ദേഹത്തിന് അതൊരു പ്രോസസ്സ് എന്നും പറഞ്ഞാണ് അവരുടെ പരമ്പര അത് രേഖപ്പെടുത്തിയിരിക്കുന്നത്. അപ്പോൾ അദ്ദേഹത്തിനെ അന്ന് ആ സമയത്ത് സംരക്ഷിക്കാൻ ഒരു സ്ത്രീയാണ് ഏൽപ്പിച്ചത്. അതായത് അദ്ദേഹത്തിൻ്റെ സഹോദര തുല്യനായ ഒരു വ്യക്തിയുടെ ഭാര്യ എത്രയോ ദിവസങ്ങൾ അദ്ദേഹത്തെ സംരക്ഷിച്ച ഒരു സ്ത്രീയാണ്. ശ്രീരാമകൃഷ്ണ പരമഹംസനെ മറ്റൊരു സ്ത്രീയാണ് ഈ സാഹചര്യത്തിൽ ശുശ്രൂഷിച്ചത്. അതുപോലെ തന്നെ മെഹർ ബാബയെ സംബന്ധിച്ചും ഇതുപോലെയൊക്കെയുള്ള അവസ്ഥകൾ കടന്നു പോകുമ്പോൾ വളരെ ബുദ്ധിമുട്ടിയതായിട്ട് നമ്മൾ പറയുന്നുണ്ട്. അപ്പോൾ ഇവിടെ ശിഷ്യഭൂതയെ സംബന്ധിച്ച് അന്നേരത്തെ കുറച്ച് പുരുഷ സന്യാസിമാരും മറ്റുള്ളവരൊക്കെ ശുശ്രൂഷിക്കുന്ന ആ ഒരു സാഹചര്യത്തിൽ ഒരു സ്ത്രീയുടെ വിരലിൽ പോലും തൊട്ടുകൂടാന്നൊക്കെയാണ് ഗുരു പറഞ്ഞതെന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഇവർ സംസാരിക്കുന്നത്. അപ്പോൾ ഇവിടെ ഈ ഒരു സ്ത്രീ എന്നൊക്കെ പറയുമ്പോൾ ഒരു പെൺകുട്ടി അല്ലെങ്കിൽ ഒരു സന്യാസിനി അല്ലെങ്കിൽ ഒരു ബ്രഹ്മചാരിണി എന്നൊക്കെ പറയുന്ന ഒരു അവസ്ഥയിൽ നിന്നൊക്കെ മാറി ഒരു ഉയർന്ന സന്യാസി ഇത്രയും വലിയ അവസ്ഥാപൂർത്തീകരണത്തിലൊക്കെ എത്തുന്ന സാഹചര്യത്തിലുള്ള കാര്യങ്ങളൊന്നും ഗുരു പബ്ലിക്കായിട്ടൊന്നും ആരോടും പറഞ്ഞിട്ടില്ല. അപ്പം ഈ പൊതുജനങ്ങളോട് പറഞ്ഞ കാര്യം വെച്ചിട്ടാണ് അവർ വിലയിരുത്തുന്നത്. അപ്പോൾ ഈ കുഞ്ഞിനെക്കുറിച്ച് ഈ ആത്മസാക്ഷാത്കാരം നേടുമ്പോഴാണ്, 4ാമത്തെ അവസ്ഥയിൽ നേടുമ്പോഴാണ് ഒരു ജീവബോധത്തിലെത്തുന്നത്. അപ്പോൾ ആ ജീവബോധത്തിലെത്തി ഈ കുഞ്ഞിനോട് വർഷങ്ങൾക്ക് മുമ്പ് ഗുരു ബാലാമണി അമ്മയോട് പറഞ്ഞു, ഈ കുഞ്ഞ് ആണോ പെണ്ണോ, ഇത് അമ്മയുടെക്കാളും പ്രായമുള്ള വളരെ ഏൻഷ്യൻ്റായുള്ളൊരു ജീവൻ എന്നാണ് ഗുരു സംബോധന ചെയ്തത്. ഇത് ആണും പെണ്ണുമായിട്ടുള്ളൊരു ശരീരമായിട്ടല്ല, ഇതൊരു പഴക്കം ചെന്ന ജീവൻ എന്നാണ് ഗുരു ശിഷ്യഭൂത അന്നേ ഒരു ജീവബോധത്തിലെത്തിയ വ്യക്തിയാണ്. അപ്പോൾ ഈ പെണ്ണ് ആണ് എന്നുള്ള ശരീരബോധത്തിൽ താതാത്മ്യം പ്രാപിച്ച് നിൽക്കുന്ന വ്യക്തികളെ കുറിച്ച് സംസാരിക്കുന്ന പോലെ ഒരു ഗുരുവിനെ കുറിച്ച് സംസാരിക്കാൻ പാടില്ല. ഉയർന്ന വ്യക്തിത്വങ്ങളെക്കുറിച്ച് അങ്ങനെ നമ്മൾ സംസാരിക്കാൻ പാടില്ല. ഇപ്പോൾ എൻ്റെ അമ്മ പറഞ്ഞിട്ടുണ്ട്, ഗുരുവിൻ്റെ അന്നത്തെ കാലത്ത് ഒരു പ്രശസ്തനായ ഒരു വ്യക്തി ഒരു സ്ത്രീ വന്ന് ഗുരുവിൻ്റെ മുട്ടുകളിൽ ഇങ്ങനെ നമസ്കരിക്കുന്നത് കണ്ടപ്പോൾ അതൊരു വൃത്തികെട്ട ഒരു കാര്യമായിട്ട് കണ്ടിട്ട് ആശ്രമം വിട്ടുപോയി. അതായത് ഗുരുക്കന്മാരെ ഇങ്ങനെ തെറ്റിദ്ധരിക്കുന്ന, സ്ത്രീ പുരുഷ ഭേദമൊക്കെ കടന്നുപോയ ഗുരുക്കന്മാരെ ഇങ്ങനെ തെറ്റിദ്ധരിക്കുന്ന സ്വഭാവത്തിലാണ് മനുഷ്യരിങ്ങനെ ചിന്തിക്കുന്നത്. അപ്പോൾ ഇവിടെ എന്താണ് ഈ ജീവബോധം ഈ പരമബോധത്തിലേക്ക് പോകുമ്പോൾ ഈ തെറ്റി പോവുകയാണ്. ബോധം ഇങ്ങനെ ശരീരത്തിൽ നിന്ന് വിട്ട് പോകുന്ന ഒരു സാഹചര്യത്തിൽ ഇതിനെ പിടിച്ചു വെക്കാൻ ഈ ശരീരത്തിൻ്റെ ഓപ്പോസിറ്റായിട്ടുള്ള പൊളാരിറ്റിയിലുള്ള ചിലപ്പോൾ പുരുഷന്മാർ ചിലപ്പോൾ ശുശ്രൂഷിക്കുമ്പോൾ അല്ലെങ്കിൽ എന്താണ് അതിൻ്റെ സാഹചര്യം, ഇതൊക്കെ ഒരു കെമിസ്ട്രി പോലെയാണ്.
ഇവിടെ ഒരു സയൻസാണ് നടക്കുന്നത്. അല്ലാതെ ഇവിടെ ഈ ഇത്രയും വലിയ ഇതിനകത്ത് ഈ വൃത്തികേടും അല്ലെങ്കിൽ മറ്റു രീതിയിലുള്ള ഇമോഷനുകൾ ചിന്തിക്കാനുള്ള ഒരു സാഹചര്യമല്ല. ബോധം ഇങ്ങനെ തെറ്റിപ്പോവുകയാണ്. ഈ മനുഷ്യബോധത്തിൽ നിന്ന് അല്ലെങ്കിൽ മനുഷ്യൻ്റെ ഈ 3 ഡയമെൻഷണൽ ബോധത്തിൽ നിന്നൊക്കെ തെറ്റി ബോധം ആ പ്രപഞ്ച ബോധത്തിലേക്കൊക്കെ മേർജ് ചെയ്യുന്ന വലിയൊരു ചലഞ്ച് ഇങ്ങനെ നടക്കുമ്പോൾ അവിടെ അതിനെ വൃത്തികേടായിട്ടൊക്കെ വ്യാഖ്യാനിക്കുക. ഇപ്പോൾ ഗുരുവിൻ്റെ തന്നെ ഒരു അവസ്ഥയിൽ ഗുരു ഇങ്ങനെ വിവാഹം കഴിക്കില്ല എന്ന് പറഞ്ഞപ്പോൾ ഗുരുവിൻ്റെ ഗുരു പറഞ്ഞു, എന്നാൽ പിന്നെ ഒരു വേശ്യയുടെ ആ ഒരു പൂജ സ്വീകരിക്കണം എന്നൊക്കെ പറഞ്ഞതും അദ്ദേഹം ആശ്രമത്തിൽ ഇങ്ങനെ ഒരു സ്ത്രീ വന്നപ്പോൾ ഗുരുവിനെ ഒരുപാട് പേര് ചീത്ത പറഞ്ഞതും അല്ലെങ്കിൽ ഇതേപോലുള്ള സ്ത്രീയുടെ ഭർത്താവും കൂടെ ഭർത്താവും കൂടെ വന്നു. അവരയാളും ആ സ്ത്രീയും ആ സ്ത്രീയുടെ ഭർത്താവും ഒരുമിച്ച് അവരോട് സംസാരിച്ച് തന്നെ വന്ന് ചെയ്യണത്. അപ്പൊ ഇങ്ങനെയൊക്കെ ചീത്തപ്പേരുകളൊക്കെ പറഞ്ഞ്, അതായത് ഈ വ്യക്തിയുടെ വ്യക്തിബോധം ഇല്ലാതാവണം. ഈ വ്യക്തികളെ ഇങ്ങനെ ചീത്ത പറഞ്ഞും അല്ലെങ്കിൽ അധിക്ഷേപിക്കുന്നതൊക്കെ നല്ലതാണ്. ഈ അവസ്ഥയിൽ ഈ വ്യക്തിയുടെ ഐഡന്റിറ്റിയൊക്കെ സകലതും പോയി ആ പരമബോധവുമായിട്ട് ഒന്നാകാനായിട്ടുള്ള ചില പ്രോസസ്സുകളാണ്. അപ്പോൾ ഇതുപോലുള്ള സാഹചര്യങ്ങളിലൊക്കെ എന്ത് സംസാരിക്കണം, എങ്ങനെ ഇതുപോലുള്ള കാര്യങ്ങളെ മനസ്സിലാക്കണമെന്നൊന്നും അറിയാതെ ഇത് നമ്മുടെ പരമ്പരയ്ക്ക് കിട്ടിയ ഒരു അസുലഭമായ ഒരു ഭാഗ്യമാണ്. അതിനെ വളരെ മോശമായിട്ട് സംസാരിക്കുന്നു. ഇപ്പോൾ ചിലർ പറയുന്നു രാധ എന്ന് പറയുന്നു, അമൃത എന്ന് പറയുന്നു എന്നൊക്കെ പറഞ്ഞ് കളിയാക്കുന്നു. ഇപ്പോൾ രാധ എന്ന് പറയുന്ന ഐഡന്റിറ്റി ആ പാസ്റ്റ് കളഞ്ഞിട്ടാണ് ഗുരു അമൃത എന്ന നാമം കൊടുത്തത്. ഇപ്പോൾ അമൃത എന്ന് പറയുന്ന ഐഡന്റിറ്റിയും കളഞ്ഞിട്ടാണ് ശിഷ്യപൂജിത. ശിഷ്യപൂജിത എന്ന് പറയുമ്പോൾ ആ പരബ്രഹ്മ ബോധം അതുമായിട്ട് താതാത്മ്യം പ്രാപിച്ചിരിക്കുന്ന വ്യക്തിത്വത്തിന് താഴോട്ടുള്ള മറ്റ് ബോധങ്ങൾ, ശരീര മനസ്സുകൾ അവിടെ ഉണ്ടെങ്കിലും ഈ താഴോട്ടുള്ള കാര്യങ്ങളുമായിട്ടൊന്നും താതാത്മ്യം പ്രാപിച്ച് അത് ഞാനെന്ന് പറയേണ്ട ആവശ്യമില്ല. അതുകൊണ്ട് തന്നെ ഈ അമൃതയെന്നും അല്ലെങ്കിൽ രാധയെന്നും ഒക്കെ പറഞ്ഞ് കളിയാക്കുന്നവർ അതൊന്നും കളിയാക്കിയെന്നും പറഞ്ഞൊന്നും ഒരു കാര്യം ഇവിടെ ഇല്ല. എന്നാൽ അവരിത് കളിയാക്കുമ്പോൾ അത് അവർക്കൊരു ദോഷമായിട്ട് മാറും. കാരണം എന്താണെന്ന് വെച്ചാൽ ഇപ്പോൾ ഏറ്റവും വലിയ തെറ്റുകാരെ പോലും കുറ്റം പറയാനുള്ള അർഹത നമുക്കില്ലെന്നുള്ളതാണ്. നമ്മുടെ ബോധം ശരിയും തെറ്റിൻ്റെയും നന്മ തിന്മകളുടെയൊക്കെ അപ്പുറത്ത് പോയി പൂർണ്ണത പ്രാപിച്ച ഒരാളിനെ ഒരു തെറ്റിന് തെറ്റെന്ന് പറയാൻ പറ്റും. അല്ലെങ്കിൽ നമ്മുടെ ജീവബോധത്തിൽ നിന്നൊരു ശാപം ഉണ്ടാവും. കാരണം വേണ്ടാതെ മറ്റു മനുഷ്യരെയൊക്കെ ഇങ്ങനെ തെറ്റെന്നും കുറ്റമൊന്നും പരിഹസിക്കുകയൊക്കെ ചെയ്യുമ്പോൾ ആ ജീവനിൽ ഇതൊരു മെമ്മറി ആയിട്ട് വന്നിട്ട് ഇതൊരു ശാപമായി മാറി ഈ പറയുന്നവർക്ക് എന്തൊക്കെ വൃത്തികേടുകൾ ആരെക്കുറിച്ച് പറയുന്നു അത് അവരിലേക്ക് അങ്ങ് വ്യാപിക്കുന്നതാണ്. അപ്പോൾ അതുകൊണ്ട് ഇത് പറയുന്നതുകൊണ്ട് ഇങ്ങനെയൊന്നും കളിയാക്കുന്നതുകൊണ്ട് ഗുരുവിന് നഷ്ടപ്പെടാൻ പോണില്ല, പരമ്പരയ്ക്കൊന്നും നഷ്ടപ്പെടാൻ പോണില്ല. ഇത് പറയുന്നവർക്ക് അത് അതിൻ്റെതായ ദോഷങ്ങളായിട്ട് അങ്ങ് പരിണമിക്കുന്നതാണ്. ശ്രീ ഇപ്പോൾ നേരത്തെ പറഞ്ഞില്ലേ, നമ്മുടെ ഈ പരമ്പരയിലെ എത്രയോ ഗുരുക്കന്മാരും മഹാത്മാക്കൾ ഇനിയും വന്ന് ജന്മം എടുക്കേണ്ട ഒരു പരമ്പരയാണിത് എന്ന് ശ്രീ പറഞ്ഞപ്പോഴാണ് ഞാൻ ഒരു കാര്യം ആലോചിച്ചത്. അതായത് നമ്മുടെ ജ്യോതിർമയ സ്വാമി അഭിമതി ശിഷ്യപൂജിതരുടെ അടുത്ത് വന്ന് ബോർഡ് മീറ്റിംഗ് തുടങ്ങാനുള്ള അനുവാദം ചോദിച്ചിങ്ങനെ നിൽക്കുന്ന സമയത്ത് ശിഷ്യപൂജിത പെട്ടെന്ന് ഇങ്ങനെ സ്വാമിയെ ഇങ്ങനെ നോക്കിയിട്ട് എൻ്റെ മുഖത്തും നോക്കി ഇങ്ങനെ ചിരിച്ചിട്ട് പെട്ടെന്ന് സ്വാമിയോട് പറഞ്ഞ സെൻറ്റൻസ് എന്താണെന്നറിയാമോ? നിങ്ങൾ ബോർഡ് മീറ്റിംഗ് ഒക്കെ കൂടുമ്പോൾ നിങ്ങൾ ആലോചിച്ചോളണം, ഇത് വരും കാലത്ത് എത്രയോ മഹാന്മാർ വന്നിരുന്ന് ഇരിക്കേണ്ട ആ ഒരു സ്ഥാനത്താണ് നിങ്ങളെ ഇപ്പോൾ ഗുരു ഇരുത്തിയിരിക്കുന്നത്. ആ ഓർമ്മയിൽ വേണം ആ ബോർഡ് മീറ്റിംഗ് നടത്താനെന്ന് പറഞ്ഞാണ് അഭിമന്യ ശിഷ്യപൂജിത എന്ന ജ്യോതിർമയ സ്വാമിയെ വിട്ടത്. കൂടാതെ ഇപ്പോൾ പരമമായ ദൈവികമായിട്ടുള്ള തലത്തിലൊക്കെ വർത്തിക്കുന്ന ഗുരുക്കന്മാരെ തിരിച്ചറിയാൻ അതിൻ്റെതായ ബുദ്ധിമുട്ടുകളുണ്ട്. ഇപ്പോൾ ദൈവം എല്ലായിടത്തും ഉണ്ടെങ്കിൽ ദൈവത്തിനെ ആർക്കും തിരിച്ചറിയാൻ പറ്റുന്നില്ല എന്ന് പറയുന്നത് പോലെ തന്നെ ഇത്തരം പൂർണ്ണനായ സമ്പൂർണ്ണനായ ഗുരുക്കന്മാരെയും തിരിച്ചറിയാൻ പറ്റില്ല. ഇപ്പോൾ തന്നെ ഗുരുവിൻ്റെ കാലഘട്ടത്തിൽ ഗുരു അന്ന് എന്നോട് ചെറുപ്പത്തിൽ സംസാരിച്ച ഒരു വ്യക്തി ഉണ്ടായിരുന്നു. എറണാകുളത്തുള്ള ഒരു ഡോക്ടറാണ്, പ്രശസ്തനായ ഒരു ഡോക്ടറാണ്. അദ്ദേഹം ഒരുപാട് യോഗിക് സമ്പ്രദായങ്ങളും മറ്റു പല ഗുരുക്കന്മാരോടും ഒപ്പമൊക്കെ പ്രവർത്തിച്ച് ഭാരതത്തിലെ പല ഗുരുക്കന്മാരെക്കുറിച്ചും വളരെയധികം അവഗാഹമുള്ളൊരു വ്യക്തിയാണ്. അദ്ദേഹം എന്നോട് ഫേസ്ബുക്കിൽ പരിചയപ്പെട്ടാണ്. അപ്പോൾ അദ്ദേഹം എന്നെ പരിചയപ്പെട്ടപ്പോൾ എന്നെ നേരിട്ട് ഫോൺ ചെയ്യുകയും നമ്മൾ തമ്മിൽ സംസാരിക്കുകയൊക്കെ ചെയ്തപ്പോൾ എന്നോട് അദ്ദേഹം പറഞ്ഞു, ഞാൻ നിങ്ങളുടെ ആശ്രമത്തിൽ വന്നിട്ടുണ്ട്, ഗുരുവിനെ കണ്ടിട്ടുണ്ട്. എന്നിട്ട് അദ്ദേഹം പറഞ്ഞു, നിങ്ങളുടെ ആശ്രമത്തിൻ്റെ അപ്പുറത്ത് മറ്റൊരു ആശ്രമമുണ്ട്, അപ്പോൾ അവിടെ ഒരു വലിയ മഹാസിദ്ധനുണ്ട്, അദ്ദേഹത്തിനെ കാണുമ്പോൾ തന്നെ ശാന്തിയാണെന്നൊക്കെ പറഞ്ഞ് അദ്ദേഹത്തെക്കുറിച്ച് ഒന്ന് പോയി കാണുമെന്നൊക്കെ എന്നോട് പറഞ്ഞു. അപ്പോൾ ഗുരുവിനെ ഇതേപോലുള്ള ആൾക്കാർ മിസ് ചെയ്യുകയാണ്. എന്തുകൊണ്ടാണ്? അങ്ങനെ പല ആൾക്കാരും ഗുരുവിനെ മിസ് ചെയ്തിട്ടുണ്ട്. എന്തുകൊണ്ടാണ്? ഈ ആത്മീയത എന്ന് പറഞ്ഞുകൊണ്ട് ഒരുപാട് യോഗിക് സമ്പ്രദായങ്ങളും തിയറികളും സിദ്ധാന്തങ്ങളും പല പല ഭാഷ്യങ്ങളും ആത്മീയ സാധനകളും തപസ്സുകളും ഒക്കെ ഉണ്ട്. അപ്പം ഇതെല്ലാം സത്യം പറഞ്ഞാൽ ഇങ്ങനെ ആത്മീയ സാധനങ്ങൾ ഒരു വശത്ത്, ഈ ഭൗതികമായി ഇതിൽ ഭൗതികതയിൽ മുഴുകി ജീവിക്കുന്ന മറ്റൊരു ജീവിതം, അങ്ങനെ ഈ രണ്ട് തെറ്റും ശരിയുമായിട്ടുള്ള ഈ രണ്ട് രീതിയിലുള്ള ഒരു സിസ്റ്റമായിട്ട് ഈ ഒരു 7 അവസ്ഥ കൊണ്ട് പൂർത്തീകരിച്ച ഈ ത്രിമൂർത്തി സമ്പ്രദായത്തിൽ ഇങ്ങനെ ഉള്ള രീതി കണ്ട് മനുഷ്യനെ തെറ്റും ശരിയും ധർമ്മവും നീതി ശരി ഏതെന്ന് ആത്മീയമായ സാധനകൾ ഒന്നീ ലോകം ഉപേക്ഷിച്ച് അത് നടത്തുക, അല്ലെങ്കിൽ ലോകത്തിൽ മുഴുകി ജീവിക്കുക.
അപ്പം ഈ ലോകത്തിൽ എങ്ങനെയാണ് ജീവിക്കേണ്ടത്? ഇതാണ് ശരിയായ ആത്മീയത. ദൈവത്തിൻ്റെ ആത്മീയത എന്ന് വെച്ചാൽ ഈ ലോകം കളഞ്ഞിട്ട് പോവുക അല്ലെങ്കിൽ ഭൗതികതയിൽ മുഴുകുക, അങ്ങനെയല്ല. ഗുരുവിൻ്റെ ആത്മീയത ഇവർക്ക് മനസ്സിലാവാത്തതെന്ന് വെച്ചാൽ ഈ ആത്മീയ സാധനങ്ങളൊന്നുമില്ല. ഇവർ പറയുന്ന ഈ ഭയങ്കരമായ സാധനങ്ങളും തപസ്സുകളും ഭയങ്കര ചരികളല്ല. അവർ നോക്കുമ്പോൾ അത് പ്രാക്ടിക്കലായ ഭൗതികമായി. എന്നാൽ ഭൗതികതയെന്ന് നോക്കുമ്പോൾ ഭൗതികത അല്ല. അപ്പോൾ എന്താണിത്? ജീവിതമാണ് ആത്മീയത. ഗുരുവിനെ സംബന്ധിച്ച് ജീവിതം, അതിൻ്റെ ഭൗതികതയും ആത്മീയതയും അതിനോടൊപ്പം ചേർന്ന് നിന്നുകൊണ്ട് ജീവിതത്തിൽ ഉണർന്ന് എഴുന്നേൽക്കുമ്പോൾ തൊട്ട് നമ്മൾ ദൈവികമായി ഗുരുവിന് സമർപ്പണമായിട്ടാണ് ഓരോന്നും ചെയ്യേണ്ടത്. എല്ലാം ബോധത്തോടെ ഓരോ പ്രവൃത്തിയും, ഒരു ഡോറ് തുറക്കുമ്പോഴും നിൽക്കുമ്പോഴും നടക്കുമ്പോഴും സംസാരിക്കുമ്പോഴും ഭക്ഷണം കഴിക്കുമ്പോഴും കുളിക്കുമ്പോഴും എപ്പോഴും സമ്പൂർണമായി ആ ഗുരുബോധത്തിൽ, ആത്മാവിൻ്റെ ആ ആനന്ദത്തിൽ, ഭക്തിയിൽ ഈശ്വരനെ ആലോചിച്ച് ഗുരുവിനെ ഈശ്വരനെ അർപ്പണമായി ഗുരുവിനെ ചെയ്വത് ഗുരുവെന്ന് ഓർത്തുകൊണ്ട് നമ്മുടെ നിത്യകർമ്മങ്ങൾ, നമ്മുടെ ജോലിയാവട്ടെ, നമ്മുടെ എന്ത് കാര്യമോ ചെയ്യണം. അപ്പോൾ ആത്മീയത എന്നും പറഞ്ഞ് മാറ്റിവെച്ച് എന്തെങ്കിലും ഒരു ആത്മീയതയല്ല, ജീവിതം തന്നെ ആത്മീയത. അത് സമ്പൂർണ്ണമായി ജീവിക്കുക, ആത്മീയമായി അവസാന ശ്വാസം വരെയും ജീവിച്ച് ഭൗതികമായ നന്മകളും ആത്മീയമായ ആ ജീവന് ഇതിന് ശേഷം എന്താണോ ആരും കൂടെ വരാനില്ലാത്തപ്പോൾ ആ ഗുരു എന്ന സത്യം എന്ന് പറയുന്ന ആ തലത്തിലേക്ക് ഉയർത്താൻ. അപ്പോൾ അവിടെ ഈ ഗുരു എന്ന് പറഞ്ഞ് ജീവിക്കാനാണ് പാട്. അപ്പോൾ ഈ ഗുരു എന്ന് ഓർക്കുന്നത് തന്നെ ഈ മനസ്സിന് ഇഷ്ടമല്ല. കാര്യം ഇപ്പോൾ ഗുരുക്കന്മാരെ പോലും ഗുരു ശരീരം ഉപേക്ഷിച്ച് കഴിഞ്ഞാൽ പിന്നെ ഗുരു എന്ന് പറഞ്ഞ് ആരാധിക്കാനാണ് എല്ലാവർക്കും ഇഷ്ടം. ഈ യഥാർത്ഥ ഒരു ഗുരുവിനെ അംഗീകരിക്കാൻ ദൈവം തന്നെ വെച്ചിരിക്കുന്ന ഈ നിയമത്തെ അവർക്ക് ഇഷ്ടമല്ല. അതെന്തുകൊണ്ടാണ്? മനസ്സിനാണ് ഇഷ്ടമല്ലാത്തത്. മനസ്സിന് ഒന്നീ ആത്മീയത അല്ലെങ്കിൽ ഭൗതികത, കുറേ ധർമ്മങ്ങൾ, ബ്രഹ്മചര്യം, ധർമ്മം, ചിട്ട, വെട്ടങ്ങൾ ഇങ്ങനെ പറഞ്ഞ് രസിക്കുക. എന്നിട്ട് അവർ തെറ്റി ഇവർ ശരി എന്നൊക്കെ പറഞ്ഞ് ഈ കളികളിൽ മുഴുകിക്കുന്നതാണ് ഈ മാനസികമായ മായ. അപ്പോൾ യഥാർത്ഥ ആത്മീയതയിലേക്ക്, ആ ജീവിതം തന്നെ ആത്മീയമാകുന്ന ഗുരുവിൻ്റെ പല കാര്യങ്ങളും ഈ പല ആൾക്കാർക്കും മിസ്സായി. അപ്പോൾ ഈ ശിഷ്യഭൂതയെ ഈ പറയുന്ന പോലെ അത് മിസ്സാവുകയാണ്. ഗുരുവിൻ്റെ ആ യഥാർത്ഥ ആ ജീവിതത്തിലൂടെ ചേർന്നുള്ള ആത്മീയത, അവിടെ ഗുരുമാർഗത്തിൽ ആരാധനയും കർമ്മവും ഭക്തിയും എല്ലാം ഗുരുമാർഗത്തിലുണ്ട്. അത് അതിൻ്റെതായ പൂർണ്ണതയിലുണ്ട്. ഈ ഒരു രീതിയിൽ ഈ ഗുരുവിൻ്റെ മാർഗത്തെ മനസ്സിലാക്കി എടുക്കാൻ പറ്റാത്തതുകൊണ്ട് ഉണ്ടായ ഒരു അബദ്ധം. അപ്പോൾ ഈ ഗുരുവെന്ന് പറയുന്നത് പോലും ഈ മാനസിക തലത്തിലുള്ള മനസ്സുകൾക്ക് ഇഷ്ടമല്ല. കാര്യം ഒരു ഗുരു എന്ന് പറയുമ്പോൾ തൻ്റെ അഹന്തയുടെ അപ്പുറമായിട്ടുള്ള ഒരു സത്യമായിട്ടുള്ള ദൈവമായിട്ടുള്ള ഗുരു എന്ന് പറഞ്ഞാൽ ദൈവത്തിൻ്റെ പ്രതിനിധിയാണ്. അപ്പോൾ ആ ദൈവത്തിൻ്റെ പ്രാതിനിധ്യം ഈ മാനസിക തലത്തിൽ വരുന്നത് ഈ മനസ്സിൻ്റെ സിസ്റ്റങ്ങൾക്ക് ഇഷ്ടമില്ലാത്തതുകൊണ്ട്, സത്യം പറഞ്ഞാൽ നമ്മുടെ ഇപ്പോഴത്തെ ഈ നമ്മൾ പരിണമിച്ചു വന്നേക്കുന്നത് ഇപ്പോൾ 73 മുമ്പ് ഉള്ള മനുഷ്യരെ സംബന്ധിച്ച് ഇത് വലിയ ബുദ്ധിമുട്ടാണ്. അവരുടെ മനസ്സ് സകലമായ രീതിയിലും അവരെ വഴിതെറ്റിക്കാനാണ് നോക്കുന്നത് ഗുരുമാർഗത്തിൽ നിന്ന്. കാരണം ആ ഗുരുവിനോട് വളരെ സ്നേഹവും സമർപ്പണവും ഉണ്ടെങ്കിൽ മാത്രമേ ഈ പഴയ ആൾക്കാരെ സംബന്ധിച്ച് പിടിച്ചിരിക്കാൻ പറ്റൂ. അല്ലെങ്കിൽ ഈ മനസ്സ് സകല രീതിയിലും വഴിതെറ്റിച്ച് കളയും. അവരുടെ മജ്ജയിലും മാംസത്തിലും അവരുടെ പിതൃവിലും ആരാധന സ്വഭാവത്തിലും എല്ലാം ഈ ഗുരുമാർഗത്തിൽ നിന്ന്, ഗുരുവിനെ അംഗീകരിക്കുന്നതിൽ നിന്ന് തെറ്റിക്കുന്നു. കാര്യം അവസാന ശ്വാസം വരെയും ഗുരുവിനെ അംഗീകരിച്ച് നിൽക്കുമ്പോൾ, ദൈവത്തിനെ അംഗീകരിച്ച് നിൽക്കുമ്പോഴാണ് ഈ ജീവൻ ആരും കൂടെ വരാത്തപ്പോൾ കൂടെ വരാൻ ആ ദൈവം എന്ന് പറയുന്ന സത്യത്തിലേക്ക് പരിണമിക്കുന്നത്. അപ്പം ഇവിടെ ഇപ്പം നമ്മൾ 73 ശേഷം ജനിച്ചവരെ സംബന്ധിച്ചും നമ്മുടെയും മജ്ജയും മാംസവും ഒന്നും അത്രയും ശുദ്ധമായിട്ടില്ല. അതുകൊണ്ട് തന്നെ ഞാനിപ്പോൾ ചിന്തിക്കുമ്പോൾ ഈ ശരീര മനസ്സുകൾ ഇതിങ്ങനെ സംശയിക്കും. വീണ്ടും ഈ ശരീര മനസ്സായിട്ടിരുന്ന ഈ സാധനം സംശയിക്കും. വീണ്ടും എല്ലാം സംശയമാണ്. അപ്പം എന്നെ സംബന്ധിച്ച് ഈ ബോധതലത്തിൽ ഈ ഉണർന്നിരിക്കുന്നതുകൊണ്ട്, ആ ജ്ഞാന സ്വഭാവത്തിൽ ജീവൻ പരിണമിക്കുന്ന ഒരു അവസ്ഥ എനിക്ക് അറിയാവുന്നതുകൊണ്ട് ഈ മനസ്സിനെ ഇതിനെ ഉപേക്ഷിക്കുക എന്നുള്ളതാണ്. ഇതിനെ നമ്മൾ ഇവിടെ കളഞ്ഞിട്ട് പോകണം. ജീവനെ സ്വതന്ത്രമാക്കി മുക്തി മാർഗത്തിലേക്ക് പോകാൻ ഇതൊരു റെസിഡ്യൂ, ഇതൊരു കർമ്മ സഞ്ചയമായിട്ടുള്ള വാസന ബദ്ധിതമായിട്ടുള്ള ഈ സാധനം നമ്മളെ എപ്പോഴും തടസ്സപ്പെടുത്തും. എപ്പോഴും നമ്മുടെ പിതൃ സ്വഭാവത്തിലും ആരാധന സ്വഭാവത്തിലും നമ്മുടെ ചിന്ത എപ്പോഴും തെറ്റിക്കാനാണ്. അപ്പം നമ്മൾ ഈ മനസ്സിനെ ഉപേക്ഷിച്ചിട്ടുകൊണ്ട് വേണം ഓരോ സന്യാസ സ്വഭാവത്തിലായാലും ബ്രഹ്മചാരികളായാലും വിശ്വാസി ഗൃഹസ്ഥാശ്രമികളായാലും എല്ലാവരെ സംബന്ധിച്ച് ഈ അവരുടെ മനസ്സിനെ ഗുരുവിനെ എതിർക്കാനാണ് പറയുന്നത്. പ്രത്യക്ഷ രൂപത്തിലുള്ള ഗുരുവിനെ എതിർക്കാൻ. അപ്പോൾ ആ മനസ്സിനെ എതിർത്തുകൊണ്ട് നമ്മൾ മനസ്സിനെ ഡിസോൾവ് ചെയ്തുകൊണ്ട്, നമ്മൾ മനസ്സിനെ അതിവർത്തിച്ചുകൊണ്ട് നമ്മളൊരു ഡിസിഷൻ എടുക്കുമ്പോൾ നമ്മൾ ആത്മബോധത്തിൻ്റെ ഡിസിഷനായി, ജീവൻ ഉണർന്നു. അങ്ങനെ ആ ആത്മശാന്തിയിൽ വന്നുകൊണ്ട് വേണം ഈ ഗുരുമാർഗത്തിൽ പിടിച്ചിരിക്കാൻ. അല്ലെങ്കിൽ ഇത് എല്ലാവരെയും തെറ്റിക്കും. ഒരു തലം വരെയൊക്കെ നമ്മളിങ്ങനെ പോകും. അത് കഴിഞ്ഞാൽ മനസ്സും ശരീരവും എല്ലാ രീതിയിലും ഗുരുമാർഗത്തെ എതിർക്കും. അതിൻ്റെ ഒരു ഇമ്പൾസാണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത് ഈ മൊത്തത്തിൽ. അപ്പോൾ അങ്ങനെ നോക്കുമ്പോൾ
ഇത് എത്രമാത്രം ബുദ്ധിമുട്ടാണ് ഈ ഗുരുമാർഗത്തിൽ പ്രവർത്തിച്ചു പോകാൻ. എന്നാൽ ഈ അഹന്തയെ ഉപേക്ഷിച്ച് ഒറ്റക്കെട്ടായി എല്ലാവരും, ആ പഴയ വിശ്വാസികളും പുതിയ തലമുറയിലുള്ളവരും, അവരുടെ മനസ്സിൻ്റെ ഈ പറ്റിക്കുന്ന കപടമായ അഹന്തയായ മനസ്സിനെ ഉപേക്ഷിച്ചുകൊണ്ട് ആ ഗുരുമാർഗത്തിൽ എളിമയോടെ പ്രവർത്തിച്ചു വരുമ്പോൾ ഈ ഒരു സത്യത്തിലേക്ക് പരിണമിച്ച് വരാൻ പറ്റുന്നതാണ്. അപ്പോൾ ഈ മനുഷ്യർക്ക് ഇനി പ്രവർത്തിച്ച് വരുമ്പോൾ ഉള്ള കുഴപ്പം, ഇപ്പോൾ കഴിഞ്ഞ ദിവസം ഞാനിപ്പോൾ ഗുരുരത്ന സ്വാമിയുടെ ഇപ്പോൾ ശിഷ്യഭൂതിയെക്കുറിച്ചൊക്കെ പറഞ്ഞപ്പോൾ സ്വാമിയുടെ ആ പേര് ഗുരു എന്താണോ ഉദ്ദേശിക്കുന്നത് അത് രീതിയിൽ പരിണമിച്ച് വരട്ടെ എന്ന് പ്രാർത്ഥിക്കണം എന്ന് പറഞ്ഞപ്പോൾ എന്നോട് സ്ഥിരം സംസാരിക്കുന്ന ഒരു വ്യക്തി അദ്ദേഹത്തിൻ്റെ ഭാഷയിൽ ചെറിയൊരു ദേഷ്യമൊക്കെ കാണിച്ചപ്പോൾ ഞാൻ പറഞ്ഞു, എനിക്ക് മനസ്സിലായി അദ്ദേഹത്തിന് ദേഷ്യം. ഇപ്പം ഞാൻ എല്ലാവരെയും വിമർശിക്കണമെന്നാണ് ഇവർ വിചാരിക്കുന്നത്. എന്നെ സംബന്ധിച്ച് ഞാൻ ചില പ്രവൃത്തികളെയാണ് വിമർശിക്കുന്നത്, ഒരു വ്യക്തിയെ പോലും വിമർശിക്കാനുള്ള യോഗ്യത നമുക്കില്ല. അപ്പോൾ നമ്മൾ ഈ പ്രവൃത്തികളെ വിമർശിക്കുമ്പോഴും എല്ലാ വ്യക്തികളും അവർ ഗുരു എന്താണോ ആഗ്രഹിക്കുന്നത് അതേ രീതിയിൽ ഈ സിസ്റ്റവും ഈ മെട്രിക്സും ഇതിനകത്തുള്ള ആരാധനാമൂർത്തികളും എല്ലാ പിതൃ സ്വഭാവങ്ങളും എന്തൊക്കെ തെറ്റിൽ വന്നു പോയാൽ പോലും ഇതെല്ലാം ആ പൂർണ്ണതയിൽ വരണമെന്നുള്ളതാണ് നമ്മുടെ ഗുരുവിൻ്റെ സങ്കല്പം. അങ്ങനെ നോക്കുമ്പോൾ എല്ലാ ശത്രുക്കളും മിത്രങ്ങളും എല്ലാ ശരി ചെയ്യുന്നവനും തെറ്റ് ചെയ്യുന്നവനും എല്ലാവരും ഈ നന്മയിൽ ഉണരണമെന്നുള്ളതാണ് ദൈവത്തിൻ്റെ കാഴ്ച. അപ്പം നമ്മൾ ദൈവികമായിട്ടൊരു പാത്തി സഞ്ചരിക്കുമ്പോൾ നമ്മൾ ആരെയും നമുക്ക് കുറ്റപ്പെടുത്താൻ പറ്റില്ല. ദൈവികമായിട്ടുള്ളൊരു കാര്യം ഇന്നലെ വരെ എന്തോ ആകട്ടെ, ഈ നിമിഷം മുതൽ പുതിയത് എന്നുള്ളതാണ് ദൈവികമായിട്ടുള്ളൊരു കാഴ്ചപ്പാട്. അങ്ങനെ ഓരോ നിമിഷവും പുതിയതായി വിശ്വസിച്ച് നമ്മുടെ മരണത്തിൻ്റെ നിമിഷം വരെ നമ്മൾ പുതിയതായി നിന്നുകൊണ്ട് വേണം ആ പുതിയതായ സത്യത്തിലേക്ക് പരിണമിക്കാൻ. അതുകൊണ്ട് തന്നെ പണ്ട് എന്തോ ആവട്ടെ, ആരെന്ത് കർമ്മം, എന്ത് തെറ്റോ ശരിയോ എന്തോ ആവട്ടെ, പുതിയതിലേക്ക് പോകാൻ അങ്ങനെ നമ്മൾ തയ്യാറായിക്കൊണ്ട് വേണം പ്രവർത്തിക്കാൻ എന്നുള്ള അർത്ഥത്തിലാണ് എല്ലാവരും അവരുടേതായിട്ടുള്ള ആ തെറ്റും ശരികളും സംഭവിച്ചു പോയതെല്ലാം ഈ മാനസിക തലത്തിൻ്റെ കർമ്മഗതിയുടെ വാസനയുടെ ഒരു ഫലമാണെന്ന് കണ്ട് നമ്മൾ തിരുത്തണം. അപ്പോൾ അങ്ങനെ തിരുത്തുമ്പോൾ ഇപ്പോൾ പുതിയ ഭരണ സംവിധാനത്തെ പോലും അന്ന് പഴയ സംവിധാനത്തെ ഗുരു മാറ്റിയെങ്കിൽ പുതിയ സംവിധാനം അത് ഗുരു ഉദ്ദേശിക്കുന്ന രീതി ശരിയായിട്ട് പരിണമിച്ച് വന്നില്ലെങ്കിൽ ഈ പുതിയ സംവിധാനത്തെയും ഗുരു മാറ്റാൻ തീരുമാനമെടുക്കും. അപ്പോൾ അങ്ങനെ തീരുമാനമെടുക്കുന്ന ഒരു സാഹചര്യത്തിലേക്ക് എത്താതെ എല്ലാവരും എന്താണോ പരിവർത്തനം വരുത്തേണ്ടത് അവരവരുടെ മനസ്സ് ഇതിനെ എതിർക്കും, ഗുരുമാർഗത്തെ എതിർക്കും. അഹങ്കാരം, അതിൻ്റെ വാസന, അതിൻ്റെ ലക്ഷ്യങ്ങൾ, അതിൻ്റെ കാര്യങ്ങളെല്ലാം ഈ ഗുരുമാർഗത്തിനെതിരാണ്. അപ്പോൾ അതിനെല്ലാം മാറ്റി എല്ലാത്തിനെയും മാറ്റിയിട്ട് ഗുരുവിൻ്റെ മനസ്സുമായി യോജിക്കാൻ എന്ത് ചെയ്യണം? ഇതാണ് ശിഷ്യന്മാരുടെ കടമ. ഒരു ആശ്രമ സ്വഭാവത്തിൽ പരിണമിക്കുമ്പോൾ ഗുരുവിൻ്റെ മനസ്സുമായിട്ട് യോജിക്കാൻ എന്ത് പരിവർത്തനമാണോ, എന്ത് സാക്രിഫൈസ് ആണോ അത് ചെയ്തുകൊണ്ട് ഗുരുവിൻ്റെ മനസ്സുമായിട്ട് യോജിക്കാൻ തീരുമാനമെടുക്കാത്ത സാഹചര്യത്തിൽ ഗുരു തീരുമാനം മാറ്റും, അപ്പോൾ മാറ്റും ഗുരു. അപ്പോൾ അവിടെ പിന്നെ ശിഷ്യപൂജിത എന്ന് പറയുന്ന വ്യക്തിക്ക് അതിനകത്തൊരു റോളും ഇല്ല. ദൈവത്തിൽ നിന്ന് എന്തറിയിക്കുന്നോ ആ ദൈവ നിശ്ചയം നടപ്പാകുക എന്നുള്ളത് മാത്രമാണ് ശിഷ്യപൂജയുടെ സാന്നിധ്യത്തിൻ്റെ ആവശ്യം. അപ്പോൾ ശിഷ്യപൂജ എന്ന് പറയുന്ന വ്യക്തി എടുക്കുന്ന തീരുമാനങ്ങളൊന്നും അല്ല. അപ്പോൾ ഓരോ വ്യക്തികളും, സ്ഥാപനത്തിലുള്ളവരും പ്രസ്ഥാനത്തിലുള്ളവരും, നമ്മളെല്ലാവരും ആ ഗുരുവാക്കിനെ അനുസരിച്ച് പോകാൻ, അല്ലെങ്കിൽ ദൈവവാക്കിനെ, ആ പ്രകാശത്തിലുള്ള ധാരയെ, നമ്മൾ ശിഷ്യപൂജ എന്ന് പറയുന്ന വ്യക്തിയല്ല, ആ ദൈവത്തിൻ്റെ സാന്നിധ്യത്തെയാണ്. ഇപ്പോൾ നമ്മൾ ആ ശിഷ്യബുദ്ധ എന്ന് പറയുന്ന വ്യക്തിത്വത്തിൻ്റെ അതെല്ലാം നമുക്ക് ഏറ്റവും മാന്യതയാണ്. പക്ഷേ എന്നാൽ ആ വ്യക്തിത്വത്തിൻ്റെ ആ രാധ എന്ന ഭാവം, അമൃത എന്ന ഭാവം, ഇതെല്ലാം കളഞ്ഞിട്ട് ആ ദൈവത്തിൻ്റെ ഭാവമായിട്ട് സ്വരൂപമായിട്ടിരിക്കുന്ന അവസരത്തിലാണ് നമ്മൾ കാണുന്നത്, ഗുരുവായിട്ടാണ് നമ്മൾ കാണുന്നത്. അപ്പോൾ അതിൽ നിന്ന് വരുന്ന വാക്കുകൾ എല്ലാവരും ഒറ്റക്കെട്ടായിട്ട് എടുത്ത് പ്രവർത്തിച്ചില്ലെങ്കിൽ ഇനിയും ഗുരു വാക്കുകൾ മാറ്റും, ഓരോ കാര്യങ്ങളും മാറ്റി പ്രവർത്തിക്കും. അതിനെതിരെ ആർക്കും പ്രവർത്തിക്കാനും കഴിയില്ല എന്നുള്ളത് അറിഞ്ഞുകൂടാത്ത സമയത്ത് ഇത് പല സോഴ്സുകളിലൂടെ ഗുരു ഇത് അറിയിക്കും. പല രീതിയിൽ പല ആൾക്കാർ ഇന്നത്തെ കാലത്ത് ഈ രീതിയിലുള്ള ദൈവത്തിൻ്റെ മാർഗങ്ങൾ അറിയിക്കുന്നുണ്ട്. അപ്പം ഇതിങ്ങനെ അറിഞ്ഞ് പ്രവർത്തിച്ച് എടുത്തില്ലെങ്കിൽ ഗുരു അതിൻ്റേതായ രീതിയിൽ പ്രവർത്തിക്കും, അല്ലെങ്കിൽ പ്രകൃതി അതിൻ്റേതായ രീതിയിൽ പ്രവർത്തിക്കും. അറിവില്ലായ്മ ഗുരു ക്ഷമിക്കും. പക്ഷേ കണ്ണിങ്ങും ക്രൂക്കടും സൂത്രത്തിലും പ്ലാൻ ചെയ്ത് ആർക്കും ഇവിടെ നിന്ന് ഒന്നും പ്രവർത്തിക്കാൻ പറ്റില്ല. അവർ പ്രവർത്തിക്കാനുള്ള ഒരു ചിന്ത എടുക്കുമ്പോൾ തന്നെ അതിനുള്ള പണിയും കിട്ടിയിരിക്കും. അതുകൊണ്ട് ആർക്കും ഈ കണ്ണിങ്ങും സൂത്രങ്ങളും കുതന്ത്രങ്ങളും, അറിവില്ലായ്മ ഗുരു എക്കാലവും ക്ഷമിച്ചിരുന്നു. മനുഷ്യൻ്റെ വിഷമങ്ങളും കുറവുകളും മനുഷ്യൻ്റെ കഴിവില്ലായ്മയും എല്ലാം ഗുരു ക്ഷമിച്ചിരുന്നു. പക്ഷേ ഈ തെറ്റായ ഒരു പ്രവർത്തനം ഇവിടെ നിന്ന് ആർക്കും ചെയ്യാൻ പറ്റില്ല. അപ്പോൾ അങ്ങനെ ഒരു ദൈവികമായിട്ടുള്ള ഒരു പ്രസൻസ് എക്കാലവും ഉണ്ടെന്നുള്ള വിശ്വാസത്തിലാണ് നമ്മൾ ഓരോരുത്തരും ഈ പരമ്പരയോടൊപ്പം നിൽക്കുന്നത്. അല്ലാതെ ഗുരു പോയി എന്നും പറഞ്ഞ് അങ്ങനെയാണെങ്കിൽ പിന്നെ എന്തിന് നമ്മളിവിടെ നിൽക്കണം? ഗുരു പോയി പിന്നെ കുറച്ച് ആൾക്കാരാണ് തീരുമാനിക്കുന്നത്, ഇവിടെ ഒന്നുമില്ല, മറ്റെല്ലാം ഇവർ ഈ മാറി നിന്ന് പറയുന്ന പോലെയാണ് കാര്യങ്ങളെങ്കിൽ പിന്നെ എന്ത് മഹിമയാണ് ഈ പരമ്പരയ്ക്കുള്ളത്? അപ്പോൾ ഇവിടെ എക്കാലവും ആ പ്രകാശത്തിൽ നിന്ന് വാക്ക് കിട്ടുന്നു എന്നുള്ളതാണ് ഈ ആശ്രമത്തിൻ്റെ യുണീക്നെസ്. അപ്പോൾ ആ വാക്കിനെ മാനിച്ച് പ്രവർത്തിച്ച് പോകാൻ നമുക്ക് ഓരോരുത്തർക്കും കഴിയണം. അവിടെ നമ്മുടെ മനസ്സിങ്ങനെ പല സംശയങ്ങളും പല പ്രോബ്ലങ്ങളും പല കാര്യങ്ങളും അത് അഹന്ത ഇങ്ങനെ ഉന്നയിക്കും. അപ്പോൾ ആ മനസ്സിനെ ഗുരുപാദങ്ങളിൽ സമർപ്പിച്ചിട്ട് നമ്മൾ ഹൃദയത്തിൻ്റെ ശാന്തിയിൽ, ആ ഹൃദയത്തിൻ്റെ ദൈവികതയിൽ നമ്മളൊരു പുതിയ മനുഷ്യനായി എല്ലാവരും ഒറ്റക്കെട്ടായി
പഴയവരും പുതിയവരും എല്ലാവരും കഴിഞ്ഞു പോയതെല്ലാം കഴിഞ്ഞു. പഴയതും പുതിയതും ഇത് ആരെയും വേദനിപ്പിക്കാനോ വിഷമിപ്പിക്കാനല്ല. ഇത് ചില സംഭവിച്ച പ്രോസസ്സുകളെക്കുറിച്ച് മാത്രമാണ് ഞാൻ പറഞ്ഞത്. തെറ്റായ ചില പ്രവൃത്തികളെക്കുറിച്ചാണ്. അത് എല്ലാവരും ആ മനസ്സിൻ്റെ ആ അഹന്തയെ കളഞ്ഞ് പുതിയ ഒരു മനസ്സ് ഹൃദയത്തിൽ നിന്ന്, അങ്ങനെ ഹൃദയത്തിൽ നിന്ന് നമുക്കുണ്ടായി നമ്മുടെ ഓരോ ചലനങ്ങളും ജീവിതത്തിൻ്റെ ഓരോ പ്രവൃത്തികളും എല്ലാം ദൈവികമായി മാറ്റുന്ന ഒരു പരമ്പരയായിട്ട് മനുഷ്യൻ മാറണം. അല്ലാതെ ആത്മീയത എന്ന് പറഞ്ഞ് കുറേ വേഷക്കെട്ടുകൾ, ഭൗതികത എന്ന് പറഞ്ഞ് കുറേ വേഷം കെട്ടുകൾ, അങ്ങനെയല്ല. എപ്പോഴും എല്ലാ പ്രവർത്തികളും അത് നമ്മുടെ ഓരോ ശ്വാസങ്ങളും ദൈവികമായിട്ട് മാറുന്ന ഒരു പുതിയ മനുഷ്യരാശിയെ സൃഷ്ടിച്ച് ആ ദൈവത്തിൻ്റെ ധർമ്മം അങ്ങനെയുള്ള മനുഷ്യരാശിയുടെ ലോകത്തിലേക്ക് വരുമ്പോൾ ഈ ഇപ്പോൾ നിലനിൽക്കുന്ന സൃഷ്ടിക്രമത്തിൽ നിന്ന് മാറി ഇത് ദൈവത്തിൻ്റേതായിട്ടുള്ള ഒരു ലോകമായി മാറുമെന്നുള്ള ഒരു വശമാണ് നമ്മുടെ ഗുരു മുന്നോട്ട് വെച്ചത്. അപ്പോൾ ആ ഒരു ധർമ്മത്തിലേക്ക്, ആ ഒരു സത്യത്തിലേക്ക് നമുക്കെല്ലാവർക്കും സഞ്ചരിക്കാൻ ഗുരു കാരുണ്യം ഉണ്ടാകട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് നിർത്തുന്നു. സദ്ഗുരുവേ ശരണം. സദ്ഗുരുവേ ശരണം.